അനുഗ്രഹിക്കപ്പെട്ടതാണ് ഈ പകൽക്കാലം. ഈ വാത്സല്യ വസതിയിൽ വന്നുകൊണ്ട് വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ സർവജ്ഞനായ ദൈവത്തിന് നമ്മൾ പ്രസാദമുണ്ടായി. കൊട്ടാരക്കരയിൽ ആരംഭിച്ച ദൈവമക്കളുടെ വലിയൊരു കൂട്ടായ്മ കഴിഞ്ഞ 2 വർഷക്കാലം അത് പിന്തുടർന്ന് അവൻ പിന്നിടുവാൻ ഇടയായി. എല്ലാവരും ഒരുപോലെ ദൈവമായി കർത്താവ് സഹായിച്ചു. തമ്മിൽ പ്രാർത്ഥിക്കാൻ, ഭാരങ്ങളെ ചുമക്കുവാൻ, ആമേൻ വിഷയങ്ങളെ പങ്കിടുവാൻ, സ്നേഹബന്ധങ്ങൾ പുതുക്കുവാൻ ഒക്കെ ദൈവം സഹായിച്ചു. ഇന്നേ ദിനം ക്രമീകരിക്കപ്പെട്ട ഈ പ്രാർത്ഥനയുടെ പിന്നിൽ ദൈവികമായ വിടുതലുകൾ, ദൈവികമായ ആമേൻ അത്ഭുതങ്ങൾ, ദൈവികമായ ആലോചനകൾ, വചനത്തിന്റെ ആഴങ്ങൾ ഒക്കെ വെളിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇവിടെ ഇരിക്കുമ്പോൾ ഈ യോഗത്തിൽ സംബന്ധിക്കുവാൻ മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ടായിട്ടും ശരീരം കൊണ്ട് കഴിയാതെ വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മോടൊപ്പം ജാഗരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയും ദൈവം അനുഗ്രഹിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ദൈവമേ, പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല മകനായ സ്വാമി, ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ വന്ന് നിങ്ങളുടെ തിരുവെഴുത്തുമായി നിന്റെ മുമ്പാകെ നിൽപ്പാൻ സാധുഭാഗ്യ നടിയുടെ സുഖം എന്ന അവസരത്തിനായി സ്വാമി. ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന് വിലപ്പെട്ട ദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവന്റെ സ്പർശക്കായി സ്തോത്രം, സഹജ ഭാഷക്കായി സ്തോത്രം, ഇതിന്റെ അഡ്മിന്മാരായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇതിൽ പ്രാർത്ഥന പോരാളികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണം. ഇന്ന് പകലത്തിന്റെ പരിശുദ്ധാത്മ സാന്നിധ്യം നിറയ്ക്കണം. വചനത്തിന്റെ ആഴങ്ങൾ, ദൈവത്തിന്റെ ആലോചനകളുടെ ജനത്തെ അറിയിപ്പാൻ വേണ്ടി അഭിഷേകം ചെയ്യണം. ഇവിടെ അടിയപ്പെടുന്ന പൂരികൾ, അന്ധകാര ശക്തികൾ, എന്റെ പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെയും എനിക്കുള്ള യാതൊന്നിനെയും പിന്തുടർന്ന ഒരു കാലത്ത് ഒരു ദോഷം ചെയ്യുവാൻ പിശാചിനെ ദൈവം അനുവദിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യും. മഹത്വമെടുക്കും പ്രാർത്ഥനകൾക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ ഇവിടെ ചിന്തയ്ക്ക് ആധാരമായി റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 26-27 വാക്യം വായിക്കാം. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 26-27 വാക്യം. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അപക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്ത നിയമം എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. മതി. നന്ദിയാ എന്നുള്ള നിറയും നന്മ മാത്രം നീ ചെയ്തപ്പാ. നന്ദിയാ എന്നുള്ള നിറയും നന്മ മാത്രം നീ ചെയ്തപ്പാ. ദോഷമായിട്ടൊന്നും ചെയ്യില്ല അപ്പനെന്നെ കൈവിടില്ല. ദോഷമായിട്ടൊന്നും ചെയ്യില്ല അപ്പനെന്നെ കൈവിടില്ല. നന്ദിയാൽ എന്നുള്ളം നിറയും നന്മ മാത്രം നീ ചെയ്തപ്പാ. നന്ദിയാൽ എന്നുള്ളം നിറയും നന്മ മാത്രം നീ ചെയ്തപ്പാ. കണ്ണുനീരും താഴ്വരയിൽ കഷ്ടമേറും ശോധനയിൽ. കണ്ണുനീരും താഴ്വരയിൽ കഷ്ടമേറും ശോധനയിൽ കൈവിടാതെ കൂടെ വന്നിടും. മാവിലെന്നെ ചേർത്തണയ്ക്കും. കൈവിടാതെ കൂടെ വന്നിടും. മാവിലെന്നെ ചേർത്തണയ്ക്കും. നന്ദിയാൽ എന്നുള്ളം നിറയും നന്മ മാത്രം നീ ചെയ്തപ്പാ. നന്ദിയാൽ എന്നുള്ളം നിറയും നന്മ മാത്രം നീ ചെയ്തപ്പാ. ഭാരമേറും ജീവിതത്തിൽ
ഭാരമേറും ജീവിതത്തിൽ താങ്ങും നിന്റെ പൊൻകരങ്ങൾ സ്നേഹം നൽകുമെന്നപ്പനേ നീ മാത്രം മതി എനിക്ക് സ്നേഹം നൽകുമെന്നപ്പനേ നീ മാത്രം മതി എനിക്ക് നന്ദിയാൽ എന്നുള്ളം നിറയും നന്മ മാത്രം നീ ചെയ്തപ്പാ നന്ദിയാൽ എന്നുള്ളം നിറയും നന്മ മാത്രം നീ ചെയ്തപ്പാ ദോഷമായിട്ടൊന്നും ചെയ്യില്ല അപ്പനെന്നെ കൈവിടില്ല ദോഷമായിട്ടൊന്നും ചെയ്യില്ല അപ്പനെന്നെ കൈവിടില്ല നന്ദിയാൽ എന്നുള്ളം നിറയും നന്മ മാത്രം നീ ചെയ്തപ്പാ നന്ദിയാൽ എന്നുള്ളം നിറയും നന്മ മാത്രം നീ ചെയ്തപ്പാ വീണ്ടും കരമുയർത്തി കർത്താവിനെ സ്തുതിക്കും. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വിശുദ്ധ കുഞ്ഞുങ്ങൾക്കും വേദിയിലായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ പ്രിയ ഡേവിസ് പാസ്റ്റർ സജിത് പാസ്റ്റർ എല്ലാവരും സ്തുതിക്കുന്നു. കൊട്ടാരക്കര പ്രയർ ഫെലോഷിപ്പിന്റെ എല്ലാ അംഗങ്ങൾക്കും ആത്മീയന്മാർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. നമ്മെ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പകലും ശ്രദ്ധീലമായി നടക്കുന്ന പ്രാർത്ഥന നമുക്കെല്ലാവരും ഒരുപോലെ അനുഗ്രഹപ്രദമായി തീരുമാനിക്കാകട്ടെ. വളരെ പ്രാർത്ഥനാപൂർവം ദൈവത്തിലായിരിക്കാം. വായിക്കപ്പെട്ട ഭാഗം ഓടിച്ച് ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പകലത്തെ സെക്ഷൻ അവസാനിപ്പിക്കും. വായിച്ച വാക്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കും. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന്, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതി വെച്ചിരിക്കുന്നുവെന്നാണ്. നമുക്കെല്ലാം പരിചിതമായ ഭാഗമാണ്, ചിന്തയ്ക്ക് ആധാരമായി വായിക്കപ്പെട്ടത്. ആമേൻ. ഈ ഭാഗത്തെ ഉദ്ധരിച്ച് പല യോഗങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ, പല ദൈവദാസന്മാരാൽ പെന്തിക്കോസ്ത് കോളത്തിൽ പിച്ച വെച്ച കാലം മുതലേ നിങ്ങളെല്ലാം പ്രസംഗം കേട്ടിട്ടുള്ളവരായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കേട്ടിരിക്കുന്നതായിരിക്കുന്ന ചില ചിന്തകൾ ഉരുത്തിരിഞ്ഞു വന്നേക്കാം. എങ്കിലും പരിശുദ്ധാത്മാവിനെ ചിന്തിപ്പിച്ച ചില ഭാഗങ്ങൾ നമുക്ക് പൊതുവായി ചിന്തിച്ച് മുൻപോട്ട് പോയി പ്രാർത്ഥിക്കാം. വായിച്ചത് വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന്. കഴിഞ്ഞ 2 വർഷക്കാലം ഈ പ്രവർത്തനത്തിന് നടുവിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യേ വിടുവിക്കുന്നവനായി ദൈവം സിയോനിൽ നിന്ന് വെളിപ്പെട്ടതായ ദൈവിക അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഉള്ളവരാണ് ഈ യോഗത്തിൽ ഇരിക്കുന്നവരെല്ലാം. ഹല്ലേലൂയ. നാം ഇന്ന് പകൽക്കാലം വായിച്ചത് വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരുമെന്ന അപ്പോസ്തലനാകുന്ന പൗലോസ്ലീഹായുടെ 14 ലേഖനങ്ങളിൽ ഒരു ലേഖനമാണ് റോമാലേഖനം. തന്റെ എല്ലാ ലേഖനങ്ങളും വളരെ ഈടുറ്റ ലേഖനങ്ങളാണ്. സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയാത്ത അനേക മർമ്മങ്ങളാൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ലേഖനങ്ങളാണ് തന്റെ ലേഖനങ്ങളിൽ ഏറെ. ചില ലേഖനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ തർജ്ജമ ലേഖനങ്ങൾ എന്ന് കാണുന്നുണ്ട്. ചില ലേഖനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ കാലത്ത് ആരംഭിച്ച് ഇന്നയോളം ദൈവസഭയെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന 3 വിധ പിശകിനെതിരെ താൻ ലേഖനം എഴുതിയെന്ന് വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുകയാണ്. പ്രധാനമായും പെന്തിക്കോസ്ത് കോളത്തെ ഗ്രസിക്കുന്നതും ഖനിക്കുന്നതുമാകുന്ന 3 വിധ പിശകിനെതിരെ താൻ ലേഖനം എഴുതി. അതിൽ ഒന്നാമത്തെ പിശക് ഉപദേശ പിശക, രണ്ടാമത്തത് ജീവിത പിശക, മൂന്നാമത്തത് വിശ്വാസ പിശക. ഇങ്ങനെ 3 വിധ പിശകിനെതിരെ താൻ 3 ലേഖനം എഴുതി. ഗലാത്യ ലേഖനം ഉപദേശ പിശകിനെതിരെ എഴുതിയ ലേഖനമാണ്. 2 കൊരിന്ത്യർ ലേഖനം ജീവിത പിശകിനെതിരെ എഴുതിയ ലേഖനമാണ്. 3 എബ്രായ ലേഖനം വിശ്വാസ പിശകിനെതിരെ എഴുതിയ ലേഖനമാണ്. ഇങ്ങനെ 3 ലേഖനങ്ങൾ 3 വിധ പിശകിനെതിരെ എഴുതി. നമുക്ക് ഗലാത്യർക്ക് എഴുതിയ ലേഖനം എടുക്കാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം
അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റ നോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്കൊരു നാഴിക പോലും വഴങ്ങി കൊടുത്തിട്ടില്ലെന്നാണ്. ആ കാലത്ത് ഉപദേശ പിശകുകളെ പ്രസംഗിച്ചും പ്രചരിപ്പിച്ചും പഠിപ്പിച്ചും കൊണ്ട് ഒരുപാട് കള്ളന്മാർ ഇതിനകത്ത് നുഴഞ്ഞു കയറി. ഇന്ന് കള്ളന്മാര് കുറവല്ല, ഒരുപാട് കള്ളന്മാര് പൂണ്ട് വിളയാണെന്ന് ഗുണമാണ് പെന്തിക്കോസ്ത് ഗുണം. പക്ഷേ പൗലോസ് പറയാം, അങ്ങനെയുള്ള കള്ളന്മാർക്കൊന്നും ഞങ്ങൾ ആരും വഴങ്ങി കൊടുത്തിട്ടില്ല. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയുള്ള കള്ളന്മാരിൽ നിന്ന് കൈകീടി ഞങ്ങൾ ആരും കൊണ്ട് തല വെച്ച് കൊടുത്തിട്ടില്ല. അതിനേക്കാൾ നല്ലത് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലോട്ട് ചെന്നിട്ട് ആളൊഴിഞ്ഞ സ്ഥലം നോക്കി ട്രെയിന് തല വെക്കുന്നതായിരിക്കും. മനസ്സിലാക്കി സ്തുതിക്കുക. പരമാർത്ഥമായി പറഞ്ഞാൽ പച്ചയായ ഉപദേശത്തെ ആമെ തിരിച്ചുകൊണ്ട് ആമെ സ്വാർത്ഥ ലാഭത്തിനും സാമ്പത്തിക ലക്ഷ്യത്തിനും വേണ്ടി ആമെ ദൈവവചനം വളച്ചൊടിച്ച് പ്രസംഗിച്ചവർക്കൊന്നും ഞങ്ങൾ ആരും വഴങ്ങി കൊടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. അവിടെ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നുഴഞ്ഞു വന്ന കള്ള സഹോദരൻ. ഈ നുഴഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ സരസമായൊരു ഭാഷ പറഞ്ഞാൽ, ഒരു വീടിന് പ്രധാനമായി 2 വാതിലാണ്. പിന്നെ പണത്തിന്റെ പങ്ക് കൊണ്ട് ഒരുപാട് വാതിലുകളുള്ള വീടുണ്ട്. പക്ഷെ ഏറെക്കുറെ വീടുകൾക്കും 2 വാതിലുകൾ. എനിക്കും വീടുണ്ട്, മെയിൻ ഡോറ് 2, ഒന്ന് പൂമുഖ വാതിലും 2 അടുക്കള വാതിലുമാണ്. വീട്ടുകാരനായാലും നാട്ടുകാരനായാലും സഭക്കാരനായാലും സ്വന്തക്കാരനായാലും അയലോക്കാരനായാലും പാസ്റ്ററായാലും ഒരു വീട്ടിലേക്ക് പ്രഥമദൃഷ്ടിയാ പ്രവേശിക്കുന്നത് പൂമുഖവാതിലൂടെയാണ്, ഫ്രണ്ട് ഡോറിലൂടെയാണ്. പിന്നെ അടുക്കള വാതിലൂടെ കയറി വരുന്ന ഭാഷന്മാർ നമ്മുടെ ഇടയിലുണ്ട്, അത് വേറെ കാര്യം. ഇതിപ്പോ ഒരു വീടാ, ഈ വീടിന്റെ പൂമുഖവാതാണ് വാതിലൂടെ ഞാൻ കയറി വരാം, അല്ലെ അടുക്കള വാതിലിൽ കൂടെ കയറി വരുവാണ്. നല്ല ലക്ഷണത്തോടുള്ള വരമല്ല, തല്ലുകൊള്ളാനുള്ള വരമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കള്ളന്മാർ ഇതിനകത്ത് നുഴഞ്ഞു കയറി. പക്ഷെ പൗലോസ് പറയാ, അവർക്കൊന്നും ഞങ്ങൾ വഴങ്ങി കൊടുത്തിട്ടില്ല. ഇനി ആ ഗലാത്യ ലേഖനം 4-ാം അധ്യായം എടുക്കാം. ഇതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായിരുന്നു, ഞാൻ ഭയപ്പെടുന്നു. എല്ലാം വിട്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും വിടാത്തൊരു കൂട്ടനുണ്ട്, പെന്തിക്കോസുകാരാണ്. പാട്ട് നല്ല പാട്ടാ, നാട് വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിടുന്ന ഒന്നും വിട്ടിട്ടില്ല. എല്ലാം കൈവച്ചുകൊണ്ട് കാര്യത്തോട് എടുക്കുമ്പോൾ തനി നിറവും തനി സ്വഭാവം കാണിക്കുന്ന ഒരു കൂട്ടർ പെന്തിക്കോസുകാരാണ്. കൂടുതൽ ഭാഗം പറയുന്നില്ല, ഒത്തിരി പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിളിച്ചതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നു. അപ്പോ വായിച്ച ഭാഗത്തോട് നീതി പുലർത്തി മുൻപോട്ട് പോകാം. വായിച്ചത് വിടുവിക്കുന്നവൻ ശിയോനിൽ നിന്ന് വായിക്കും. അവൻ ഈ പ്രാർത്ഥിച്ചാരംഭിച്ച സമയം മുതൽ മാത്രമല്ല, പെന്തിക്കോസ്ത് കോളത്തിൽ പിച്ച വെച്ച കാലം മുതൽ ആത്മീയന്റെ അധരത്തിൽ നിന്നും അന്തരംഗത്തിൽ നിന്നും പുറപ്പെടുന്ന പദപ്രയോഗമാ വിടുവിക്കണമേ എന്നുള്ളത്. പണ്ട് വിശ്വാസികൾ തമ്മിൽ കണ്ടാൽ പണ്ടത്തെ കാലത്ത് എന്റെ ചിന്തയായി ഏകദേശം 20 വർഷത്തിന് മുമ്പുള്ള വിശ്വാസികൾ തമ്മിൽ കണ്ടാൽ തമ്മിൽ പറയുന്നൊരു പദമുണ്ട്, അച്ഛാ പ്രാർത്ഥിക്കണം, മോന്റെ വിഷയത്തിൽ ഒരു വിടുതൽ ആവശ്യമാണ്. അച്ഛാ പ്രാർത്ഥിക്കണം, എന്റെ വീട്ടിലൊരു വിടുതൽ ആവശ്യമാണ്. അങ്ങനെ തമ്മിൽ പറഞ്ഞ 20 വർഷത്തിന് മുമ്പ് തമ്മിൽ പറഞ്ഞൊരു വീട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ സഭക്കാരെല്ലാം കൂടെ ആ വീട്ടിൽ തമ്പടിച്ച് പ്രാർത്ഥിച്ച് വിടുതൽ കാണാതെ ആ വീട്ടിൽ ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു കാലം പണ്ടുണ്ടായിരുന്നു. ഇന്നുണ്ടോന്ന് ചോദിച്ചാൽ പ്രാർത്ഥന ഒരു വിഷയമുണ്ടെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും എന്ന് പറഞ്ഞൊരു മൂളലും അതാക്കിയ മൂളലാണ്. എന്ന് വെച്ചാൽ നിനക്ക് ഇതല്ല, ഇതിന്റെ അപ്പുറത്ത് വരണം, നീ ഇതിനേക്കാൾ വലുതും വാങ്ങിച്ച് കെട്ടാൻ പോവാ, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ല, നിനക്ക് ഞാൻ ജീവിതത്തിൽ പ്രാർത്ഥിക്കത്തില്ല എന്നുള്ളത് ആക്കിയ തയ്യാട്ടുന്നുണ്ട്. ഒരു മൂളലും അങ്ങനത്തെ കാലഘട്ടമായി ഇപ്പോഴത്തെ പെന്തിക്കോസ്തിന്റെ കാലഘട്ടം. പക്ഷെ വായിച്ചത് വിടുവിക്കുന്നവൻ ശിയോനിൽ നിന്ന് വരുമെന്നാണ്. നിങ്ങൾ ഞാനും എല്ലാം ദിവസം പ്രതി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, വിടുവിക്കണമേ 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 വിടുവിക്കണം. ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ വിടുവിക്കണം വിടുവിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നമുക്ക് ആ വിടുതൽ പ്രാപിക്കാൻ യോഗ്യത വേണം. അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് സ്വയം പരിശോധന നടത്തണം. എനിക്കിത് കിട്ടാൻ യോഗ്യതയുണ്ടോ? ഈ വിടുതൽ പ്രാപിക്കാൻ ഞാൻ അർഹനാണോ? ഇതിന് ദൈവം എനിക്ക് അനുകൂലമാണോ എന്ന് സ്വയം പരിശോധന ചെയ്യുന്നത് നല്ലതാണ്. വിടുതൽ പ്രാപിക്കാൻ നാം എന്ത് ചെയ്യണം? എന്തൊക്കെ വിടുതൽ ഈ പുസ്തകത്തിലുണ്ട്? ഏതൊക്കെ നമുക്ക് ഇന്ന് പ്രാപിക്കാൻ കഴിയും? ആ ഭാഗം നമുക്ക് ഓടിച്ച് ചിന്തിച്ച് മുൻപോട്ട് പോയി ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കാം. വിടുതൽ പ്രാപിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഒന്നേ വായിക്കാൻ യെശയ്യാവിന്റെ പുസ്തകം എടുക്കാം. 52-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, സിയോനെ ഉണരുക ഉണരുക, നിന്റെ ബലം ധരിച്ചു കൊള്ളുക. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരണമെങ്കിൽ ഒന്ന് സിയോൻ നിവാസികൾ ഉണരണം. എന്ത് ചെയ്യണം? ഉണരണം. എഫേസ്യർക്കെതിരെ ലേഖനം എടുക്കാം. അതിന്റെ 5-ാം അധ്യായത്തിലേക്ക് വരാം. 14-ാം വാക്യം, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാൻ, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്ന
ഈ പകൽക്കാലത്ത് പ്രാർത്ഥനയിൽ യോഗത്തിന് വന്ന ദൈവസന്നിധാനത്തിൽ ആമേൻ ഉണർന്നിരിക്കുന്ന ആദരം തുറന്ന ഹൃദയം നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന്റെ മുമ്പാകെ വിടുവിക്കുന്നവൻ സിയോനിൽ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം നിറഞ്ഞ് വ്യാപരിക്കപ്പെടുവാൻ പോകുകയാ. ആ ദൈവികമായ വിടുതൽ എന്ന് പകൽ നിങ്ങൾ ഞാൻ അനുഭവിച്ചറിയുന്ന പകലായി മാറും. ചിലർ ചോദിക്കും ഉണരണം തന്നെ നിർബന്ധം. ഉറങ്ങിയ വിടുതൽ കിട്ടുകയില്ല. കിട്ടും. പുസ്തകത്തിൽ അതിനും വാക്യമുണ്ട്. 127 സങ്കീർത്തനത്തില്ല ഒന്നുമുള്ള വാക്യം വായിക്കുമ്പോൾ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽ കാക്കുന്നത് ജാഗരിക്കുന്നു. നിങ്ങൾ അധികാരത്തിൽ എഴുന്നേൽക്കുന്നതും നന്നാ താമസം കിടപ്പാൻ പോകുന്നത് കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം കഴിക്കുന്നതും വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവനോട് ഉറക്കത്തിൽ കൊടുക്കുന്നതാണ്. എന്നാ പിന്നെ അവൻ ഈ ചൂട് പിടിച്ച് ആമേഖലിയ ഒരു പ്രാർത്ഥനയും വെച്ച് ഈ വീട്ടിൽ ആമേഖലിയ പലയിടത്ത് കിടന്ന് നിങ്ങൾ ഞാനും വണ്ടിയെടുത്ത് ഇവിടെ വന്ന് പായൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ കുത്തിയിരുന്ന് കൈയും കാലും മരച്ച് നടുവും കഴിച്ച് തലയും പെരുത്ത് ഒരു വിടുതൽ കിട്ടുന്നതിനേക്കാളും നല്ലത് രാവിലെ കഴിച്ചതിന്റെ ക്ഷീണം കൊണ്ട് കട്ടിലെ നിരക്കിലോട്ട് തലചായ്ച കിടക്കുമ്പോൾ പാലിന്റെ കറക്കം നിമിത്തം കാറ്റിന്റെ തണുപ്പടിച്ചിട്ട് ബ്ലാങ്കറ്റ് വലിച്ച് തലവഴി പുറച്ച് കിടക്കുമ്പോൾ ഒരു വിടുതൽ കിട്ടുന്നതല്ലേ നല്ലത്. അതാ നല്ലത്. പക്ഷെ ഇന്ന് പകൽക്കാലം വിടുതൽ പ്രാപിക്കണമെങ്കിൽ സിയോൻ നിവാസികൾ ഉണരണം. പച്ചയ്ക്ക് പറഞ്ഞ യോഗത്തിൽ വന്ന് വായും കൂട്ടി കൈ കെട്ടിയിരിക്കുന്നത് അങ്ങനെ തോന്നുന്ന ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകണം. ഉണരണം. ഉണർന്നാൽ മാത്രം പറയാ. യെശയ്യാവ് 52:2 പറയാ ഉണർന്നവർ ബലം ധരിക്കണം. ഈ ഉണർന്നിരിക്കുന്നവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം. അവരുടെ ബലം ഉണ്ടായിരിക്കും. അവർ യോഗത്തിൽ വന്ന് ഇരിക്കുന്നത് കാണുമ്പോൾ അറിയാം അതിനകത്തൊരു ബലമാണ്. അവിടെ സ്വോത്രം കേൾക്കുമ്പോൾ അറിയാം അതിനകത്ത് ബലമാണ്. അവിടെ അന്യഭാഷ കേൾക്കുമ്പോൾ അറിയാം അതിനകത്ത് ബലമാണ്. അവിടെ കയ്യടി കാണുമ്പോൾ അറിയാം അതിനകത്ത് ബലമാണ്. ഇന്ന് പകൽക്കാലം ഉണർന്നിരിക്കുന്നവരുടെ ബലം വ്യാപരിക്കും. ഹല്ലേലൂയ. ഈ ബലപ്പെട്ടവരുടെ ഗുണം എന്നാണെന്ന് അറിയാമോ? യെശയ്യാവിന്റെ പുസ്തകം എടുക്കാം. 40-ാം അധ്യായത്തിലേക്ക് വരാം. യെശയ്യാവ് 40:28 വാക്യം. നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം ഭൂമിയുടെ അന്തികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി കൊടുക്കുകയും ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ബാല്യക്കാരുടെ വീഴി യവനക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചരകടിച്ച് പറന്നുയരുമെന്ന ഈ ബലം പ്രാപിച്ചവന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവൻ കീഴ്പോട്ടല്ല, അവൻ മേപ്പോട്ടാണ്. അവനെ കീഴ്പ്പെടുത്താൻ, ഒതുക്കാൻ, തകർക്കാൻ, തച്ചുടയ്ക്കാൻ, കുടിക്കാൻ, കൊച്ചൂട് പിടിപ്പിക്കാൻ ഒരു മനുഷ്യനും ഒരു ശക്തിക്കും ഒരു അന്ധകാരങ്ങൾക്കും ഒരു ആഭിചാരത്തിനും കഴിക്കത്തില്ല. കാരണം അവന്റെ പേര് വ്യാപരിക്കുന്ന ബലം അത് കീഴ്പോട്ട് പോകുന്ന ബലമല്ല, അത് മേപ്പോട്ട് ഉയരുന്ന ബലമാണ്. ഇന്ന് പകൽക്കാലം ബലം പ്രാപിച്ചതിനെ ഒതുക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ബലം പ്രാപിച്ചതിനെ തകർക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഇന്ന് പകൽ ഈ ബലം നിന്റെ വെളിപ്പെടുമ്പോൾ കൂടാരത്തിന്മേൽ ബലാബലം വെളിപ്പെടുന്നത് നിന്നോട് വെല്ലുവിളിക്കുന്ന പൈശാചികമണ്ഡലങ്ങൾ ഈ പകൽക്കാലം തകർന്നു മാറുന്ന ദൈവ സാന്നിധ്യം ഈ കൂടാരത്തിനകത്ത് നിന്ന് പ്രാർത്ഥനാദിനത്തിലായിരിക്കുന്ന ദൈവജനത്തിന്റെ കൂടാരങ്ങളിലേക്ക് ഇന്ന് വ്യാപരിച്ചു തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ഈ ബലം പ്രാപിച്ച നമ്മളെ കീഴ്പ്പെടുത്താൻ ആർക്കും പറ്റത്തില്ല. സംഖ്യാ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾക്ക് എനിക്ക് കാണാൻ പാടമാണ്. 23-ാം അധ്യായത്തിന്റെ 22-23 വാക്യത്തില്ല. ദൈവം അവരെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവരും. കാട്ടുപോത്തിന് തുല്യമായ ബലം അവരുണ്ടെന്നാണ് അല്ലേ? വിശ്വാസം കാട്ടുപോത്തിന് തുല്യമായ ബലമാണ് ഉണ്ട്. ഇങ്ങോട്ട് നോക്കാം. നമുക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഉപദേശിച്ച് ഒരു വാക്യം വായിക്കാൻ പറഞ്ഞാൽ പിന്നെ താഴോട്ട് വായിച്ചു ഈ ആദ്യമായിട്ട് കാണുക. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഇങ്ങനെ തുറന്ന് നോക്കി ഇങ്ങനെ കൊടുക്കായിരുന്നു. മറിച്ച് നോക്കും. അങ്ങനെയുണ്ട്. കയ്യിലൊരു പേനുണ്ട്, മൊത്തം വരയ്ക്കും. ഒരു യോഗത്തിന് 10 അധ്യായം വരയ്ക്കും. ഒരു വർഷം കൊണ്ട് പുസ്തകം മൊത്തം വരയ്ക്കും. അടുത്ത വർഷം കൺവെൻഷനിൽ ഈ പുസ്തകം കളഞ്ഞിട്ട് പുതിയ പുസ്തകം വരയ്ക്കും. എന്തിനാണ്? കുത്തിയിരുന്ന് വരയ്ക്കാനാണ്. കുത്തിയിരുന്ന് വരയ്ക്കാൻ. ഈ ദൈവദാസന്മാര് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുത്തിയിരുന്ന് പുസ്തകം വായിക്കുന്നത് നല്ല ലക്ഷണമല്ല, കള്ള ലക്ഷണം. കള്ളനും കളിയാണ് പിന്നീട് പുസ്തകം വായിക്കുന്നത്. കാരണം നേരെ നോക്കാനൊക്കത്തില്ല, ചങ്കിടിപ്പാണ്. വൈശ്വം അങ്ങോട്ട് ഇന്ന് കയറുമ്പോൾ ചങ്കിടിപ്പാണ്. ഞാൻ വായിക്കാൻ പറയുമ്പോൾ മാത്രം വായിച്ചാൽ മതി. പിന്നെ താഴോട്ട് ആത്മാവ് കയറി വായിക്കണ്ട, വീട്ടിൽ പോയി വായിച്ചാൽ മതി. എന്റെ മുഖത്ത് നോക്കിയിരിക്കണം. പിന്നെ കള്ളനെ കളിയാണെങ്കിൽ കുടിയിൽ വായിക്കാൻ കുഴപ്പമൊന്നുമില്ല. സുഹൃത്തുമാരെ നോക്കാൻ പറ്റിയല്ല. വന്ന് പെട്ടും പോയി, അടിപൊളിയില്ലാതെ വന്ന് കയറിപ്പോയി, നേരെ നോക്കാനുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കുഴപ്പമില്ല. സ്തോത്രം.
സംഖ്യാപുസ്തകത്തിൽ പറയുക, ദൈവമനെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവരുന്ന കാട്ടുപോത്തിന് തുല്യമായ ബലമാണുണ്ട്. ഈ ചിലരെ കണ്ട കാട്ടുപോത്ത് കണക്കിരിക്കുമെങ്കിലും കാശിന് കാട്ടുപോത്തിന്റെ ബലം. യോഗത്തിൽ വന്നിരിക്കുക വെട്ടുപോത്ത്, സ്വോത്രം പറയുക, കൈയടിക്കത്തില്ല. ഒരു 32 പല്ലുണ്ട്, അത് ഇടയ്ക്ക് കടിച്ചങ്ങ് പൊട്ടിക്കും. കസരയിലിരിക്കുന്ന കാലിട്ടാട്ട്. പിന്നെ ഈ സാധനത്തിന് ജീവനുണ്ടെന്ന് പറയും. ഇതിങ്ങനാണ്, അതുകൊണ്ട് ജീവൻ ഇതിങ്ങനാണ്. ഇതപ്പോഴേ ഇളകി വരുന്ന ഉപദേശിക്കറിയത്തില്ല. അതുകൊണ്ട് പാമ്പ് പിടിച്ചവൻ ഇങ്ങനെ നിന്ന് പ്രസംഗിച്ചു. കാരണം ഇളകിയാൽ ഓടാൻ വേണ്ടി ആത്മാവ് കയറിയിട്ടൊന്നുമില്ല. ഇളകിയാൽ ഓടും. ശ്രീശോ ചിലരെ കണ്ട കാട്ടുപോത്തിട്ട് ഒരു ലക്ഷണമില്ല, കപ്പപ്പത്തല് പോലെ. അവൻ യോഗത്തിന് വരും, മുക്കിലിരിക്കുന്ന പിശാചി പ്ലസിനാണോടാ അത്. ഇന്ന് കൊട്ടാരക്കര പ്രയർ ആമി ഫെലോഷിപ്പിന്റെ ഒരു വാസപ്പാത്തിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് അവൻ പുസ്തകം എടുത്തിട്ട് അവധിയും കിട്ടി പോവുക. ഇന്ന് അവൻ അവിടെ ചെന്ന് യോഗത്തിന് കയറി പുസ്തകം താത്ത് വെച്ച് പായോട്ട് മുട്ടയിൽ ഇരുന്ന് പാട്ടേറ്റ് പാടി ആത്മാവിൽ പറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങിയ എന്റെ പൊന്നെ പ്രശ്നം കപ്പപ്പത്തിൽ പോലെ ആയിരിക്കുന്നത്. പക്ഷെ എനിക്ക് മുക്കിലിരിക്കാൻ ഒക്കത്തില്ല. ഒരു പ്രത്യേക ബലമാണ് എന്റെ വേണ്ടത്. ശരീരത്തിന്റെ വലിപ്പത്തിലല്ല കാര്യം, അകത്തിരിക്കുന്ന അഭിഷേകത്തിന്റെ ബലത്തിലാണ് കാര്യം. ഇന്നോടെ നിന്റെ അകത്തുള്ള അഭിഷേകത്തിന്റെ ബലം വെളിപ്പെടുമോ? നടക്കേണ്ട ദൈവിക വിടുതലുകൾ ഈ പകലിൽ വെളിപ്പെട്ടു വരും. വിടുതൽ പ്രാപിക്കണമെങ്കിൽ ബലപ്പെടണം. 3 വായിക്കാം. 65-ാമത്തെ സങ്കീർത്തനം എടുക്കാം. 65-ാം സങ്കീർത്തനം 1-2 വാക്യം. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. വിടുതൽ പ്രാപിക്കണമെങ്കിൽ 1 ഉണരണം, 2 ബലം ധരിക്കണം, 3 സിയോനിൽ നിന്ന് വിടുവിക്കുവാൻ വരുന്നവന്റെ നാമത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം അവനെ സ്തുതിക്കണം. എന്നോട് ചോദിക്കാൻ ഡേവിഡ് ഭാഷ ഈ പ്രാർത്ഥനയിൽ ആരൊക്കെ വിടുതൽ പ്രാപിക്കും? നിങ്ങളെല്ലാം പ്രാപിക്കണമെന്ന് എന്റെ ആഗ്രഹം. എങ്കിലും എന്നോട് ഒരു അഭിപ്രായം ദൈവം ചോദിക്കുക, ആരൊക്കെ പ്രാപിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറയും. ആമേൻ. മറ്റൊന്നല്ല, യോഗത്തിന് വന്ന് കൈയും കെട്ടി വായും കൂട്ടി കണ്ണമടച്ച് വായ്പോട്ട ഇട്ടുകൊണ്ട് ഉറക്കം തൂങ്ങിയിരിക്കുന്നവർ വിടുതൽ പ്രാപിക്കത്തില്ല. ഹൃദയം തുറന്ന് നിറഞ്ഞ് അതരം തുറന്ന് ആത്മാവ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നവൻ അവൻ ഇന്ന് പകൽ വെറുതെ വീട്ടിൽ പോകത്തില്ല. അവൻ വിടുതലോട് വീട്ടിൽ പോകാൻ പോവുക. ഈ വന്ന വിഷയത്തിന്, പ്രാർത്ഥിച്ച വിഷയത്തിന്, ജാഗരിച്ച വിഷയത്തിന്, ഉപവസിച്ച വിഷയത്തിന്, കാര്യങ്ങളായി പ്രാർത്ഥിച്ച് മറുപടിയില്ലാതെ മാറ്റിവെച്ച വിഷയത്തിന് ഈ പകൽ ദൈവം അയക്കാൻ പോവുക. സ്തുതിക്കാൻ തയ്യാറാകണം. ഈ നിർബന്ധിച്ച് സ്തുതിപ്പിച്ച ഏക്കത്തിൽ ഇവിടെ ഇറക്കും അവിടെ ഇറക്കിയ നിർബന്ധിച്ച് നമ്മൾ സ്തുതിക്കാം. പെരുവെള്ളത്തിന്റെ ഈ ശബ്ദം പോലെ സ്വർഗത്തിൽ കേട്ട ശബ്ദം പോലെ അല്ലേലൂയ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ അല്ലേലൂയ, പുരുഷാരത്തിന്റെ ശബ്ദം പോലെ ഒക്കെ നമുക്ക് ചെയ്യിക്കാം. പക്ഷെ ഇവിടെ ഇറക്കും അവിടെ ഇറക്കിയില്ല. സ്തോത്രം. ഒരുത്തരെ നിർബന്ധിച്ച് ആരാധിപ്പിച്ചാൽ ആരാധന ശരിയാണ്. അനുഭവമുള്ളവൻ, അത്ഭുതം കണ്ടവൻ ആരാധന മതി അടങ്ങിയിരിക്കുന്നില്ല. അവൻ ദൈവത്തെ സ്തുതിക്കും. അവനോട് പറഞ്ഞ് സ്തുതിപ്പിക്കുകയൊന്നും വേണ്ട, പറഞ്ഞ് ആരാധിപ്പിക്കണ്ട. അവൻ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യും. കാരണം ദൈവപ്രവൃത്തി കണ്ടവൻ, ദൈവമഹത്വം അനുഭവിച്ചവൻ, ദൈവത്തിന്റെ പ്രവൃത്തിയാൽ വിടുതൽ അനുഭവിച്ചവൻ, അവൻ ദൈവ സാന്നിധ്യം വരുമ്പോൾ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. മാർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു ഭാഗമുണ്ട്. ഒരിക്കൽ യേശു കവർണ്ണഭൂമിൽ ചെന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. യേശു കവർണ്ണഭൂമിൽ ഒരു വീട്ടിൽ ചെന്നു. അവന്റെ ഒരു വീട്ടിലുണ്ടെന്ന സ്തുതിയായി ഇവിടെ 4 പേര് പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് യേശുവിന്റെ ഇടയിൽ വരുന്ന ചരിത്രം അനുഭവിച്ചു. ഈ 4 പേരും യേശുവിന്റെ ശുശ്രൂഷയിൽ വിടുതൽ പ്രാപിച്ചവരാണ്. ഇത് 4 പേരും യേശു കവർണ്ണഭൂമി വന്നെന്ന് പറഞ്ഞപ്പോ നമുക്ക് യേശുവിനെ ഒന്ന് കാണാൻ പോകാം. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട മുതീശുമാർ അടുത്തുള്ള എവിടെയെങ്കിലും ഏതെങ്കിലും കൂട്ടായ്മ വന്നാൽ നമ്മൾ അവിടെ വണ്ടി പിടിച്ചു പോകും അല്ലേ? അല്ലേ? പിന്നെ അവിടെ നമുക്ക് അവിടെ നിന്ന് പോയേക്കാൻ നമ്മളിങ്ങനെ പോകും. എന്ന് പറഞ്ഞതൊക്കെ യേശു കവർണ്ണഭൂമിയിൽ വന്നപ്പോൾ ഇവര് 4 ആൾ കൂടെ പറഞ്ഞ് നമുക്ക് യേശുവിനെ ഒന്ന് കാണാൻ പോകണം. പക്ഷെ ഒരു കാര്യമുണ്ട്, യേശുവിനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൈ കൊണ്ടുപോകണം. ഒന്നും കൊടുക്കാനില്ല. അങ്ങനെ പഴയ നിയമത്തിലെ പ്രമാണം ആലയത്തിൽ വരുമ്പോൾ വെറും കൈയോടെ വരരുതെന്നാണ്. ആലയത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നത്? വെറും കൈയോടെ അതിന് ആ പുസ്തകം താങ്ങിക്കൊണ്ട് വരുന്നത്. കാരണം എന്തെങ്കിലും വെറും കൈയല്ലല്ലോ, കയ്യിൽ എന്തെങ്കിലും. അങ്ങനല്ല, ആലയത്തിൽ വരുമ്പോൾ മേശപ്പുറത്ത് സമർപ്പിക്കാൻ എപ്പോഴും കാഴ്ച കൊണ്ടുപോകണം. ചോദ്രാഴ്ച ഞങ്ങൾ ഞായറാഴ്ച വെച്ചിട്ടുണ്ട്, അന്ന് ഇപ്പോൾ അങ്ങനല്ല. എപ്പോൾ യോഗത്തിന് വന്നാലും മേശപ്പുറത്ത് സമർപ്പിക്കണം. അത് പഴയ നിയമത്തിലെ പ്രമാണമാണ്.
യേശു ആലയമല്ല, ആലയത്തെക്കാൾ വലിയവനാണ്. അവനെ കാണാൻ പോകുമ്പോൾ വെറും കൈയായിട്ട് പോകരുത്. അതുകൊണ്ട് ആ വിദ്വാൻമാര് പോയപ്പോൾ കയ്യിൽ കൊണ്ടുപോകേണ്ടതൊക്കെ കരുതി കൊണ്ടുവരും. അപ്പോ ദൈവസ്ഥിതി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം. അവൻ ഇവര് 4 പേരും കൂടെ പറഞ്ഞത് നമുക്ക് യേശുവിനെ കാണണം, പക്ഷെ യേശുവിനെ കൊടുക്കാനൊന്നുമില്ല, വെറുകയായിട്ട് പോകാനും ഒക്കത്തില്ല. ദൈവമാർ നോക്കിപ്പോ ആണെങ്കിൽ നമ്മൾ എന്തായാലും പോവാ, ഇവിടെ ഒരു തളഞ്ഞു കിടക്കണം, നമുക്ക് അവനെ അങ്ങ് കൊണ്ടുപോയേക്കാം. നിങ്ങളുടെ അഭിപ്രായം വല്ലതും ചോദിച്ചോ? ഞങ്ങൾ യേശുവിന്റെ അടുക്ക പോവാം, നിന്നെ കൊണ്ടുപോകണം, നിന്നെ ഞങ്ങൾ കൊണ്ടുപോകട്ടെ, അങ്ങനെ അഭിപ്രായം വല്ലതും ചോദിച്ചോ? ഒരു അഭിപ്രായം ചോദിച്ചില്ല. അങ്ങോട്ട് എല്ലാവരും എടുക്കുക കൊണ്ടുപോവുകയാണ്. വയസ്സിലോ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ അഭിപ്രായം ചോദിക്കണം. ഈ അമ്മായിമ്മയും മരുമകളുമായിട്ട് അഭിപ്രായം ചോദിക്കണം. അമ്മായിമ്മ ചോദിക്കണം, മോളെ നീ വന്നിട്ട് 10 വർഷമായി, നിനക്ക് അമ്മയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഉടനെ പെങ്കൊച്ച് അന്യഭാഷ പറയാതെ കറക്റ്റ് പ്രവചനദൂത് പറഞ്ഞു, പ്രവചനദൂത് പറഞ്ഞു. തിരിച്ചു ചോദിക്കണം, അമ്മ ഞാൻ വന്നിട്ട് 10 വർഷമായി, അമ്മയ്ക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പൊ തള്ള കാര്യമാണ്, പ്രശ്നം ഉണ്ടാക്കരുത്, ഏറ്റെടുത്ത് ക്രമപ്പെട്ട് ശരി അമ്മ എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് എന്തൊക്കെയോ വശപ്പഴുണ്ടെന്ന്, അതുകൊണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ക്രമപ്പെടാൻ നല്ലതാണ്. സ്വന്തം വിശ്വാസികൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായം ചോദിക്കണം. അച്ഛാ എന്നെ കുറിച്ച് അഭിപ്രായം, പുള്ളി കാര്യമായി ആമെ കമ്മിറ്റിക്കകത്ത് പ്രശ്നം ഉണ്ടാക്കണം. മനസ്സിലാക്കുന്നവർക്ക് ശ്രദ്ധിക്കുക. ഇവര് 4 പേരും കൂടെ ഇവരെ എടുത്തുകൊണ്ട് വരുന്ന ഒരു ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ മേഖലയിൽ ഈ 4 പേരും യേശുവിന്റെ ശുശ്രൂഷയാൽ വിടുതൽ പ്രാപിച്ചവരാ. അതിലൊരാൾക്ക് നല്ല 4 പേർക്കും പേരില്ല, 4 പേർക്കും ഞാൻ ഒരേ പേരെ കിട്ടുക. അതിലൊരാളുടെ പേര് ജോർജ് എന്ന. ജോർജ് ഇങ്ങനെ കണ്ടമാനെ കൈ ആട്ടി വരിക. അങ്ങനെ കൈ ആട്ടി വരുമ്പോൾ നാട്ടുകാർ ചോദിച്ചു, എന്താ ജോർജ് ഇങ്ങനെ കണ്ടമാനെ കൈ ആട്ടുന്നു ചോദിച്ചോട്ടെ. ജോർജ് പറഞ്ഞു, പണ്ട് എന്റെ കൈ വരണ്ട കൈയായിരുന്നു, യേശു എന്ന് പറഞ്ഞ ഒരുത്തം വന്ന് നീട്ടാൻ പറഞ്ഞ് ഞാൻ നീട്ടി, അന്ന് മുതൽ ആട്ടു തുടങ്ങി എന്ന് പറഞ്ഞു. വിടുതൽ പ്രാപിച്ചോണ്ട് ആട്ടാൻ പറയണം, അവൻ ആട്ടിക്കോളും. അവനോട് 1 ആട്ടെ 2 ആട്ടെ സ്പീഡിലാട്ടോ ഒറ്റത്തിലാട്ടൊന്നും പറയണ്ട, അവൻ ആട്ടിക്കോളും. വിടുതൽ പ്രാപിച്ചോണ്ട് ദൈവസ്ഥിതി അംഗീകരിക്കാൻ പറ്റത്തില്ല. ജോർജിങ്ങനെ പോകുമ്പോ വേറൊരുത്തൻ ആമെ കണ്ടമാനം തുള്ളി ചാടി വരുന്നു. ഉടനെ ഇദ്ദേഹം ചോദിച്ചു, എന്നാ തോമാച്ച ഇങ്ങനെ കണ്ടമാനം തുള്ളിക ചാടുകയും തോമാച്ച പറഞ്ഞു, പണ്ട് ഞാൻ മുടന്തനായിരുന്നു, യേശു എന്ന് പറഞ്ഞ ഒരുത്തം പറഞ്ഞു നിന്റെ നരിയാണി ഉടക്കട്ടെന്ന്. അന്ന് മുതൽ എന്റെ നരിയാണി ഉടച്ച് അന്ന് മുതൽ ഞാൻ പരിവക്കലുള്ള തുള്ളൽ നിർത്തി ശരിയാണെന്നുള്ള തുള്ളാൻ തുടങ്ങി. വിടുതൽ പ്രാപിച്ചവരോട് തുള്ളാൻ പറയണം, അവൻ തുള്ളും. അവൻ ദൈവത്തിന് വരുമ്പോ അവൻ തുള്ളാതിരിക്കത്തില്ല, ആര് തുള്ളിയിലേക്ക് അവൻ തുള്ളും. കാരണം വിടുതൽ പ്രാപിച്ചവന് ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ തുള്ളാതിരിക്കാൻ കഴിയത്തില്ല, അവൻ ദൈവത്തിന് തുള്ളിക്കൊണ്ടേയിരിക്കും. ഈ ജോർജ് ചോദിച്ചു, തോമാച്ച ഞാനൊരു ഗോസ്പൽ ടീം തുടങ്ങിയിട്ടുണ്ട്, കൂടുന്നെന്ന് ചോദിച്ചു. അങ്ങനെ ഈ വിടുതൽ പ്രാപിച്ചതിന്റെ കൂടത്തുള്ളൂ, ആത്മീയരായിട്ട് കൂടത്തുള്ളൂ. ആരാധനപ്രിയരുമായിട്ട് കൂടത്തുള്ളൂ. കുശുമ്പും കുന്നായ്മയുള്ളവർ അങ്ങനെയുള്ളവരായിട്ട് കൂടത്തുള്ളൂ. കൂട്ടറിഞ്ഞാൽ അറിയാം ഏന വേണം. നമ്മളെ കൂട്ടറിയപ്പോൾ നമുക്കറിയാം ആരാ പുള്ളിയെന്ന്. മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഇവർ 2 പേരും ഇങ്ങനെ പോകുമ്പോ വേറെ ദേഹം മുഴുവൻ തൂത്തും തിരുമ്പി വരുന്നു. ഉടനെ ഇവര് വെച്ച് എന്നാ കുഞ്ഞുമനെ ഇങ്ങനെ കണ്ടമാനം തൂക്കുകയും തിരുമ്പുകയും ചെയ്യുന്നത്. കുഞ്ഞുമൻ പറഞ്ഞു, പണ്ട് ഞാൻ കുഷ്ഠരോഗിയാണ്, വീട്ടുകാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, സഭക്കാർക്ക് വേണ്ട, സ്വന്തക്കാർക്ക് വേണ്ട, പുരോഗതിന് വേണ്ട, അയൽവക്കക്കാർക്ക് വേണ്ട, ആർക്കും വേണ്ട, ഞാൻ എവിടെ കിടക്കുന്ന പാളയത്തിന് പുറത്താണ്. അപ്പോ ഒരിക്കൽ യേശു ഗിരിപ്രഭാഷണം കഴിഞ്ഞ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാനൊരു മരത്തിൽ മാറി നിന്നവരോട് ചോദിച്ചു, ഗുരോ നിനക്ക് എന്നെ സൗഖ്യമാക്കാൻ മനസ്സുണ്ട്? എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാൻ പറഞ്ഞു. അന്ന് ഞാൻ ശുദ്ധമായതാണ്. പണ്ട് പാതകത്തിന് പുറത്ത് കിടക്കുമ്പോൾ ശുദ്ധിയുള്ള മനുഷ്യൻ എന്റെ മുമ്പാകെ എതിർപ്പെട്ടാൽ ഞാൻ തല മുതൽ പാദം വരെ തടവിക്കൊണ്ട് പറയണം, അയ്യോ ശുദ്ധൻ വഴിമാറിപ്പോലും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഒഴിഞ്ഞു പോകണമായിരുന്നു. ഇപ്പോൾ ഞാൻ തല മുതൽ പാദം വരെ തടവുന്നത് ഞാൻ രോഗിയാന്ന് അറിയിക്കാനല്ല, എന്റെ മേൽ വെളിപ്പെട്ട ദൈവിക സൗഖ്യം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് പകൽക്കാലം വിടുതൽ പ്രാപിച്ച നിനക്ക് ദൈവപ്രവൃത്തിയെ വിശ്വസിക്കാൻ കഴിയാത്ത നിലകളിൽ അത്ഭുതമായ ദൈവിക വിടുതലുകൾ ഈ പകൽ ദൈവം നയിക്കാൻ പോവുക. ഇതിന് 3 പേരും കൂടെ പോകുമ്പോൾ വേറൊരു ചെവിയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ടിരിക്കുക. ഉടനെ അവർ ചോദിച്ചു, എന്നാ റെജി ഇങ്ങനെ ചെവി കൈവച്ചോണ്ട് വരുന്നുണ്ട്? റെജി പണ്ട് ഞാൻ ചെറുതനായിരുന്നു, യേശു എന്ന് പറഞ്ഞ ഒരുത്തൻ വന്ന് എന്റെ ചെവിക്കകത്ത് വിരലിട്ട് കറക്കി 5-6 ആട്ടും തുപ്പും അപ്പം മുതൽ എനിക്ക് ചെവി കയറാം. അവർ 4 പേരും കൂടെ എങ്ങനെയാണ് യേശുവിലേക്ക് കൊണ്ടുവരുന്നത്. ഈ 4 പേർക്കും 4 പൊക്കമാണ്. ജോർജിന് 6.5 അടി പൊക്കം,
അവൻ തോമാച്ചൻ 5.5 അടി 6 അടി പൊക്കം. ആളുകളിൽ കുഞ്ഞുമോൻ 5 അടി പൊക്കം. ആളുകളിൽ റജിക്ക് 5 അടി പൊക്കം. ഇത് 4 പേരും കട്ടിൽ 4 കാലം പിടിച്ചാൽ അവൻ ജോർജിന്റെ ഭാഗം പൊക്കിയും റജിയുടെ ഭാഗം താഴും കിടക്കും. അപ്പോ 6 അടി പൊക്കക്കാരാകുന്ന തോമാച്ചൻ പറഞ്ഞു ജോർജാൻ ഒന്ന് ഒതുങ്ങി കൊടുക്കുവാണെങ്കിൽ റജിക്ക് കട്ടിലെ കാലം പിടിക്കാൻ നമുക്ക് കട്ടിലിൽ എല്ലാം കൊണ്ടുപോകാം. ഉടനെ ജോർജ പറഞ്ഞു അവൻ ജോർജിനെ പലരും ഒതുക്കാൻ നോക്കിയത്. അങ്ങനെ ജോർജിനെ ഒതുക്കിയിട്ടൊന്നും റജി കട്ടിലെ കാലം പിടിക്കണം. അവിടെ അവരുണ്ട് പിടിക്കാൻ പറഞ്ഞു. ഉടനെ തോമാച്ച പറഞ്ഞു റജി ജോർജാൻ ഒതുങ്ങുന്ന ലക്ഷണമല്ല, നീ ഒന്ന് എത്തിക്കൊത്തുവാണ് നമുക്ക് ഇത് ലെവലെ കൊണ്ടുപോകാം. ജോർജാന്റെ ആ പൊക്കത്തിൽ ലെവലാകും. സ്വന്തം ഉടനെ റജി പറഞ്ഞു റജിയെ പലരും കളത്താൻ നോക്കി. അങ്ങനെ റജിയെ കളത്തിയിട്ടൊന്നും ജോർജ് കട്ടിലെ കാലം പിടിക്കണം. അവിടെ അവരുണ്ട് പിടിക്കാൻ പറഞ്ഞു. ഇവര് 4 പേരും 4 അഭിപ്രായമായിട്ട് എന്നാൽ ആമയെ കട്ടിലെ അവിടെ ചിലത്തുള്ള കത്തിലെ കിടക്കണം, കത്തിലെ കാണുകയില്ല. മനസ്സിലായിരിക്കും ശ്രദ്ധിക്കുക. ഉപവാസ പ്രാർത്ഥനയെല്ലാം നല്ലതാണ്. 40 അഭിപ്രായമായിരിക്കരുത്. ഒരഭിപ്രായത്തോടെ ദൈവത്തിന് ഇരിക്കാൻ തയ്യാറായ സങ്കീർത്തനത്തിന്റെ അടുത്ത വാക്യം പറയുക, അടുത്ത കണ്ണിക പറയുക, നേർച്ച കഴിക്കണം. വിടുതൽ കിട്ടി കഴിയുമ്പോ പൊടി തട്ടി എഴുന്നേറ്റ് പോകരുത്, നേർച്ച കഴിക്കണം. എന്തോ നേർച്ച കഴിക്കണം? ദൈവമേ നീ എന്നെ വിടുവിച്ചില്ലേ, ഞാൻ നിനക്ക് വേണ്ടി ഇന്നത് ചെയ്യും, ഞാൻ നിന്റെ നാമത്തിന് വേണ്ടി ഇന്നത് ചെയ്യും, ഞാൻ സുവിശേഷ വ്യാപ്തിക്ക് വേണ്ടി ഇന്നത് ചെലവാക്കും, ഞാൻ ദൈവസഭയുടെ ഉദ്ധാരണത്തിനും പണിക്കും വേണ്ടി ഇന്നത് കൊടുക്കും, ഞാൻ ദൈവദാസന്മാർക്കുള്ള ഓഹരിയെ കൊടുക്കും എന്ന് അവൻ ദൈവത്തിന് നേർച്ച നേരാൻ തയ്യാറാകണം. ഈ 4 കാര്യം ചെയ്യുമ്പോൾ വിടുവിക്കുന്നവൻ ശിയോനിൽ നിന്ന് വരും. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യും. അങ്ങനെ വിടുവിക്കുന്നവൻ ശിയോനിൽ നിന്ന് വന്നാൽ നമുക്ക് എന്താ ഗുണം? നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? വായിക്കാം. 126-ാം സങ്കീർത്തനം എടുക്കാം. 126-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം. യഹോവ ശിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആത്മതപനം ചെയ്ത് ദൈവശ്രീ നിരന്തരമായി നിലവിളിച്ച നിരവധി അനവധി വിഷയത്തിന്റെ മധ്യേ നിന്റെ കുടുംബത്തിലും ജീവിതത്തിലും തലമുറയിലും സമ്പത്തിലും ശരീരത്തിലും ആരോഗ്യത്തിലും ആയുഷിലും ആത്മീയത്തിലും നിന്റെ ജീവിതത്തിൽ സ്വപ്നത്തിൽ നടക്കത്തിലെന്ന് വിധി എഴുതിയ ചില വിഷയത്തിന്മേൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവം വിടുതലയ്ക്കാൻ പോവുക. മനുഷ്യനും മന്ത്രവാദികളും ചേർന്ന് വെല്ലുവിളിച്ച് പറയുന്ന ചില വിഷയത്തിന്മേൽ ഈ കാര്യം നീ എവിടെ പോയി പ്രാർത്ഥിച്ചാലും ആരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാലും ഈ വിഷയത്തിന് വിടുതലുണ്ടാകത്തില്ലെന്ന് അവേ പിശാചും മനുഷ്യനും മന്ത്രവാദികളും ചേർന്ന് വിധി എഴുതിയ ചില വിഷയത്തിന് വേണ്ടി ദൈവം വിടുതലയ്ക്കാൻ പോവുക. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നത്തിൽ നടക്കത്തില്ലെന്ന് വിധി എഴുതി പ്രാർത്ഥിച്ചു മറുപടിയില്ലാതെ മാറ്റിവെച്ച ചില വിഷയത്തിൽ ദൈവം വിടുതലയ്ക്കാം. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ചില കുടുംബങ്ങളിൽ വിടുതൽ നടക്കും, വ്യക്തികളിൽ വിടുതൽ നടക്കും, തലമുറകളിൽ വിടുതൽ നടക്കും. അതൊരു 2 പക്ഷമുള്ള കാര്യമല്ല. ഇനി എന്തൊക്കെ വിടുതൽ ഈ പുസ്തകത്തിലുണ്ട് ഓടിച്ചു പറഞ്ഞ് മുൻപോട്ട് പോകാം. വായിക്കാം. 17-ാം സങ്കീർത്തനം എടുക്കാം. സങ്കീർത്തന പുസ്തകം 17 അതിന്റെ 14-ാമത്തെ വാക്യം. തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്ന് എന്നെ വിടുവിക്കണമേ. ആരാണ് ലൗകികൻ? രമ്യാവിന്റെ പുസ്തകം എടുക്കാം. രമ്യാവ് 17. രമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്വത്തിന്റെ കുറ്റമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലും പ്രദേശത്തും നിവാസികളില്ലാത്ത ഉപമനത്തും പാർക്കും. ഹോമയിൽ ആശ്രയിക്കുകയും ഹോമ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ തട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും വിലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിന് ഇല പക്ഷിയായിരിക്കും. വരൾച്ചയുള്ള കാലത്ത് വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നു. ആരാ ലൗകികൻ എന്ന് ചോദിച്ചാൽ പെന്തിക്കോസുകാരുടെ തനതായ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ പേരാണ് ജഡീകൻ. ഇന്ന് പെന്തിക്കോസ്ത് ഗോളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സഭയ്ക്കകത്ത് ജഡീകന്മാര് കയറിയതാണ്. 80% ജഡീകന്മാരാണ്. സ്വഭാവം കാണുമ്പോൾ അറിയാം, സംസാരം കേൾക്കുമ്പോൾ അറിയാം, കമ്മിറ്റി കൂടുമ്പോൾ അറിയാം, പിരിവിന്റെ കാര്യം പറയുമ്പോൾ അറിയാം,
കൈ കൊടുക്കുമ്പോൾ അറിയാം മൊത്തം തരത്തില്ല മുട്ടിച്ചു പോകും. ഇങ്ങനെ അതിന്റെ അർത്ഥം കാലാ നീ ചത്തില്ലല്ലോടെ ഈ ആഴ്ച നീ വന്നെന്ന് പറഞ്ഞ് മുട്ടിച്ചു പോകും. ആത്മീയൻ അങ്ങനെയല്ല, മൊത്തം തരം പിടിച്ച് ഞെക്കും വേദന എടുക്കും. എന്റെ മുന്നിൽ വെച്ചാൽ എന്നാ ഞങ്ങൾക്ക് എനിക്ക് വേദന എടുത്തു. ആത്മീയന്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞ് ഞാൻ ആത്മീയനാന്ന് കാണിക്കാൻ വേണ്ടി യോഗ നിരത്തി പിടിച്ച് ഞെക്കെ എവിടെ മാത്രമാണ് ആത്മീയന്മാരെല്ലാം ഞെക്കുന്നു. അപ്പൊ ഞാൻ ഞെക്കി ആത്മീയമാരുടെ ലക്ഷണം ഞാൻ പറഞ്ഞു. ഇന്ന് 80% ജഡീകന്മാരെ സഭയ്ക്കകത്ത്, 20% ആത്മീയമാണ്. പാസ്റ്റർക്കെതിരല്ല, സഭയുടെ ആത്മീയ കാര്യങ്ങൾക്കെതിരല്ല, ആമേൻ ഭൗതിക കാര്യങ്ങൾക്കെതിരല്ല. ദൈവദാസന്മാർക്ക് കോല് വെട്ടി എറിയത്തില്ല, പുറംകാലം കൊണ്ട് തുടിക്കത്തില്ല. പക്ഷ കക്ഷി രാഷ്ട്രീയം ചേർന്ന് ദൈവസഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരോട് കൂടത്തില്ല. ആമേൻ യോഗത്തിൽ വരുന്നു, ആമേൻ കർത്താവിനെ ആരാധിക്കുന്നു, സന്തോഷത്തോടെ പിരിഞ്ഞു പോകുന്നു. ആമേൻ അങ്ങനെ 20% പേരെയുള്ള ആത്മീയത എന്ന് പറയുന്നത്. 80% ജഡീകന്മാരാണ്. ഈ ജഡീകന്മാരെ ഒഴിവാക്കാൻ ഒക്കത്തില്ല. ഇവരെ മുടക്കിയാൽ ഇവര് കോടതി പോകും. ഇവരെ മുടക്കിയാൽ ഇവര് നേരെ കോടതി പോകും. എന്നിട്ട് ഈ മുടക്കിയ ആളെ എടുത്ത് വെളി കളഞ്ഞിട്ട് ഈ മുടക്കപ്പെട്ടവരടുത്ത പ്രസിഡന്റ് ആയി. അങ്ങനെ ഇപ്പൊ സംഭവിക്കുന്നത്. ഈ ജഡീകന്മാരെ ഒഴിവാക്കാൻ എന്താ ഒരു മാർഗം എന്നിങ്ങനെ പലരും അന്വേഷിക്കുന്നു. ആത്മീയരെല്ലാം അന്വേഷിക്കുന്നു ജഡീകനെ എങ്ങനെ ഒഴിവാക്കാം. അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ത്യ വിട്ട് 14 രാജ്യത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ 14 രാജ്യത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളിടത്തെല്ലാം എൻ്റെ ഒരു അഭിപ്രായമായി ഇവിടെ പറയുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളെടുത്താൽ മതി, പണമൊന്നും വേണ്ട. ഈ ജഡീകനെ ഒഴിവാക്കാൻ ഒറ്റ മാർഗ്ഗമുള്ള എല്ലാ ഞായറാഴ്ചയും കർത്തൃമേശ നടത്തണം. കർത്തൃമേശ അപ്പ വീതികൾ വാഴ്ത്തി നോക്കി കൊടുക്കണം. നീതി വന്നു കഴിയുമ്പോൾ പാസ്റ്റ് അതിന്റെ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട 2 കാര്യം പറയും. അതിൽ 2 കാര്യത്തിൽ ഒന്ന്, നമ്മുടെ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. അതാണ് ഇതിന് ശേഷിക്കുന്നത്. 2, നമ്മുടെ ഇടയിൽ ചില കുടികൾ ഗുണപ്പെട്ട് ഇതിന് തിന്നാനും കുടിക്കാനുണ്ട്. ഈ 2 കാര്യം പറയും. പറഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് നിന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു ഭാഗം വായിച്ചതിന് ശേഷം പിന്നെ നെഞ്ചും കൂടി വിശുദ്ധ ചുംബനം എന്നാണ് പറയുന്നത്. പക്ഷെ മുഖം അടുക്കുകയല്ല. മുഖം ഇതിനെ കാറ്റ് പോലെയാണ്. മുഖം നെഞ്ചും കൂടി അതിന് നെഞ്ചും കൂടി വിശുദ്ധ ചുംബനം എന്നല്ല, നെഞ്ചും കൂടി. ഈ നെഞ്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. പറഞ്ഞതിന് ശേഷം സാധാരണ നീതി വന്ന അപ്പവും വീഞ്ഞും ഈ കർത്തൃമേശയിൽ പങ്കാളികളായ മുതിർന്ന സഹോദരന്മാരെ വിളിച്ച് തീർപ്പിക്കാറാണ് പതിവ്. ഞാനും അങ്ങനെ സഭയും ചെയ്യാറുള്ളത്. അങ്ങനെ തീർപ്പിക്കും. സഭയ്ക്കകത്ത് പ്രശ്നക്കാരനാരാണ് പുള്ളിനെ വിളിക്കണം. പ്രകാശിനി വരാൻ വിളിച്ചിട്ട് മീതി വന്ന അപ്പം മൊത്തം അവനെ കൊണ്ട് തീറ്റിക്കണം, വീഞ്ഞ് മൊത്തം അവനെ കൊണ്ട് കുടിപ്പിക്കണം. വലിയ താമസമില്ലാതെ ചത്തോളും. ഭാഷയ്ക്ക് വിശക്കരക്ക് കൊടുക്കാൻ പറ്റില്ലോ. നീതി വന്ന കർത്തൃമേശ കൊടുത്ത് നോക്കിയാൽ മതി, ചത്തോളും. ആദ്യം പരീക്ഷിച്ച് നോക്കാഞ്ഞാ പരീക്ഷിച്ച് നോക്കണം. വേദപുസ്തകത്തിലെ പ്രമാണമങ്ങനെ അയോഗ്യമായ അപ്പം തിന്നുന്നവൻ മരിക്കുമെന്നാ. യോഗ്യതയില്ലാതിരുന്ന തിന്നുന്നവനും കുടിക്കുന്നവൻ ജീവിച്ചിരിക്കത്തില്ല, അവൻ മരണപ്പെടുമെന്ന പുസ്തകത്തിലെ വാക്യം. അത് നടക്കാത്ത കൊണ്ടാണ് നമ്മുടെ സഭയ്ക്കകത്തെല്ലാം ജഡീകന്മാര് പിരികി വരുന്നത്. ഈ ലൗകികന്മാരിൽ നിന്ന് പോരാട്ടം സഹിക്കാത്തവരാരുമില്ല. നിങ്ങൾ ഞാനും എല്ലാം ഡെയിലി അനുഭവിച്ചുകൊണ്ടിരിക്കുക. കണ്ടും കേട്ടും അനുഭവിച്ചും മടുത്തു. പക്ഷേ ഇങ്ങനെയുള്ള ലൗകികന്മാരിൽ നിന്നുള്ള പീഡനമുറകൾ ഏൽക്കുന്ന ഞാനും നിങ്ങളും ആ ലൗകികന്മാരിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയുടെ പകൽ സത്യത്തിൽ ഞാൻ പറയുക, അങ്ങനെയുള്ള ലൗകികന്മാരിൽ നിന്ന് വിടുവിപ്പാൻ അവൻ സിയോനിൽ നിന്ന് വെളിപ്പെട്ടു വരും. നിങ്ങൾക്ക് കുടുംബത്തിലും തലമുറയ്ക്കും ഉയർച്ചയ്ക്കും സമ്പത്തിലും ശരീരത്തിലും ആരോഗ്യത്തിലും സ്വസ്ഥതയ്ക്കും വിരോധമായി നിങ്ങൾക്ക് ചുറ്റും നിന്ന് വെല്ലുവിളിക്കുന്ന സകല ലൗകികന്മാരിൽ നിന്ന് വിടുവിപ്പാൻ അവൻ സിയോനിൽ നിന്ന് വെളിപ്പെട്ടു വരും. ഇനി 18-ാം സങ്കീർത്തനം 18-ാം സങ്കീർത്തനത്തിന്റെ 16-ാം വാക്യം. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവളുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ച് അവനിലും ബലമേറിയവനായി നിന്നു. നമ്മുടെ ബലഹീനത ചൂഷണം ചെയ്യുന്ന ബലവാന്മാർ നിമിത്തം നാം നമ്മുടെ സമയമേ ബലഹീനതയിൽ സങ്കടത്തോടെ പൊറുതിയില്ലാതെ കരയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ബലവാന്റെ കൂടെ കൂടാൻ എപ്പോഴും 10 പേര് കാണും.
ന്യായം അവന്റെ പക്ഷത്തില്ല. അവൻ അന്യായത്തിന്റെ കൂടെ ആര് കൂടിയാലും അവന്റെ കൂടെ കൂടത്തുള്ളൂ. ബലഹീനൻ എപ്പോഴും ഒറ്റയ്ക്കാ, എല്ലാവരും തള്ളപ്പെട്ടവനാ, എല്ലാവരും അവഗണിക്കപ്പെട്ടവനാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിച്ച് അവന്റെ ബലം നിന്റെ ബലഹീനതയിൽ പ്രയോഗിക്കുമ്പോൾ, ബലഹീന നീ ഒറ്റയ്ക്കല്ല, നിനക്ക് വേണ്ടി ഒരു സിയോനുണ്ട്. നീ ഒറ്റപ്പെട്ടു പോയെന്നോ, തള്ളപ്പെട്ടു പോയെന്നോ, അവഗണിക്കപ്പെട്ടു പോയെന്നോ, നിന്നോട് എന്ത് കാണിക്കാം, എന്ത് പറയാം, എന്ത് ചെയ്യാം, ആരും ചോദിക്കാനില്ലെന്നൊരു മനോഭാവത്തോടുകൂടെ ചില ബലവാന്മാർ നിനക്കെതിരെ വെല്ലുവിളിച്ചെഴുതാക്കുമ്പോ ഇന്നലെ ദൈവാത്മാവിനെ വിളിച്ചു പറയുക, അങ്ങനെയുള്ള ബലവാന്മാരുടെ കയ്യിൽ നിന്ന് വിടിവിപ്പാൻ അവർ സിയോൻ എന്ന് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം എടുക്കുക. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകമാണ്. അതിന്റെ 14-ാം അധ്യായത്തിലേക്ക് വരും. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. ആസാ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവേ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ലല്ലോ. ബലവാനും ബലഹീനനുമായിട്ട് കാര്യമുണ്ടാകുമ്പോൾ സഹായിപ്പാൻ ഒരുത്തൻ സിയോനിലുണ്ട്. ഇനി യെശയ്യാവിന്റെ പുസ്തകം എടുക്കുക. 49-ാം അധ്യായത്തിലേക്ക് വരാം. യെശയ്യാവ് 49-ാം അധ്യായത്തിന്റെ 24-ാം വാക്യമാണ്. ബലവാനോട് അവനെ കവർച്ച എടുത്തു കളയാമോ, അല്ല നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കാമോ? യഹോവ ഇപ്രകാരം ചെയ്യുന്നു, ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം, നിഷ്കണ്ടകന്റെ കവർച്ചയെ വിടുവിക്കാം. നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. നിന്നെ ജനിക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റി വീഞ്ഞുപോലെ സ്വന്തം രക്തം കുടിച്ചവർക്ക് ലഹരി പിടിക്കുമെന്ന്. അവിടെ വലിയ ചോദ്യമാണ്. എന്താ ചോദ്യം? ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയാമോ, അല്ല നിഷ്കണ്ടകൻ എന്ന വാക്കിന്റെ അർത്ഥം അതിക്രൂരനെന്നാണ്. ഒരു ദയയില്ലാത്ത, ഒരു മനസാക്ഷിയില്ലാത്ത, ഒരു മനസ്സറിവുമില്ലാത്ത മനുഷ്യന്റെ പേര് നിഷ്കണ്ടകൻ. ആ ചോദ്യത്തെക്കാൾ വലിയൊരു ഉത്തരം അവിടെ പരിശുദ്ധാത്മാവ് വലിച്ചു നീട്ടി എഴുതി. എന്താ ഉത്തരമെന്ന് അറിയാമോ? ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം, നിഷ്കണ്ടകന്റെ കവർച്ചയെയും വിടുവിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട 3 പദപ്രയോഗം അവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. ഒന്ന്, നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടും. നിങ്ങളോട് പോരാടുന്നവർ ആരായാലും ദൈവത്തിന് വിഷയമല്ല. അത് പിശാചാകട്ടെ, മനുഷ്യനാകട്ടെ, മന്ത്രവാദിയാകട്ടെ, പാരമ്പര്യ ശക്തിയാകട്ടെ, ദേശത്തിന്റെ അധിപതിയാകട്ടെ, രോഗാത്മാവാകട്ടെ, ഏത് പോരാട്ടമായാലും ദൈവത്തിന് വിഷയമല്ല. സ്വർഗ്ഗം അതിനോട് പോരാടാൻ പോവുക. ഈ യോഗത്തിലൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ജനം ഈ ഹോളിനകത്ത് പ്രാർത്ഥനയോടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് നിന്നോട് നിന്റെ തലമുറയോട് പോരാടുന്ന ചില അന്ധകാല ശക്തിയുടെ സ്വർഗ്ഗം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥനകളിൽ ഈ വീട്ടിൽ ചെന്ന് നിന്റെ വീടിന്റെ അതിരിലേക്ക് ആദ്യ കാലെടുത്ത് കൊടുക്കുമ്പോൾ ആണ്ടുകൾ കൊണ്ട് നിന്റെ അതിരിനകത്ത് പറഞ്ഞിരുന്ന ചില അന്ധകാല ശക്തി അവിടെ കാണത്തില്ല. ഈ ഊതി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില അന്ധകാല ശക്തിയോട് സ്വർഗ്ഗം പോരാടുകയാണ്. അത് നിന്റെ കൂടാരത്തിന് പരിയാകാൻ പോവുക. ഒരു പ്രവാചകന്മാർക്കും വെളിപ്പെടാം, ഒരു ഉപവാസത്തിനും പിടികൊടുക്കാം, ഒരു പ്രാർത്ഥനയ്ക്കും വഴിമാറാം. നിന്റെ കുടുംബത്തിനകത്ത് നിനക്ക് നിന്റെ മക്കൾക്ക് നാശത്തിനായി മറഞ്ഞിരിക്കുന്നതിന് അന്ധകാര ശക്തിയുണ്ട്. അതിനോട് സ്വന്തം പോരാടിക്കൊണ്ടിരിക്കും. ഈ ദൂത് ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ദൂത് ഇവിടെ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങൾക്കകത്ത് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ യോഗം കഴിഞ്ഞ് ഈ വീട്ടിൽ ചെന്ന് ചിലപ്പോൾ അതവിടെ കാണത്തില്ല. കാലങ്ങൾ കൊണ്ട് നിന്റെ കുടുംബത്തോട് തലമുറയോട് പോരാടിയ ചില ശക്തികൾ അവിടെ കാണത്തില്ല. അത് നിന്റെ കുടുംബത്തിന് പടിയിറങ്ങാൻ പോവുക. ആ അന്ധകാല ശക്തി പടിയിറങ്ങാൻ പോവുക. ആ പൈശാചികമായ പടിയിറങ്ങാൻ പോവുക. ആ ആഭിചാരത്തിന്റെ ആധിപത്യങ്ങൾ നിന്റെ കൂടാരത്തിനകത്ത് പടിയിറങ്ങാൻ പോവുക. ഇന്ന് പല പരിശുദ്ധം പറയുക, ആ വിഷയത്തോട് സ്വർഗ്ഗം പോരാടുകയാ. നിന്നോട് പോരാടി, നിന്റെ ശരീരത്തോട് പോരാടി, നിന്റെ തലമുറയോട് പോരാടി, നിന്റെ സാമ്പത്തിക സമസ്ത വകയോട് പോരാടി, നിന്റെ വസ്തുവകയോട്, നിന്റെ പാഠനത്തോട് പോരാടി നിൽക്കുന്ന ചില പൈശാചികളെ അവിടെ കാണത്തില്ല. നിന്റെ പോലെ പടിയിറങ്ങാൻ പോവുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ നിലവിലുള്ള വിടുതലുകൾ അനുഭവിക്കട്ടെ. നിന്റെ നിലച്ചിന്റെ വിടുതലയാവരിക്കട്ടെ, കുടുംബങ്ങളുടെ വിടുതലയാവരിക്കട്ടെ, വ്യക്തികളുടെ വിടുതലയാവരിക്കട്ടെ, തലമുറകളുടെ വിടുതലയാവരിക്കട്ടെ, ഋഷികളുടെ വിടുതലയാവരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ
നമ്മളോട് പോരാടുന്നവരോട് നമ്മൾ പോരാടണ്ട. ദൈവം പോരാടും. നമുക്ക് 10 പേരെ കൂട്ടാൻ അറിയാൻ മേലാനായിട്ടല്ല, നമ്മൾ വിചാരിച്ചാലും ആരെങ്കിലും 10 പേര് കൂടും. നമുക്ക് 10 പേർക്ക് പറയാൻ അറിയാൻ മേലായിട്ടല്ല, അന്യഭാഷ പറയുന്നതിനേക്കാൾ സ്പീഡ് നമ്മൾ പറയും. നമ്മൾ വിചാരിച്ചാലും പലതൊക്കെ നടക്കും. നമ്മളെ അവൻ തല്ലിയവനെ നമുക്കൊന്നും മാറ്റാനെങ്കിലും നമുക്കറിയാം. പക്ഷേ പലതും കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും സഹിച്ചിട്ടും അവൻ മിണ്ടാതിരിക്കുന്നത് മണ്ടനായതുകൊണ്ടല്ല, ദൈവം പ്രതികരിക്കാൻ വേണ്ടി. ദൈവം പ്രതികരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് എത്ര പേരുണ്ട്. ഈ വിഷയത്തിൽ എനിക്കൊരു പ്രതികരണമില്ല, എന്റെ ദൈവം ഇതിൽ പ്രതികരിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് പറഞ്ഞ് എത്ര പേര് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ പോവുക. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അതിനൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം, 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 16-ാം അധ്യായത്തിലേക്ക് വരും. 2 ശമൂവേൽ 16-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ദാവീദ് രാജാവ് ഗഹൂരൂമിലെത്തിയപ്പോൾ ശൗലിന്റെ കുലത്തിൽ ഗേരയുടെ മകനായ ശിമെയി എന്ന് പേരുള്ള ഒരുത്തൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചും കൊണ്ടുവരുന്നത് കണ്ടു. അവൻ ദാവീദിനെയും രാജഭൃത്യന്മാരെയൊക്കെ കല്ലുവാരി എറിഞ്ഞു. ജനവും വീരന്മാരും എല്ലാം ഇടത്തും വലത്തുമായിട്ട് നടക്കുകയായിരുന്നു. ശിമെയി ശപിച്ചുകൊണ്ട് ഇവളെ പറഞ്ഞു, രക്തപാതക നീജ പോ പോ, യഹോവ ശൗൽ ഗൃഹത്തിന്റെ രക്തം നിന്റെ തലമേൽ വരുത്തിയിരിക്കുന്നു. അവന്റെ പകരമായിട്ടല്ലോ നീ രാജാവായത്. നീ രക്തപ്രതികാരകനാകിയാൽ യഹോവ നിന്റെ രാജ്യത്വം നിന്റെ മകനായ അബ്ശലോമിന് കൊടുത്തിരിക്കുന്നു. ശിമെയി ദാവീദിനെ ശപിച്ചു പോരെ കല്ലും കൂടെ വാങ്ങിയത്. എത്ര വേണേലും പണ്ട് പെന്തിക്കോസുകാര് കേൾക്കുവാൻ, ഇപ്പോഴല്ല പണ്ട് ആരെങ്കിലും തെറി വിളിച്ചാൽ 2 പേരുടെ ഇതിനകത്ത് തള്ളിക്കഴിഞ്ഞു ഇങ്ങനെ പറയാം. ഇപ്പൊ അവിടുന്ന് ഒന്ന് വിടാൻ തിരിച്ച് 9 പറയും. അവിടുന്ന് ഒന്ന് വീഴാൻ വേണ്ടി ഇരിക്കുക 9 പറയാം. അവിടുന്ന് ഒരു തെറി പറയുമ്പോൾ 9 അവിടെ തിരിച്ചു പറയും. നിന്നെ ഞാൻ അടിക്കൂടാന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പ് കസാര കടിയും കഴിയും കാണാൻ ഇപ്പോഴത്തെ ബന്ധുക്കോസായിട്ട് അടി കഴിയുക. ഞാൻ ഈ കഴിഞ്ഞ ഒരു സഭയിൽ സഭായത്തിന് എന്നെ നിർബന്ധിച്ചു ഭാഷ കൂടെ വാങ്ങാൻ. ഞായറാഴ്ച സഭായത്തിന് ഞങ്ങളുടെ സഭ കൂടെ നിർബന്ധിച്ചു. ശനിയാഴ്ച പോലും വേണ്ടി എനിക്ക് അവിടെ മീറ്റിംഗ് ഉണ്ടാകും. എന്നോട് നീ ഞായറാഴ്ച കൂടണം, അടുത്ത ഭാഷ നിർബന്ധമാണ്. ഞായറാഴ്ച സഭായത്തിന് സങ്കീർത്തനം കഴിഞ്ഞു, സാക്ഷ്യം കഴിഞ്ഞു, സ്വോത്രകാര്യം ചോദിച്ചു, ഭാഷ എഴുന്നേറ്റ് എനിക്ക് സമയം തരാൻ കഴിഞ്ഞപ്പം ഈ വിശ്വാസികൾ ചിലർ ചോദിച്ചു ഭാഷ സ്ഥലം മാറ്റത്തിന് കത്ത് വാങ്ങിക്കുന്നു. പുള്ളി പറഞ്ഞു എനിക്ക് കത്ത് വന്നില്ല, എനിക്ക് ഈ പ്രാവശ്യം മാറ്റമില്ല. അവിടെ ഒരു കൂട്ടം പറഞ്ഞു ഞങ്ങൾ പുള്ളിയെ മാറ്റത്തില്ല. ഞാൻ പ്രസംഗിക്കാൻ അങ്ങോട്ട് എഴുന്നേറ്റ് ആന്റിയുടെ പെരുന്നാളാണ്. പെണ്ണുങ്ങൾക്ക് സാരി വലിച്ചു കുത്തി കാല് പൊക്കിയാണ് ഇരിക്കുന്നത്. ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുക സാരി വലിച്ചു കുത്തി ഓളിനകത്ത് യോൻ നടക്കുക. ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റിരിക്കുക. ഞാൻ പ്രസംഗിച്ചില്ല, ഞാൻ കൈ കെട്ടി നമ്മൾ കാണുന്നില്ല. സ്തോത്രം. ഞാൻ നോക്കുമ്പോൾ ഒരു കഥക് തുറക്കത്തില്ല. ഒരുത്തൻ ഓടിച്ചെന്ന് ആ കഥകിനെ വട്ടം വെച്ചിരിക്കുന്നത് കമ്പി എടുത്തോണ്ട് പോയി സഭന്റെ തലത്തിൽ ഒറ്റ അടിക്കും. ചോര ജീവിച്ചു സഭത്തിനടക്ക. ഞാൻ നോക്കും പുറത്ത് കുറെ പെണ്ണുകൾ ചെരുപ്പിലേറ് കളിക്കുക. തെറിയോ ഊലൊക്കെ തെറിയോ വിളിക്കുന്നു. എന്റെ ചെരുപ്പെടുത്ത് എനിക്ക് തിരിച്ചു പോകാൻ ചെരുപ്പില്ല. തിരിച്ചു വീട്ടിൽ പോകണം, ചെരുപ്പില്ല. എന്ത് ചെയ്യും? അവിടുത്തെ പാസ്റ്റർ മോന്റെ 7 ഇഞ്ചിന്റെ ചെരുപ്പ് എനിക്ക് കയറിയല്ല. എനിക്ക് 12 പറ്റത്തുള്ളൂ. 7 ഇഞ്ചിന്റെ ചെരുപ്പ് ആ കാലേ കെട്ടി ഓടിക്കളെ തീരെ പോവാ. ജംഗ്ഷനിൽ വന്ന് ബസ്സൊക്കെ നിൽക്കുക. എന്നാൽ ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ വീഡിയോ പരിശോധിക്കുന്നത് പറഞ്ഞാൽ എടാ ഇന്ന് അവിടുത്തെ പെന്തിക്കോസ് പോലെ ഭയങ്കര അടിയാണ്, ഇവിടുത്തെ തല പോലെ അടുത്തന്നെ പൊട്ടിച്ചത്. അവിടുന്ന് ഞാൻ വന്ന് നിയമമാർ കഴിയില്ല. അത് എന്റെ ഭാഗ്യം. ഇന്നത്തെ പെന്തിക്കോസിന്റെ കാര്യമാണ്. ശിമെയി ദാവീദിനെ ശപിച്ചു. ദാവീദ് ഒറ്റയ്ക്കല്ല, ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവ്. ശൂരന്മാരും വീരന്മാരും ആയോധനകളിലും നിപുണന്മാരുമായി ആയുധമേന്തി എന്തിനും പോലുള്ള യോദ്ധാക്കൾ രാജാവിന്റെ പുറമെ നടക്കുന്നു. കണ്ടുനിന്ന സെരിയുടെ മകനാകുന്ന അഭിഷായിക്ക് സഹിച്ചില്ല. അഭിഷായി വെച്ച് നായ വെട്ടിയേക്കട്ടെന്ന് ചോദിച്ചു. മലയാളത്തിൽ പറഞ്ഞ ഇച്ചിരി കടുപ്പിച്ച് പറയേണ്ടി വരും, നമുക്ക് പറയാൻ കഴിയില്ല. വെട്ടിയേക്കട്ടെന്ന് ചോദിച്ചു. ദാവീദ് പറഞ്ഞൊരു പദമില്ല, സെരിയുടെ പുത്രന്മാരെ എനിക്ക് നിങ്ങൾക്ക് തമ്മിലെന്ന് അവരുടെ അവൻ പോട്ടെ.
ദാവീദിനെ ശപിക്കുന്നവൻ യഹോവയെ അവിടെ കൽപ്പിച്ചിരിക്കുക. എന്നാൽ അതിന് 12-13 വാക്യം വായിക്കുമ്പോൾ, പക്ഷേ യഹോവ എന്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം. ശിമയി ദാവീദിനെ ശപിച്ചു, പക്ഷെ ശാപം ദാവീദിന് ഫലിച്ചില്ല. ശപിച്ചവന്റെ കഴുത്തുപോയി, പക്ഷെ കേട്ടവൻ അനുഗ്രഹിക്കപ്പെട്ടു. നിന്നെ ആരെ കൊണ്ട് ശപിച്ചാലും ഏക്കത്തില്ല, ആരുടെ പേര് പറഞ്ഞ് ത്യാഗിയാലും ഏക്കത്തില്ല. നിന്റെ സങ്കടം അറിയുന്ന ദൈവം ആ ശാപം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ ഈ പ്രാർത്ഥന മതിയെ അവൻ വന്നിട്ടുണ്ട് എന്ന് ശക്തമായി ദൈവമാത്മാവിനെ പറയുക. ഹല്ലേലൂയ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് ആ ബുദ്ധി, കാരണം ദൈവം പ്രതികരിക്കും. നിങ്ങളുടെ ന്യൂന്ത്യ ചർച്ചിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ അവരെ വീട്ടിലൊരു ഏകദിന പ്രാർത്ഥന വെച്ച് പകലും രാത്രി ഇതുപോലെ എന്നെ വിളിച്ചു. സഭയായിട്ടാണ് ഞാൻ പോയി. കണ്ടത്തിന്റെ വരവിലാണ് വീട്ടിൽ വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിലാണ്, പുറകെ കണ്ടോ ചെറയിലാണ് വീടാണ്. പോലെ മേലെ പ്ലാസ്റ്റിക് മറച്ചൊരു വീടാണ്. യോഗം കഴിഞ്ഞ് പകർന്ന യോഗം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോലെ തുടങ്ങി. കാരണം നിങ്ങളുടെ വീടിൻ്റെ അടുത്താണ്, കുറച്ച് ദൂരം പോയി. ആ സഹോദരൻ പറഞ്ഞു, പക്ഷേ ഞാൻ ഭക്ഷണം ഒത്തി വെച്ചിട്ട് അത് കഴിച്ചിട്ട് പോയിട്ട് വൈകിട്ട് വന്നാൽ മതി. ശരി, ഭക്ഷണം പോകാൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, പക്ഷെ ഞാൻ ഈ പ്രാർത്ഥന വെച്ചത് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് 2 ലക്ഷം രൂപ വീടിന് അനുവദിച്ചു. പക്ഷെ എൻ്റെ ഈ പൈസയില്ല, പണി തുടങ്ങാം, പൈസയില്ല. പ്രാർത്ഥന വെച്ചു നീ ഒരു വഴി തുറക്കുന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പ്രാർത്ഥന വെച്ചാൽ ഞാൻ ഉന്നയിച്ച് കൈയടിച്ചു കൊടുത്ത് എൻ്റെ കൂടെ വണ്ടിയെ കയറാം. അപ്പൊ ചങ്ങനാശ്ശേരി ടൗൺ IPC കൂടുതൽ പിലിപ്പൊട്ടിച്ചാണ് കട്ടാ കട്ടുള്ള കപ്പീസിന്റെ പാറപ്പടി വെച്ചിൽപ്പടി കരിക്കല്ല് വീലം വയ്ക്കുന്നയാളോ ആ കൺസ്ട്രക്ഷൻ വർക്കിലാണ്. ഞാൻ ഇവരെ വിളിച്ച് അവിടെ കൊണ്ടുവന്നു. ഞാൻ ഇവരെപ്പെടുത്ത ഈ സഹോദര പഞ്ചായത്തിൽ ഒരു വീട് വെക്കാൻ 2 ലക്ഷം രൂപ അനുവദിച്ചു. ഇദ്ദേഹത്തിന് വേണ്ട സാധനങ്ങൾ കൊടുക്കണം. ഇതൊക്കെ പഞ്ചായത്തിന് പൈസ ഇടും, വീടുകളായിട്ട് ആ പൈസ തിരിച്ചു തരും. ഇനി പുള്ളി തന്നില്ല, ഞാനങ്ങനെ നന്നാക്കാൻ പറഞ്ഞു. ഉമ്മ പറഞ്ഞ എന്നെ കൊടുക്കണം ഭാഷ ഏറ്റവും ഞാൻ നേരത്തെ പോകും. ഇവര് വീടിന് കല്ലിട്ട് എന്നെ വിളിച്ചില്ല. ഞാൻ വീടിന് കല്ലിട്ട് കാണാം. ഇങ്ങനെ ഞങ്ങൾക്ക് ഉപദേശമാർക്കെല്ലാം കിട്ടുന്ന ഗുണം പറഞ്ഞ പ്രാർത്ഥിക്കാൻ വിളിക്കും. പക്ഷേ കരച്ചിൽ പിടിച്ചിട്ട് കേൾക്കണം. പ്രാർത്ഥിച്ച് പിടിച്ചു കിട്ടി കഴിയുമ്പോ ഭാഷയെ അറിയത്തില്ല, പ്രാർത്ഥിച്ചവരെ അറിയത്തില്ല. എൻ്റെ 25 വർഷത്തെ ശുശ്രൂഷയ്ക്കകത്ത് ആദ്യമായിട്ടൊരു സംഭവമാണ്. ഞാൻ IPCയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് KC തോമസ്, അദ്ദേഹത്തിന്റെ ചർച്ചിൽ കഴിഞ്ഞ അല്ലെങ്കിൽ 3-4 മാസത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ ചർച്ചിലും വീട്ടിലുമായിട്ട് ശുശ്രൂഷിച്ചു. അപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. അവിടുന്ന് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ എൻ്റെ സഭയിൽ ഒരു സഹോദരി വീട്ടിൽ വന്നിരിക്കുന്നു, ആണെങ്കിൽ പാഷ എന്ന് പറഞ്ഞ ദൂത് നിവർത്തിക്കപ്പെട്ട അതൊന്ന് പാഷോട് പറഞ്ഞേക്കാൻ പറയാൻ ഇഷ്ടം കണക്കാക്കാൻ വിടുതൽ പ്രാപിച്ചിട്ട് ദൂത് നിവർത്തിക്കപ്പെട്ടിട്ട് ഒത്തിരി പേര് നമ്മളെ അറിഞ്ഞിട്ടുമില്ല. ആദ്യം 25 വർഷത്തെ ആദ്യ സംഭവം പാഷ പറഞ്ഞ ദൂത് നിവർത്തിക്കപ്പെട്ടെന്ന് പറഞ്ഞ IPCയുടെ KC തോമസ് സ്റ്റേറ്റ് വിളിച്ച് പറയുക. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ. നമ്മളെല്ലാം ദൂത് നിൽക്കാൻ വലിയ മിടുക്കന്മാരാണ്. വിടുതൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ദൂത് പറഞ്ഞവരെ അറിയത്തില്ല, പ്രാർത്ഥിച്ചവരെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പിന്നെ പോയ വഴി പുല്ല് കളിക്കില്ല. അപ്പോ ഇവൻ തറ കെട്ടി വീടിന് കത്തളോ മേപ്രാനുള്ള മുഴുവൻ ഭാഷമാരെ വിളിച്ചെന്ന് വിളിച്ചില്ല. അങ്ങനെയൊക്കെ ഞാൻ ബോംബെ 3 ദിവസം യോഗയിൽ പഠിക്കുക. പലത് യോഗം കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഭാര്യ വിളിച്ചു. യോഗം കഴിഞ്ഞാൽ മതി, കഴിഞ്ഞു മീറ്റിംഗ് കഴിഞ്ഞ തിരക്കാണ്. തിരക്കൊന്നുമില്ല, ഞാൻ വിശ്രമിച്ചിട്ട് എന്താ അത് മേപ്രാലെ ബിജുവിൻ്റെ പൈസ വെച്ച് കഴിച്ചു. ഞാൻ ഇല്ല, കാരണം ബിജു വീട് മൊത്തം പറ്റത്തോളം തെറി വിളിച്ചിട്ടില്ല. 20 കൂടെ തെറിവില്ല. എനിക്ക് മൊബൈലിലൂടെ കേൾക്കാം. ഞാൻ പറഞ്ഞിട്ട് ഫോൺ കൊണ്ട് കൊടുക്കാൻ. ഞാൻ ചോദിച്ചു, ബിജു ഏത് പൈസ? നീ എൻ്റെ വീട്ടിൽ വന്ന് യോഗത്തിൽ പ്രസംഗിക്കാൻ നേരത്തെ പ്രസംഗിച്ചിട്ട് പോകാൻ നേരത്തെ ഞാൻ കവറിനകത്ത് ഇട്ട് കാശ് എനിക്ക് തിരിച്ചു വേണം. ഞാൻ പറഞ്ഞാൽ അന്ന് പ്രസംഗിച്ചപ്പോൾ തന്നാൽ, ഞാൻ അന്ന് പ്രസംഗിച്ചപ്പോൾ തന്നാൽ, പക്ഷെ എനിക്ക് ഞാൻ കാശ് വേണം. ഞാനായാലും തിരുവല്ല ടൗണേജ് കൊടുക്കുന്ന കുഞ്ഞോളമാമയുണ്ട്. അമ്മ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത്ര എൻ്റെ ഭാര്യ കൊടുക്കണം, ഞാൻ കൊടുക്കണം. കൊടുത്തു വിട്ടാൽ പോയി. 6 മാസം കഴിഞ്ഞപ്പോൾ വിളിപ്പിടിച്ച വീട്ടിൽ വന്നു. ഭാഷ ഒറ്റ പറഞ്ഞ പൈസ കൊടുത്തു. ആ സാധനം കൊടുത്തു, പൈസ എടുത്തില്ല. അവരെ കല്ലിറക്കി അവൻ്റെ കട്ടളവും നടത്തി, എല്ലാം പണി നടത്തി, അവൻ്റെ വീടും വാർത്തു. എന്നിട്ട് അവൻ്റെ പൈസ എടുത്തില്ല. ഭാഷ മേടിച്ചോ. ഞാനവിടെ പോയാലും പുസ്തകമുണ്ട്. ഞാനവിടെ അവിടെ ചെന്നു. ബിജുണ്ടോ? ആരാ? ഡേവിഡ് ഭാഷ. അണ്ണ പിന്നെ അവൻ്റെ ശബ്ദം എന്നാ ഞാൻ പറഞ്ഞ ആ പുലിപ്പെടുത്താൻ വന്നിട്ട് പറഞ്ഞാൽ അത് ഞാൻ പൈസ കൊടുത്തില്ല. പുള്ളി വീട്ടിൽ തന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ മാന്യന്മാരുമായിട്ട് ഇടപെട്ടത്. ഞാൻ ഇനി ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടാൽ അദ്ദേഹം അത് ചെയ്യണമെങ്കിൽ അത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ എനിക്ക് അപമാനം. ഇവരോട് പറഞ്ഞ വാക്ക് ഇങ്ങനെ, നീ എനിക്ക് നക്കാപ്പിച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ചെയ്തിട്ടുണ്ടടാന്ന് പറഞ്ഞു. എടാമൂടെ കൂട്ടിയപ്പോൾ എനിക്ക് ദേഷ്യം വന്നു.
ഞാൻ ഒറ്റ വാക്കിയ പുസ്തകം ഉയർത്തി പിടിച്ച് പറഞ്ഞോളൂ, നീ വീട്ടിൽ കയറി താമസിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഡേവിഡ് പുസ്തകം താത്തു നോക്കുക. അതോടുകൂടി ഈ പരിപാടി ഞാൻ നടത്തും. ഇനി പേര് ഈ പുസ്തകം ഞാൻ എടുത്തു പറഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് പോന്നു. രണ്ടാമത്തെ ആഴ്ച അവന്റെ വീട് വാർക്കയോടുകൂടിയ മുഴുവൻ ഇടിയിൽ ആടെ വീണു. മൂന്നാമത്തെ ആഴ്ച അവനെ പെട്ടിക്കകത്തുകൊണ്ട് അടച്ച് കുഴിച്ചു പോയി. ഇന്ന് 10 വർഷമായി വീട് വീണെടുത്ത് കിടപ്പുണ്ട്. ഒരു ഇഞ്ച് പോലും പറഞ്ഞിട്ടുമില്ല, കാട് പോയി കിടക്കും. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, നീ പ്രതികരിക്കേണ്ട, ദൈവം പ്രതികരിക്കും. ദൈവത്തിന് പ്രതികരിക്കാൻ കഴിയും. അതിനുവേണ്ടി നീ വെയിറ്റ് ചെയ്താൽ മതി. ദൈവം പ്രതികരിക്കാൻ കഴിയും. യശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായിരുന്നു, അവന്റെ ഭുജം അവന് വേണ്ടി ഫലം നടത്തുക, കൂലി അവന്റെ മക്കളും പ്രതിഫലം അവന്റെ കയ്യിലുണ്ടെന്നാണ്. നമ്മുടെ കർത്താവ് വരിക എന്തിനാ? ഒന്ന് കൂലി കൊടുക്കാനും രണ്ട് പ്രതിഫലം കൊടുക്കാൻ. ആർക്കാ കൂലി? നമ്മളെ നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും അപമാനിക്കുകയും നമ്മളെ കൊണ്ട് അപവാദം പറഞ്ഞുണ്ടാക്കി നമ്മളെ ശത്രുക്കളോട് ചേർന്ന് നമുക്ക് ദോഷം ചെയ്യുകയും ചെയ്തവർക്ക് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവം കൂലി കൊടുക്കാൻ പോകും. ഞങ്ങൾ തിരുവല്ലയിലൊക്കെ പറഞ്ഞത് എന്നോട് കാണിച്ചിട്ട് കൂലിയാണ് മേടിച്ച് കിട്ടുന്നത്, കൂലി കൊടുക്കും. അപ്പൊ നിങ്ങൾക്കോ ഈ കഷ്ടത്തിലും നഷ്ടത്തിലും തകർച്ചയിലും വേദനയിലും പോരാട്ടത്തിലും ക്ഷീണത്തിലും സാമ്പത്തിക യുദ്ധത്തിലും പൈശാചിക ബന്ധത്തിലും പിടിച്ചിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവങ്ങളോട് കണ്ണതിരോട് മുട്ടുമടക്കി കാത്തിരുന്ന നിലയ്ക്ക് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവം പ്രതിഫലം തരാൻ പോവുക. കൂലി കൊടുക്കുമ്പോ നിനക്ക് പ്രതിഫലം തരാൻ പോവുക. നമ്മുടെ വായിക്കുകയാണ്, നിന്നോട് പോരാടുന്നത് ഞാൻ പോരാടും. നിന്റെ മക്കളെ രക്ഷിക്കും. അപ്പൊ ഈ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല വിടുതൽ, നിങ്ങളുടെ മക്കൾക്ക് വിടുതല. നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ദൈവം വിടുതലയ്ക്കാൻ പോവുക. മക്കളെ കുറിച്ചുള്ള ഭാരം, സങ്കടം, അവരുടെ ഭാവിയെ കുറിച്ച്, വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ആവലാതി ഇന്ന് വരെ ഇവിടെ കളഞ്ഞു പോകോ. നിനക്ക് മക്കളെ തന്നവൻ നിന്റെ മക്കളെ വിടുവിക്കാൻ പോവുക. എന്നിട്ട് അവിടെ വായിക്കാൻ, നിന്നെ ഞെരിക്കുന്നവരെ ഞാൻ അവിടെ സ്വന്തം മാംസം തീറ്റും. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ പകൽ സഞ്ചരിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്നുകൊണ്ട് നിങ്ങളുടെ ഞെരുക്കത്തിന്റെ കെട്ട് പൊട്ടാൻ പോവുക. പക്ഷെ നിങ്ങളെ ഞെരുക്കിയവരെ ദൈവം വിടത്തില്ല, അവന്റെ ഞെരുക്കത്തിൽ തുടങ്ങാൻ പോവുക. ഇന്നുകൊണ്ട് നിങ്ങളുടെ ഞെരുക്കത്തിന്റെ കെട്ട് ദൈവം പൊട്ടിട്ടുണ്ടോ? അവരെ നീ കുടുംബത്തിൽ ഞെരുക്കുന്നതിന്റെ ലളിതമായ ഞെരുക്കമുണ്ടല്ലോ, അതിന്റെ കെട്ടിന് പോലെ സ്വന്തം പൊട്ടിക്കാൻ പോവുക. എന്നാൽ നിന്നെ ഞെരുക്കിയവരെ ദൈവം വിടത്തില്ല, അവന്റെ ഞെരുക്കത്തിൽ തുടങ്ങുന്ന മകനാ. ഇത് നമുക്ക് 22-ാം സങ്കീർത്തന പുസ്തകം 22 4-ാമത്തെ വാക്യം, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, ഒരാശ്രയിക്ക് നീ അവരെ വിടുവിക്കുകയും. ആരാ? ഞങ്ങളുടെ പിതാക്കന്മാർ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 24-ുള്ള വാക്യം, ദൈവം അവരുടെ നിലവിളി കേട്ടു, അവൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്ത് ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അവരെ അറിയുന്നു. പിതാക്കന്മാർ ആരാ? പിതാക്കന്മാർ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസഫ്, സഹോദരന്മാർ. ഈ പിതാക്കന്മാരൊന്ന് ദൈവത്തെ കണ്ടവരാണ്, 2 ദൈവശക്തി കേട്ടവരാണ്, 3 ദൈവിക വാർത്തത്വം പ്രാപിച്ചവരാണ്, 4 ദൈവത്താൽ ശത്രുക്കളെ ജയിച്ചവരാണ്, 5 ദൈവത്തെ ആകെ വീണം പണിത് ആരാധിച്ചവരാണ്, 6 ദൈവം ശുദ്ധിയായി നിർമ്മിച്ച നഗരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ പിതാക്കന്മാരെല്ലാം മരിച്ചു. പിതാക്കന്മാർ മരിച്ചപ്പോൾ പിശാച് പറഞ്ഞു, നമുക്ക് തലമുറകളെ കയറി മേയാമെന്ന്. ഞാൻ എന്നും പറയുന്നൊരു കാര്യമുണ്ട്, പിതാക്കന്മാരെ മരിച്ചിട്ടുള്ളൂ, പിതാക്കന്മാരുടെ ദൈവം മരിച്ചിട്ടില്ല. പിതാക്കന്മാർ ദൈവം ജീവിച്ചിരിക്കുന്നെങ്കിൽ തലമുറയെ തൊടാൻ ദൈവം സമ്മതിക്കുന്നില്ല. പിന്നെ തലമുറയെ തൊടാൻ ഒരുത്തരും ദൈവം സമ്മതിക്കുകയാണ്. ആ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക്, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാമുള്ള വാക്യമാണ്. യോസേഫും സഹോദരന്മാരെല്ലാവരും ആ തലമുറയ്ക്ക് മരിച്ചു. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ട ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. അനന്തരം യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവും ഇസ്രായേലിലുണ്ടായി. അവൻ തന്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മേക്കാൾ ശക്തിയും ബാഹുല്യമുള്ളവരായിരുന്നു. അവൻ പെരുകിയിട്ടൊരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് എന്ന് നമ്മോട് വരുന്നത് നമ്മുടെ രാജ്യം വിട്ടു പോയിക്കാൻ അവൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയോടുകൂടെ പെരുമാറുന്നു. 6-ാമുള്ള വാക്യമാണ്. പിതാക്കന്മാരെല്ലാം മരിച്ചു, പക്ഷെ തലമുറകൾ 1 സന്താന സമ്പന്നനായി, 2 അത്യന്തം വർദ്ധിച്ചു, 3 പെരുകി, 4 ബലപ്പെട്ടു, 5 ദേശം അവരെ കൊണ്ട് നടന്നു. പിതാക്കന്മാരെല്ലാം മരിച്ചു മാറ്റപ്പെട്ടു, പക്ഷെ 5 വിടുതൽ തലമുറകളായി. അതുകൊണ്ട് 90-ാം സങ്കീർത്തനത്തിൽ മോശമായി, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സ്വീകരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി 10 പൈസ ബാങ്ക് ബാലൻസ് കരുതി വെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒറ്റ കാര്യം ചെയ്താൽ മതി, പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കണം, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണം, ആത്മനിറവിൽ ആരാധിക്കണം, അകത്തും പുറത്തും നല്ല സാക്ഷ്യത്തോടെ ജീവിക്കണം.
അങ്ങനെ നീ ഇവിടെ നിന്ന് ദൈവത്തെ സേവിച്ചിട്ട് മരണം വഴിയായി നിത്യതയ്ക്ക് പോയാൽ നിന്റെ കാലശേഷം നിന്റെ മക്കൾ ഒരുത്തന് മുമ്പിൽ വാച്ചാനിച്ചിരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ നിന്റെ തലമുറയെ വിടുവിക്കാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് കൊടുത്തേച്ച് പോകേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഭക്തനായിട്ട് ചെയ്യുക. 10 കുട്ടികളായി ഒരു കാര്യത്തിൽ ഇടപെട്ടു. ഇവിടെ നിന്ന് ഞാൻ എന്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞ് മുൻപോട്ട് പോയി വചനത്തിലേക്ക് മടങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ജനിച്ചത് ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ്. എന്റെ അപ്പൻ മരിച്ചു, അമ്മയും മരിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ആദ്യ വിശ്വാസത വന്ന അമ്മയാണ്. 42 വർഷം മരുന്നെടുക്കാതെ മരണം വരെ രോഗസൗഖ്യത്തിൽ വിശ്വസിച്ച് മരിച്ചയാളാണ് എന്റെ അമ്മ. പിള്ളേരുണ്ടല്ലേ ഞാൻ പടിയെടുത്ത് നോക്കിയില്ല. എന്റെ സ്വഭാവമാണ് ഇവിടെ തെറ്റിച്ചോണ്ടില്ല. അപ്പോ 42 വർഷം എന്റെ അമ്മ ഒരു മരുന്ന് കഴിച്ചിട്ടില്ല. 7 അസുഖം വന്നാലും സഭയായിട്ട് വീട്ടിൽ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ അമ്മയെ ദൈവം സൗഖ്യമാണ്. അതായിരുന്നു അമ്മയുടെ ഏക മരുന്ന്. 2017 എന്റെ അമ്മയുടെ ശരീരം നീര് വെച്ച് വീങ്ങി, വയറിളക്കം തുടങ്ങി, ഛർദിൽ തുടങ്ങി, പിന്നീട് ഛർദിക്കുന്ന മുഴുവൻ രക്തം ഛർദിക്കാൻ തുടങ്ങി. ബക്കറ്റിനാണ് ഛർദിക്കുന്ന മുഴുവൻ രക്തമാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ നാട്ടുകാരിളകി, നീ നിന്റെ അമ്മയെ പ്രാർത്ഥിച്ചു കൊല്ലാനിട്ടില്ല, നീ അമ്മയെ ആശുപത്രി കൊണ്ടുപോകുന്നുണ്ടോ, ഞങ്ങൾ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞ അമ്മ മരുന്നെടുക്കത്തില്ല. അതൊന്നും ഞങ്ങൾക്കറിയില്ല. നാട്ടുകാരെ കളിപ്പിക്കാൻ നീ മുട്ടാത്തർക്കം പറയരുത്, മരുന്നെടുക്കത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞ് ഞങ്ങളെ കളിപ്പിക്കാൻ നോക്കണം. അതൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, നിങ്ങൾ അമ്മയോട് ചോദിച്ച് അമ്മയുടെ അനുവാദം വാങ്ങിച്ച് അമ്മ പറഞ്ഞാൽ നിങ്ങളെക്കാൾ മുന്നേ ഞാൻ കൊണ്ടുപോകും. പക്ഷെ നിങ്ങൾ ചോദിക്കാൻ മതി. ആമേ നാട്ടുകാരി എന്ന് അമ്മയോട് ചോദിച്ചു, ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോട്ടെ. അമ്മ പറഞ്ഞു, ഞാൻ 42 വർഷമായി ഒരു മരുന്ന് കഴിച്ചിട്ടില്ല, പല രോഗം വന്നിട്ടുണ്ട്, ദൈവം അപ്പോഴൊക്കെ എന്നെ സൗഖ്യമാക്കും. ഇപ്പോഴും ദൈവം എന്നെ സൗഖ്യമാക്കുവാണെങ്കിൽ ഞാൻ ജീവിച്ചോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ മരിക്കട്ടെ. നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നത് നാട്ടുകാരെ പിൻവാങ്ങി വീട്ടിൽ പ്രാർത്ഥന വെച്ചു. ആ പ്രാർത്ഥനയിൽ അമ്മയെ സൗഖ്യമാക്കാനായിരുന്നു ദൈവേഷ്ടം ചേർക്കാൻ. ഞങ്ങളുടെ വീട്ടിൽ ആദ്യം വിശ്വാസി വന്ന അമ്മയാണ്. പിന്നാലെ എന്റെ അപ്പൻ 18ാമത്തെ വയസ്സ് മുതൽ പള്ളിയിലെ കപ്പ്യാനായിരുന്നു. പള്ളിയിൽ അച്ഛന്റെ കുശിനിക്കാരനാണ്. അതുകൊണ്ട് സംസർഗം, സഹവാസം, സംസാരം, സമീപനം എല്ലാം ഇടവക വികാരിയായിട്ടാണ്. പകൽ അന്തിയോളം അപ്പൻ പള്ളിമേടനായിരുന്നു. കാരണം അച്ഛന് ആഹാരം വെച്ചു കൊടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വകതിരിവായ പ്രായത്തിൽ ഞങ്ങളുടെ അപ്പം പറയണം, മക്കളെ നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പട്ടക്കാരെ ആരെയും കരയിപ്പിക്കുന്നത്. കരയിപ്പിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതിക്കും അത് കേടാം. പെന്തിക്കോസിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ അപ്പം പറയും, മക്കളെ നിങ്ങൾ ദൈവദാസന്മാരെ പലയിടത്ത് പോയി പ്രസംഗിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒറ്റ ദൈവദാസന്മാരെ കരയിപ്പിക്കരുത്. കരയിപ്പിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതിക്കും അത് കേടാം. ഞാൻ ഈ പുസ്തകം തലയെ വെച്ചോണ്ട് ഞാൻ പറയുന്നു, ഞങ്ങൾ നിമിത്തം ഒറ്റ ഭാഷമാരെയും കരയിട്ടില്ല, ഒരു ഭാഷമാരെയും ഞങ്ങൾ കരയിപ്പിച്ചിട്ടില്ല, ഒറ്റ ഭാഷമാരെയും കരയിപ്പിക്കാൻ ഞങ്ങൾ ആരോടും കൂടെ കൂടിയിട്ടുമില്ല, കൂട്ടുകൂടിയിട്ടുമില്ല, ഞങ്ങൾ കൂടത്തുമില്ല. അതുകൊണ്ട് ഒറ്റ ഭാഷമാരുടെ കടന്നിൽ ഞങ്ങളുടെ തലയിലില്ല, തലമുറയ്ക്കുമില്ല. ദൈവദാസന്മാരെ കരയിപ്പിക്കരുത്, ദൈവം നിന്നെ അടിക്കും, അടിക്കും. കാര്യമില്ല. നീ ഏത് പ്രവാചകനെ സഭയിലെ ഭാഷ അറിയാതെ രഹസ്യത്തിൽ വിളിച്ചു വരുത്തി ഭാഷകളുടെ കാര്യം അറിയിച്ച് നീ മാറിയിരുന്ന് പ്രവാചകനെ വിളിച്ചു വരുത്തി തല കഴിച്ച് തേങ്ങ വിളിക്കാൻ വേണ്ടി പിരിച്ചാൽ നിന്റെ പടലിയുടെ പിടിവിടാമെന്നല്ലാതെ തിരികളാകാമല്ല. ഈ മനസ്സിലാക്കുക. ദൈവത്തെ ശ്രദ്ധിക്കും. അപ്പോ ഞങ്ങളുടെ വീട്ടിൽ ഒരു പട്ടക്കാരൻ വേണമെന്ന് എന്റെ അപ്പനാഗ്രഹം. എന്റെ ജ്യേഷ്ഠൻ പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ സെമിനാരിൽ പറഞ്ഞു. അദ്ദേഹം പട്ടത്വം സ്വീകരിച്ച് പള്ളിയുടെ മധുവയ്ക്കകത്ത് ലോകയിട്ട് ശുശ്രൂഷ ചെയ്തു വന്നയാളാണ്. ദീർഘവർഷങ്ങളായി ലോകം ഊരിക്കളഞ്ഞ് ബാംഗ്ലൂരിൽ ഷാരോന്റെ പാസ്റ്റർ. ഞങ്ങളുടെ വീടുകളിലെല്ലാം പെന്തിക്കോസിൽ പോയപ്പോൾ ഡേവിഡ് പെന്തിക്കോസിനെ ഉപദ്രവിച്ചവനാണ്. പെന്തിക്കോസിനെ ദ്രോഹം ചെയ്തവനാണ്. ഞായറാഴ്ച പള്ളി കുർബാന കഴിഞ്ഞ് ഇടവകയിലെ യുവജനങ്ങളെ കൂട്ടി എന്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും ആരാധിക്കുന്ന പെന്തിക്കോസ് ബോർഡിനകത്ത്, ചർച്ച ബോർഡിന്റെ ബോർഡിനകത്ത് കയറുന്നുണ്ട്. പാരടിപ്പാട്ടും പൂരപ്പാട്ടും പാടി പാട്ടയും പക്കറ്റ് പഠിച്ച് തെറിപ്പാട്ട് പാടി കോള് കൂട്ടിച്ചവനാ ഡേവിഡ്. ഒറ്റ രാജമാണ്. ഏത് വീട്ടിൽ പ്രാർത്ഥന നടത്തിയാൽ പിള്ളേരെ കൂടി ചെല്ലുക, പാട്ടയും പക്കറ്റ് പാടി വീട്ടിനകത്ത് പുറത്ത് നിൽക്കുക, പാട്ട് കഴിക്കുക, പാട്ട് പാടുക. ഈ മാർഗത്തിന് ഏറ്റവും ദോഷം ചെയ്താണ് ഞാൻ. എവിടെ പരസ്യവും നടത്തിയാലും മൈക്ക് പിടിച്ച് മേടിക്കുക, മൊത്തം തെറി പാട്ട് പാടുക. ഇടവകളിക്കാരെ പ്രോത്സാഹിപ്പിച്ചു. നിന്റെ അപ്പന് ഇവിടുത്തെ ആയുഷ്കാലം, നിന്റെ ജ്യേഷ്ഠൻ പള്ളി മതി വയ്ക്കുന്നത് ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ്. ഇവരൊക്കെ പെന്തിക്കോസ് മാർഗത്തിലേക്ക് പോയി. അതുകൊണ്ട് നീ ഈ പെന്തിക്കോസുകാരെ ഇവിടെ ഓടിക്കാൻ മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കണം. ഞാൻ മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ എന്റെ അപ്പം പറഞ്ഞൊരു വാക്കുണ്ട്, നീ ഉപദ്രവിക്കുന്നത് ഞങ്ങളെ ഒന്നുമില്ല, നീ ഉപദ്രവിക്കുന്നത് ദൈവത്തെയാണ്. ദൈവത്തിന്റെ കൈ നിലവിൽ ഭാരമായി വീഴാതിരിക്കാൻ നീ സൂക്ഷിക്കണം.
ഞാൻ പറഞ്ഞു പോയി പണി നോക്കിക്കോ, എനിക്കൊരു കുഴപ്പവും പറ്റില്ല. ഞാൻ നിൽക്കുന്ന സത്യസന്ധത. നിങ്ങൾ സഭ വിട്ട് തുള്ളാൻ പറഞ്ഞ് ബന്ധിക്കുഷിക്കും. നിങ്ങൾക്ക് ദോഷം പരാതിക്ക് നോക്കിക്കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ദൈവത്തിന്റെ കൈ എന്റെ മേൽ ഭാരമായി വരും. ഞാനൊരു രോഗിയായി മാറി. അങ്ങനെ പുസ്തകം കണ്ടാൽ രോഗം ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ പുണ്ണു പിടിച്ചു, മൊത്തം പഴുത്തെളിഞ്ഞ് വ്രണമായി. കണ്ണിന്റെ വെള്ളയിൽ കൃഷ്ണമണിയിൽ ഒഴിച്ച് ശരീരം മുഴുവനും പഴുത്തെളിഞ്ഞ് വ്രണമായി. അത് നിൽക്കാനൊക്കത്തില്ല, കാലിന്റെ വെള്ളം മൊത്തം വ്രണമാണ്. ഇരിക്കാനൊക്കത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റില്ല, പായി കിടത്താൻ പറ്റില്ല, വെട്ടി പറ്റത്തില്ല, ബെഡ്ഷീറ്റിലൊക്കത്തില്ല. വാഴയില വെട്ടി മുറ്റത്തെ വെയിലത്തിട്ട് വാട്ടിയ വാഴയില അങ്ങനെ കിടക്കുമ്പോൾ എന്റെ അമ്മച്ചിയോട് പറഞ്ഞു, നിങ്ങൾ സഭ വിട്ട് പെന്തിക്കോസിൽ പോയത് ആ ചെറുക്കിന് വരാൻ കാര്യം. ഞങ്ങൾ അവരെ കൊണ്ടുപോയി സൗഖ്യമാക്കി തിരിച്ചു കൊണ്ടുവരും. അന്ന് നിങ്ങൾ സഭയിലേക്ക് മടങ്ങി വരുമെന്ന് ചോദിച്ചു. അപ്പൊ അവരെ കൊണ്ടുപോയി സൗഖ്യമാക്കി കാണിക്കും. എന്നിട്ട് ഞങ്ങൾ വരാൻ പോകും. എന്റെ അമ്മാച്ചന്മാർ എന്നെ കൊണ്ടുപോയി ഇളയ അമ്മാച്ചന്റെ വീട്ടിൽ കൊണ്ടുപോയി 7 ദിവസം മുന്തിയ മന്ത്രവാദിയെ വിളിച്ചു വരുത്തി പണം മുടക്കി മന്ത്രവാദം ചെയ്തു. രക്ഷപ്പെട്ടില്ല, വീട്ടിൽ കൊണ്ടുവന്നാലേ. അന്ന് എന്റെ അപ്പൻ ചോദിച്ചു, പ്രാർത്ഥന വെക്കട്ടേടാ, ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പഴുത്തളഞ്ഞ ശരീരത്തിൽ നിന്ന് വിയർപ്പും പഴുപ്പും ദുർഗന്ധവും വരുന്നതായ ഈ ശരീരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷ പ്രാപിക്കണമെന്ന ആഗ്രഹം കൊണ്ട് ഞാൻ തലയെ മാറ്റി. അത് മതിയാണ് അപ്പൻ. അപ്പം നേരെ ഹോളോട്ടോളിയിൽ പറഞ്ഞു, പക്ഷേ അവൻ തലയാട്ടി സമ്മതിച്ചിട്ടുണ്ട്. നാളെ ഒരു വീട്ടിൽ പ്രാർത്ഥന പറഞ്ഞു. പിറ്റേന്ന് ഒരു വീട്ടിൽ പ്രാർത്ഥന വിളിച്ചു. ഞങ്ങളുടെ വീട്ടുകാർക്കറിയുന്ന സകല പ്രവാചകന്മാരെ വിളിച്ചു. വന്ന് ഇവര് പാടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവര് പാടി അന്യഭാഷ പറയുമ്പോൾ അതേ അന്യഭാഷ ഞാൻ അപ്പുറത്ത് കിടന്നുകൊണ്ട് ഇതെല്ലാം പറയും. എനിക്ക് ഇവരുടെ പ്രാർത്ഥനയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇവര് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി കിട്ടിയിട്ട് വേണം എനിക്ക് എഴുതിട്ട് വീണ്ടും പണി പറയാൻ. അതിനെ പറ്റിയുള്ള ആരും വെച്ചിട്ടില്ല. അന്ന് വന്ന ദൈവദാസന്മാർക്ക് വെച്ച ഭക്ഷണം അവരെ കൂടെ കഴിപ്പിച്ചില്ല. അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ കഴിക്കാൻ വന്നതാണെങ്കിൽ ഇന്നത്തെ ഈ ഇപ്പൊ കഴിക്കുന്ന കഴിക്കുന്ന ഇവിടെ ഇറങ്ങിക്കൂടാം. അതല്ല, എനിക്ക് സൗഖ്യം ഉണ്ടാക്കാൻ നിങ്ങൾ ഈ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പാടില്ലെങ്കിൽ എനിക്ക് എന്ന് സൗഖ്യം ഉണ്ടാകുമോ അന്ന് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. ആ ഭക്ഷണം പട്ടിക്ക് കൊടുത്തു. ദേവദാസന്മാർ മാറി എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അർദ്ധരാത്രി കഴിഞ്ഞ് വീണ്ടും അവരവർ ഇന്നടത്തിരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. അർദ്ധരാത്രി ഞാൻ കിടന്നുറങ്ങി. ആ രാത്രി സ്വർഗത്തിലെ ദൈവത്തിന് ദൂതനായി. മൂന്നാമത്തെ പ്രഭാതത്തിൽ ഞാൻ ഉണരുമ്പോൾ പഴുപ്പും ചെലവുമായി പഴുത്തറിഞ്ഞിരിക്കുന്ന എന്റെ മൃഗങ്ങളിൽ വാട്ടം തുടങ്ങിയിരിക്കുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ പറയുന്ന ഭാഷ ചുമ്മാ പറയുന്നതല്ല, അതിനകത്ത് സൗഖ്യമാക്കുന്ന ഒരു ശക്തി പറഞ്ഞിരിപ്പുണ്ട്. അങ്ങനെയാണ് ഈ പുസ്തകം എടുക്കാൻ കാരണം. ഈ പുസ്തകം എടുത്തുകൊണ്ട് ഞാൻ മുളക്കട ദൈവസഭയുടെ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണ്. എഴുതാനും വായിക്കാനും എന്റെ അപ്പം പള്ളിയിലെ കപ്പിയാരാണ്. പള്ളിവക സ്കൂളാണ്. സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ഇടവക വികാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ കപ്പ്യാരുടെ മോൻ അക്ഷരം പഠിക്കാതെ 10ാം ക്ലാസ് വരെ പോകാൻ ആഗ്രഹിച്ചു. ക്ലാസ് ടീച്ചർ പറഞ്ഞു, അച്ഛോ നമ്മുടെ കപ്പ്യാരപ്പച്ചന്റെ മോൻ ഡേവിഡില്ലേ, അതെ അവരൊറ്റ മാർക്കില്ല, അച്ഛൻ അവനെ അടുത്ത ക്ലാസ്സിലോട്ട് വെക്കണോ. അച്ഛൻ പറഞ്ഞു, കപ്പ്യാരപ്പച്ചന്റെ മോനെ അവനെ തോപ്പിക്കാൻ പറ്റില്ല, വെക്കാൻ മോനെ അടുത്ത ക്ലാസ്സിലോട്ട്. അങ്ങനെ വെച്ചത് 10ാം ക്ലാസ്സിൽ. എഴുതാനും വായിക്കാനും നമ്മളൊക്കെ പഠിക്കാൻ ചെല്ലുമ്പോൾ PAV സംസ്ഥാന ഓവർസിയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ KC ജോൺസ് ആണ്. KC ജോൺസ് ആണ് വലിയ നിർബന്ധം. ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ സ്റ്റുഡൻസും 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ചിട്ട് പഠിച്ചാൽ മതി. അങ്ങനെ 7 ദിവസം മുളക്കരയിലെ പഴയ ചാപ്പലിൽ ഉപവാസ പ്രാർത്ഥന വെച്ചു. 7 ദിവസം 7 പ്രവാചകന്മാരെ വിളിച്ചു. ഞാൻ പ്രവാചക ദൂത് വിശ്വസിക്കുന്നയാളാണ്. അതിലൊരു പ്രവാചകൻ കായംകുളംകാരൻ വർഗീസ് ബേബി IPC അറിയപ്പെടുന്ന പ്രവാചകൻ. അദ്ദേഹം നമ്മുടെ മുളക്കഴിയുടെ പഴയ ചാപ്പലിൽ 80ഓളം കുട്ടികളെ നടന്നിരുന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ നിരവധി വേണ്ടി പറഞ്ഞു, നീ എഴുത്തുകാരൻ എന്ന നിലയിൽ അറിയപ്പെടും. ഞാൻ ജനിച്ച് കാണിച്ചു, കാരണം എനിക്ക് എഴുതാനും വായിക്കാറില്ല. യോഗം കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ദൂത് തെറ്റാണ്. പുള്ളി ചെന്താ കാര്യം അപ്പോൾ എനിക്ക് എഴുതാനും വായിക്കാൻ അറിയില്ല, നോട്ട് എഴുതാൻ അറിയത്തില്ല, പരീക്ഷ എഴുതാൻ അറിയത്തില്ല, പുസ്തകം വായിക്കാൻ അറിയത്തില്ല, പിന്നെ ഞാൻ അങ്ങനെ എഴുത്തുകാരൻ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് ദൈവത്തിന്റെ ദൂതാണ്, നിനക്ക് ഇഷ്ടമുള്ള നീ എടുത്താൽ മതി, ഇല്ലേ നീ കളഞ്ഞേക്കാൻ മതി. ഞാൻ 2000 പറഞ്ഞില്ലേ, കളയുന്ന എടുത്താൽ നിനക്ക് ഗുണമാകും. അങ്ങനെ എടുത്തത് ദൂത് പ്രവർത്തിക്കണം. എഴുത്തു വായി കളിക്കില്ല, പക്ഷെ 150-ൽ പരം പാട്ടുകൾ എഴുതി സംഗീതം ചെയ്യും, ക്രൈസ്തവ കോളം പാടും. അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ പാടിയ പാട്ടും 2019 ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭ ബെഹറിലെ ശാലേം IPCയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ എന്നെ കൊണ്ടുപോയത് IPCയിലെ പ്രാസംഗികനായിരിക്കുന്ന ബാബുച്ചെറിയാന്റെ പെങ്ങൾ വിളിക്കണം. അവരുടെ വീട്ടിൽ നിന്ന് എഴുതിയ പാട്ടാണ് നന്ദിയാൽ എന്നുള്ള പറയും നന്മ മാത്രം നീ ചെയ്തപ്പോ ദോഷമായിട്ടൊന്നും ചെയ്തില്ല. ആ പാട്ട് അടക്കം പൗർവിഷന്റെ പാട്ടുകളുണ്ട്. 150 പാട്ടുകൾ എഴുതി സംഗമിച്ചു. ഞാൻ പാട്ട് പാടിപ്പിക്കാൻ കൃഷ്ണനെ കൊണ്ട് എറണാകുളം സാജി സ്റ്റുഡിയോ ചെന്നു. പാട്ട് ഞാൻ പാടി കേൾപ്പിച്ചു. അതായത് പാട്ട് കേട്ടിട്ട് ചോദിച്ചു, ഇതിന്റെ സംഗീതമായ സംഗീതക്കാരൻ. അപ്പൊ ഇതിന്റെ രാഗം നമ്മൾ രാഗം
പുള്ളികളൊരു കളിയാക്കി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല സാറേ കളിയാക്കിയത് എനിക്ക് രാഗം അന്ത് സാധനം രാഗമുണ്ട് ഭാഷ, ഇത് രാഗം ഭാഷയ്ക്ക് അറിയത്തില്ല. ഞാൻ രാഗം അറിയത്തില്ല. എനിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും പാട്ട് വരും. ആണെങ്കിൽ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്താണെങ്കിൽ ബൈക്കിലാണെങ്കിൽ വോയിസ് റെക്കോർഡ് ഓണാക്കി ഹെൽമെറ്റ് ഡ്രൈവിൽ കയറ്റി വെച്ച് പാട്ട് പാടിയാണ് പോകേണ്ടത്. ഭയങ്കര പാട്ട് വന്നുകൊണ്ടിരിക്കും. ഞാൻ ചോദിച്ചു സാറേ ഇതിന്റെ രാഗം സാറ് പറയാൻ പറഞ്ഞു. പുള്ളി എന്നോട് പറഞ്ഞു ഈ പാട്ട് പാസ്റ്റർ എഴുതിയിരിക്കുന്നത് സിന്ധു ഭൈരവി രാഗത്തിലാണ്. എനിക്ക് രാഗം അറിയത്തില്ല, പക്ഷെ എന്റെ പാട്ട് സിന്ധു ഭൈരവിലാണ്. ഞാൻ പറഞ്ഞ കാര്യം ദൈവം തന്നെ വാട്സപ്പെന്ന് പറഞ്ഞു. എഴുത്തുമാരെ അറിയത്തില്ലായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് പുസ്തകം ദൈവം നാട്ടിൽ എഴുതിച്ചു. എന്റെ കൈപ്പണിയാണ്. എഴുത്തുമാരെ അറിയത്തില്ലായിരുന്നു, പക്ഷെ ഞാൻ പ്രസംഗിക്കുന്നത് ഈ പുസ്തകം ആരെ കൊണ്ട് വായിപ്പിക്കത്തില്ല, മൊത്തം കാണാപ്പാടം പഠിച്ചു. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കാൻ വായിപ്പിക്കാതെ ഞാൻ വായിച്ചോളം നോക്കിക്കൊണ്ടാവും. അതുകൊണ്ട് ഈ പുസ്തകം എടുത്തേക്ക് ഇന്ത്യ വിട്ട് ലോകത്തിന്റെ 14 രാജ്യങ്ങളിൽ പോയി പ്രസംഗിച്ചു. വിദ്യാഭ്യാസം കൊണ്ടല്ല, അഭിഷേകം ഇവിടെ വിദ്യാഭ്യാസമൊന്നുമല്ല വിഷയം, അഭിഷേകമാണ് വിഷയം. കുടുംബമൊന്നുമല്ല വിഷയം, ധനമല്ല വിഷയം, അഭിഷേകമാണ് വിഷയം. അഭിഷേകത്തിന്റെ തലവന്നാൽ നിന്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്നത് ദൈവം നിനക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. ഇവിടെ പഠിച്ചവരാ അനീഷേലപ്പ ഭാഷ, രാജേഷേലപ്പ. ഞാൻ 3 വർഷം ഒരു മുറിയിൽ ഒന്നിച്ചുടങ്ങിയ ആത്മാർത്ഥ സുഹൃത്തുക്കളൊരാളാണ്. ഇപ്പോൾ ചർച്ചക്കോടിന്റെ 15 അംഗ കൗൺസിൽ മെമ്പറിൽ ഒരാളായിരിക്കുന്ന ലൈറ്റൂരായാലും രാമേഖലയെ രാജേഷേലപ്പറയും ഞാനുമായിരുന്നു സുഹൃത്തുക്കൾ. ഞങ്ങൾ ഒരു മുറിയിൽ 3 വർഷം ഒന്നിച്ചുടങ്ങിയ അവന്മാർക്ക് എല്ലാം സർട്ടിഫിക്കറ്റ് കിട്ടി, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. ഇപ്പോഴത്തെ ഓർസിലായിരിക്കും ശീശു തോമസ് സാർ അമേരിക്കൻ ചർച്ചക്കൂട്ട പാസ്സായിരിക്കുമ്പോൾ മാസത്തിൽ 2 തവണ എന്നെ വിളിക്കും. ഫോണിൽ കൂടെ പ്രാർത്ഥിക്കും, മണിക്കൂറുകൾ കൂടുമായി. അങ്ങനെ 2013 ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞ ദൂതിന്റെ പ്രവർത്തി അദ്ദേഹം മോമോസറായി. ഒരിക്കൽ സാറിനെ ഫോണിൽ വിളിച്ച് ഞാൻ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ച് ദൂതമെല്ലാം പറഞ്ഞു സാറേ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. എവിടെ നിന്ന് ഞാനാണ് വിളിച്ചത്, സർട്ടിഫിക്കറ്റ് ഞാൻ സർട്ടിഫിക്കറ്റ് തരത്തില്ല. അതിനകത്ത് ഞാൻ റെഡിയല്ല, അതുകൊണ്ടാണ്. എന്നാൽ ഞാൻ വിളിച്ചു പറഞ്ഞു ഇത് നീ പോക്കോളാൻ പറയും. പുള്ളി അമേരിക്കയിൽ നിന്ന് മുളക്കര വിളിച്ചത് പറഞ്ഞു ഡേവിഡ് എന്ന് പറഞ്ഞാൽ സഹോദരൻ വരും, അത് അവന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നത് എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ട് നീ എല്ലാം പറഞ്ഞു. ഞാൻ മുളക്കര ചെന്നു. ഇപ്പോൾ കുവൈറ്റിൽ സഭാ ശുശ്രൂഷയിലിരിക്കുന്ന സുജു ജോൺ എന്ന സാർ, ഞാൻ പറഞ്ഞു സാറേ ഇത് സർട്ടിഫിക്കറ്റ് വേണം, ഇതിന്റെ പേര് വന്നു. പഠിച്ച പക്ഷം പറഞ്ഞു. രജിസ്റ്റർ എടുത്തോണ്ട് പോകണം, മാർക്ക് ലിസ്റ്റ് നോക്കണം. മാർക്ക് ലിസ്റ്റ് നോക്കി നല്ല മാർക്കാണ്. കൊരുത്തിന്റെ കാര്യത്തിന് മോട്ട, തിയോളജിക്ക് മോട്ട, പഠിപ്പിച്ചതിനെല്ലാം മോട്ട. നീ പോയി തിരിച്ചെത്തിക്കൊണ്ട് പോകാമോ? ഞാൻ പറഞ്ഞത് ശിശുത്തോളാന്ന് പറഞ്ഞു. ആ സാറ് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പൊ എനിക്ക് സർട്ടിഫിക്കറ്റ് 6 വർഷമായിരുന്നു. അപ്പോഴെ ഒരുത്ത നീ എഴുത്തുകാരനാണ്. ദൈവം വാർത്തത്തിലാണ്. ദൈവം ഒരുത്തനെ ഉപയോഗിക്കാൻ പദ്ധതിയിട്ടുണ്ട്. അവന്റെ ജ്ഞാനമല്ല വിഷയം, അവന്റെ കുടുംബമല്ല വിഷയം, അവന്റെ മണമല്ല വിഷയം, അവന്റെ പൊക്കമോ മുഖമോ തൂക്കമോ അല്ല വിഷയം. ഒരുത്തനെ അഭിഷേകം ചെയ്യാൻ പദ്ധതിയിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽപുത്രന്മാരിൽ ഒരുവനായിരുന്ന ദാവീദിനെ വനാന്തരത്തിൽ വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്ത ദൈവം അവന്റെ ജ്യേഷ്ഠന്മാരുടെ മുഖമോ പൊക്കമോ തൂക്കമോ ഹല്ലേലൂയ. അഭിഷേകമാണ് വിഷയം. ഞാൻ 2018 മസ്കറ്റിൽ 45 ദിവസം ഒറ്റ സഭയുടെ യോഗത്തിൽ പ്രസംഗിച്ചു. എന്നെ കൊണ്ടുവന്ന് കുമ്പനാടുകാരൻ തപ്പിച്ചാണ് ചർച്ചക്കൊണ്ട് വിശ്വാസിയാണ്. പകർന്ന് യോഗം കഴിഞ്ഞിരിക്കുമ്പോൾ തപ്പിച്ചാൽ പറഞ്ഞു നമുക്ക് ഒരു അറബിയുടെ വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു പറയാം. കാരണം ഭാര്യാവരെ വൈപ്പിച്ച് കൊടുക്കുന്ന സന്തോഷ് ഫിലിപ്പ് എന്ന് പറഞ്ഞ അച്ഛൻ്റെ കാരണമാണ്. പോകുന്ന വഴിക്ക് തപ്പിച്ചാനോട് പറഞ്ഞു ഈ കാട്ടാളവിയുടെ വീട്ടിലോട്ടല്ല. ഞാൻ ചോദിച്ചിട്ട് ഒമാൻ രാജാവിന്റെ സുരക്ഷാ ചുമതലയുടെ സെക്യൂരിറ്റി തലവനായി നടപടി കൊണ്ടുള്ളതാണ്. ഒരു വലിയ കൊട്ടാരത്തിന്റെ മുമ്പിൽ കൊണ്ട് വണ്ടി നിർത്തി വീടെന്നതിനെ വിശേഷിക്കുന്ന കൊട്ടാരം. തമ്പിച്ചാൽ ഇറങ്ങി, ഞാൻ ഇറങ്ങി, സന്തോഷിപ്പിച്ചിട്ടാണ്. തമ്പിച്ചാൽ മുന്നേ പോലും ഞങ്ങൾ എന്നെ പറയാം. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു തമ്പിച്ചത് എവിടെ കൊണ്ടുപോയാൽ കൊല്ലാൻ കൊണ്ടുപോകണം. അറബിക്ക് എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവനെ പിടിച്ച് അകത്താക്കും. എന്നെ കണ്ട കാട്ടുറിയെ പോലെ ഇരിക്കുന്ന അവനെ കണ്ട് നല്ല ബോധം പോലെ ഇരിക്കുക. ഞങ്ങൾ കേറിച്ചിട്ട് വന്നിട്ട് മുറിക്കകത്ത് 2 അറബികൾ കുത്തിയിരിക്കുന്നു. ഒരുത്തനാണ് നീണ്ടു തവണ വളർന്നതാണ്. തലകളകൾ അടുക്കി വെച്ച് 2 കാലം അതിന്റെ പുറത്ത് പൊക്കി വെച്ചിട്ട് മുട്ടിന് താഴോട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആട്ട നിറച്ച് കുഴച്ച് പുറത്ത് പൊതിഞ്ഞു വെച്ചേക്കാം. രാജാവിന്റെ സുരക്ഷാ ചുമതലയുടെ തലവനാ. രാജാവ് ലോകത്തൂടെ പോയാലും സുരക്ഷാ ചുമതല തലവനായിരിക്കുന്നവനാ. അവനറിയാൻ ഒരു കാര്യം നടക്കത്തില്ല. അവൻ തളർന്നവനല്ല. അവനെ കാല് ചപ്പാത്തി ഉണ്ടാക്കുന്ന ആട്ട കൊണ്ട് മൊത്തം കുഴച്ച് പൊതിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടതുപോലെ പൊതിഞ്ഞു വെച്ചേക്കാം. എന്നോടാണ് ഇവനൊരു പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാം. പക്ഷെ ആദ്യയുടെ കാലിലെ ചാമ ആട്ട വച്ചില്ല. ഞാനും സന്തോഷ് പിടിപ്പിച്ചാൽ കൂടാണ്ട് 2 കാൽക്കിലോട് വീഴുമ്പോൾ അവൻ ആട്ടം മുഴുവൻ പറിച്ച് മാറ്റിയിട്ട് ഞാൻ സഭയിൽ അവൻ തമിച്ചെന്ന് വിളിച്ചെന്ന് ഞാൻ പറയാം.
തമ്പിച്ചാൻ അറബിയിൽ എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് പാലച്ചൂട്ടിന്റെ ചെറിയൊരു കുപ്പി വിളിച്ചു നോക്കുക. ഞാനത് മേടിച്ചിട്ട് കൈകൊണ്ട് പൊട്ടി ചൊല്ലിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യം അന്യഭാഷ പറഞ്ഞു, പിന്നെ ഭാഷ മാറി അറബി സംസാരിക്കാൻ തുടങ്ങി. കുറെ അറബിയിൽ സംസാരിച്ച് അവന്റെ കാലിലോട്ട് തേച്ച് തരികയും അവൻ ചാടി ഇരുന്നിട്ട് ഓടാൻ തുടങ്ങി. അവൻ ആ വീട്ടിൽ കൂടെ ഓടി. പിന്നെ അവൻ ഓടിക്കും. എന്നിട്ട് അവൻ പറഞ്ഞു, എനിക്ക് നിന്റെ വീട്ടിൽ വന്നോ? എന്റെ വീട്ടിൽ. നാട്ടുകാർ നോക്കി നിൽക്കുമ്പോൾ അറബി 2 പ്രാവശ്യം എന്റെ വീട്ടിൽ. ഈ അറബി തമ്പിച്ചാനോട് ചോദിച്ചു, ഈ മനുഷ്യനെ അറബി അറിയാം? തമ്പിച്ചാൻ പറഞ്ഞ മലയാളം അല്ല, ഒരു അക്ഷരം അറിയത്തില്ല. ഈ അറബി പറഞ്ഞു, ഇവൻ അറബി എന്റെ എല്ലാ കാര്യം ഇവരോട് പറഞ്ഞു. അവനോട് എന്തോ വേണം ചോദിക്കാൻ പറയാം. തമ്പിച്ചാൻ പറഞ്ഞ ഭാഷ അറബി വയ്ക്കുന്ന ഭാഷ എന്തോ വേണം. ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല, നിനക്ക് എന്തെങ്കിലും പറഞ്ഞു. അവിടെ എനിക്കൊന്നും വേണ്ട. ഉടനെ അറബി പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഒമാൻ രാജാവിന്റെ ഗസ്റ്റാ, നിനക്ക് ഒമാൻ രാജാവിന്റെ ദിവാന്റെ വിസ ഫ്രീ, നിനക്ക് ഒമാൻ എയറിന്റെ ടിക്കറ്റ് ഫ്രീ, നിനക്ക് എന്ത് വേണമെങ്കിലും ഒമാനി വരാം, എപ്പം വേണമെങ്കിലും പോകാം, 10 പൈസ ചെലവില്ല. ഇനി എന്ന് നിനക്ക് ഒമാനിൽ ഒരു സഭ തുടങ്ങാം, എന്ത് വീട്ടിൽ നിനക്ക് സമയം ആരംഭിക്കാം. 2020 ഫെബ്രുവരി മാസത്തെ അവരുടെ സ്ത്രീയിൽ ഞാൻ സഭായം തുടങ്ങാൻ ഇരുന്ന അവിടെ കൊറോണ കഴിപ്പിച്ചത്. ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ വിദ്യാഭ്യാസമല്ല വിഷയം, അഭിഷേകമാണ് വിഷയം. അഭിഷേകം തലേ വന്ന സ്ഥിതി മാറും. അഭിഷേകം തലേ വന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. ദൈവത്തിന്റെ അടിപൊളി മാറ്റാൻ വിശ്വസ്തനാണ്. മനസ്സിലാക്കുന്ന ഒരു കാര്യം ശ്രമിക്കുകയാണ്. 2013 നവംബർ 5-നായി എന്റെ അപ്പൻ മരിക്കുന്നു. 6 നിലയ്ക്ക് എന്റെ അപ്പൻ മരിക്കാൻ കിടക്കുമ്പോൾ എന്നെ അടുത്ത് വിളിച്ചു, മോനെ ഇനി വാ. ഞാനാണ് എന്റെ അപ്പനും അമ്മയ്ക്കും 9 മക്കൾ ഏറ്റവും ഇളയത്. 9 മക്കളാണ്. 4 പേരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജനിക്കുന്നത് അവർ മരിച്ചു. ഇപ്പൊ നിലവിൽ ഞങ്ങൾ 5 പേരാണ്. എല്ലാവരും വെച്ച് ഇളയതാണ്. എന്റെ അപ്പന്റെ ഇഷ്ടപുത്രനാണ് ഞാൻ. എന്റെ അപ്പൻ എന്നെ വിളിച്ചു, മോനെ ഇനി വാ. എന്നെ മരണക്കിടക്കി കിടക്കുക. ഞാൻ ചോദിച്ചു, എന്നോട് ചോദിച്ചു, നിനക്കിത് വേണോ? നിനക്കിത് വേണമെന്ന് വെച്ചാൽ എന്റെ അപ്പൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 7.25 സെന്റ് സ്ഥലം കുടുംബസ്വത്ത്, അത് വേണമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ടിയില്ല. എന്നോട് പറഞ്ഞു, നിന്റെ 2 സഹോദരിമാർ ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടവരായി, 2 പേരും ഓരോ കുഞ്ഞുങ്ങൾ മാറ്റി വീട്ടിൽ വന്നിരിക്കുക. എനിക്ക് അവരെ ഇറക്കി വിട്ടേച്ചും പോകാനൊക്കത്തില്ല, നിനക്കിത് വേണോ? ശരിയാ, എന്റെ 2 സഹോദരിമാർ ഇന്നും ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടവരായി വീട്ടിലിരിക്കുന്നു. ഒരാളുടെ ഭർത്താവ് മരിച്ചുപോയി, ഒരാളുടെ ഭർത്താവ് തിരുവനന്തപുരം സെൻട്രൽ ജയിലാണ് ഒരുത്തോട്ട് വെട്ടിയതാണ്. അതുകൊണ്ട് തന്നെ 2 പേരും ഗർഭിണികളായി വീട്ടിൽ വന്നതാണ്. അപ്പം പറഞ്ഞു, എനിക്ക് അവരെ ഇറക്കി വിട്ടേച്ചും പോകാനൊക്കത്തില്ല, നിനക്കിത് വേണോ? ഞാൻ പറഞ്ഞു, എനിക്കിത് വേണ്ട. ഞാനാകട്ടെ എന്റെ മക്കളാകട്ടെ ഇതിൽ നിന്നൊരു തരി മണ്ണിന് പകത്തില്ല. അപ്പൻ ഇഷ്ടമുള്ളത് കൊടുത്തിട്ട് പോകണം. അപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് സങ്കടമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കൊരു സങ്കടമില്ല. അടുത്ത ചോദ്യം, പിന്നെ നീ എന്റെ മരണശേഷം എന്തെങ്കിലും എന്നെ വല്ലതും പറയൂ? ഞാൻ പറഞ്ഞു, എന്റെ മരണം വരെ എന്റെ അപ്പനെ എന്റെ വാഗൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. എന്നാൽ ഞാനത് കൊടുത്തോട്ടെ. നമ്മളത് കൊടുത്തോ? ഇത് സന്തോഷത്തോടാണ് പറഞ്ഞത്. സന്തോഷത്തോടെ. എന്നാൽ ഞാൻ നിന്നോട് അവസരമായി 2 കാര്യം ആവശ്യപ്പെടുന്നു. ഞാൻ ചോദിച്ചു, എന്താണ്? 2 നീ എനിക്ക് സാധിച്ചു തരണം. ഞാൻ പറഞ്ഞു, എന്താ? നീ എന്നെ അടുത്തിരിക്കാൻ പറഞ്ഞു, കയ്യെ പിടിക്കാൻ പറഞ്ഞു. ആമയെ പിടിച്ചു. നീ എന്നോട് സത്യം ചെയ്ത് എനിക്ക് വാക്ക് തരണം. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഞാൻ സത്യം ചെയ്യുന്നത്? എന്തിനാ വാക്ക് തരണേ? എന്നോട് പറഞ്ഞു, നിന്റെ മരണം വരെ ഈ 2 സഹോദരിമാർക്കും മക്കൾക്ക് ചെലവ് കൊടുക്കാമെന്ന് നീ എനിക്ക് വാക്ക് തരണം. എന്റെ 2 സഹോദരിമാർക്കും ഇന്നും ഒരു മടിയില്ല, ചുമ്മാ വരയ്ക്കാറില്ല. പക്ഷെ എന്റെ അപ്പൻ എന്റെ സഹോദരിമാരെ എന്റെ തലയിലോട്ട് വെച്ചിട്ട് പോയി, നീ മരിക്കുന്നവരെ അവർക്ക് ചെലവ് കൊടുക്കാൻ നോക്കണം. ഞാൻ എന്റെ അപ്പന്റെ കൈക്ക് പിടിച്ച് പറഞ്ഞ ഒറ്റ വാക്ക് പറഞ്ഞത്, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ അവർ കഴിക്കും, എന്റെ പിള്ളേർ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പിള്ളേർ പഠിക്കും. അതുകൊണ്ട് എന്റെ 2ാമത്തെ സഹോദരൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ഏറ്റവും ടോപ്പ് മാർക്കോടെ കോളേജിൽ പാസ്സായി. അവൻ പഠിച്ചത് അവന്റെ അപ്പന്റെ കാശല്ല, അവന്റെ അമ്മയുടെ കാശല്ല, അതിനെ ദൈവമക്കളുടെ വിയർപ്പിന്റെ കാശാണ്. ഞാൻ തന്റെ അപ്പം പറഞ്ഞു, ഇന്ന് നീ എന്റെ കൂടെ എന്റെ കട്ടിലിൽ എന്നോട് ചേർന്ന് കിടക്കണം. ഏത് സമയത്തും അപ്പൻ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. അപ്പൊ മരണക്കിടത്തെ കിടക്കുക. ആമേൻ. ഇന്ന് നീ എന്റെ കൂടെ എന്റെ കട്ടിലിൽ എന്നോട് ചേർന്ന് കിടക്കണം. ഞാൻ എന്റെ 18 വയസ്സ് വരെ അപ്പന്റെ കൂടെ ഉറങ്ങിയിട്ടുള്ളൂ. ഒറ്റ ദിവസം ഞാൻ അപ്പനെ മാറിക്കാൻ പറ്റില്ല. അപ്പൻ എന്നെ പിടിയിട്ടില്ല. അതുകൊണ്ട് അപ്പം പറഞ്ഞു, ഇന്ന് നീ എന്റെ കൂടെ എന്റെ കട്ടിലിൽ എന്നോട് ചേർന്ന് കിടക്കണം. അന്ന് പകലിൽ രാത്രി ഞാൻ പത്തനംതിട്ട ആനവഴി ചച്ചുകൂടി പ്രസംഗിച്ച് കാറോടിച്ച് ക്ഷീണിച്ചു വന്നതാണ്. ക്ഷീണം കൊണ്ട് ഞാൻ എന്റെ അപ്പനോട് ചേർന്ന് ആ മരണക്കിടക്കയിൽ അപ്പനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങി. പക്ഷെ എന്റെ അപ്പൻ ഉറങ്ങിയില്ല. ഞാൻ ഉറങ്ങിയത് കണ്ടപ്പോൾ എന്റെ അപ്പന്റെ കൈ എന്റെ തലേ വന്നു. നേരെ വെളുക്കുന്നവരെ കരയുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല, പക്ഷെ സാക്ഷികൾ 3 പേരുണ്ട്. 2 പേര് ഇന്നും ജീവിച്ചിരിക്കുന്ന 2 സഹോദരിമാരാണ്. ഒരാൾ ലോകത്തിന് പോയി എന്റെ അമ്മ. രാവിലെ ഞാൻ ഉള്ളപ്പോൾ എന്റെ അമ്മ എന്നെ വിളിച്ചു, മോനെ ഇനി വാ. ഞാൻ ചോദിച്ചു, എന്താ എന്നോട് മോനെ, നീ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അച്ഛന്റെ കയ്യിൽ നിന്ന് തലയിലായിരുന്നു. നേരെ വെളുക്കുന്നവരെ കരയുന്നുണ്ടായിരുന്നു.
എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ചുണ്ടനങ്ങനെ നമ്മൾ കണ്ടു, ശബ്ദം നമ്മൾ കേട്ടില്ല. എന്താ പറഞ്ഞു കരഞ്ഞ് നമ്മെ കറിഞ്ഞുകൂടാ, എന്തൊക്കെയോ പറഞ്ഞു കരയുന്നുണ്ടായിരുന്നു. നീ ആ കൈ മറിച്ച് കാണാം, വേദനിച്ച് കാണാം, പക്ഷെ നീ ഉണരുന്നവരെ അച്ഛന്റെ കൈ നിന്റെ തലേന്ന് മാറിയിട്ടില്ല. എന്റെ അപ്പൻ 2013 ആവറാച്ചിൽ വെച്ച് 6 നടക്കി. 2014 ഫെബ്രുവരി 7 തിരുവല്ലയിൽ ഒരു മർത്തോമക്കാരനെ ദുബൈ കൊണ്ടുപോയി. ഞാൻ 9 പ്രാവശ്യം ദുബൈ പ്രസംഗിച്ചു. അവൻ തിരുവല്ലയിൽ 2 കോടി രൂപയുടെ വീടാണ് വെച്ചേക്കുന്നത്. അഹമ്മദാബാദ് സിറ്റിയിൽ അവൻ 6 കോടി രൂപയുടെ വീടാണ് വെച്ചേക്കുന്നത്. ഇന്ത്യൻ മണി എല്ലാം ചിലവ് കഴിഞ്ഞ് മാസം 5 ലക്ഷം രൂപ ശമ്പളക്കാരാണ്. പക്ഷെ അവൻ വിവാഹം കഴിച്ച് മക്കളുണ്ടാകത്തില്ല. അവന്റെ വീട്ടുകാരൊക്കെ നിൽക്കുന്ന പാവലക്കാരിയായിരിക്കുന്ന ഗ്ലോബൽ മിഷനിൽ വിശ്വാസിയായിരിക്കുന്ന വിജയമ്മ, അവളുടെ അവയെ സഭയിൽ പോയി ഞാൻ പ്രസംഗിച്ചുകൊണ്ട് അവളുടെ പാസ്റ്റർ 71 സാബുരാജന്റെ സ്നേഹിതനാണ്. അവൻ ഞാനെടുത്ത് യോഗത്തിൽ പ്രസംഗിച്ച് മടങ്ങിപ്പോയി. പക്ഷെ അവളുടെ ഭാഷയിൽ എന്റെ നമ്പർ വിളിച്ച് മർത്തോമക്കാരന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ഈ ഉപദേശി വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ. എന്നെ ആ മർത്തോമക്കാരൻ വിളിച്ച് അവരുടെ വീട്ടിൽ ഞാൻ ചെന്നു. അവരുടെ ബെഡ്റൂമിൽ പോയിട്ട് അവർ ഭാര്യ ഭർത്താവ് മുട്ടയിൽ നിന്നു. ഞാൻ മുട്ടമടങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്നു. ഞാൻ അവരോട് പറഞ്ഞു, നീ നിന്റെ ഭാര്യയും ശരീരം കൊണ്ട് ചേരാതെ നിന്റെ കൊച്ചിനെ നിന്റെ ഭാര്യ പ്രസവിക്കും. അവൻ പറഞ്ഞു, ബ്രദറെ അത് നടക്കില്ല, അത് അങ്ങനെ നടക്കും, നിനക്ക് നേരിട്ടുള്ള പറഞ്ഞു. അവൻ ദുബൈയിൽ ഇരിക്കുമ്പോൾ ഗുജറാത്തിൽ ഇരിക്കുന്ന അവന്റെ ഭാര്യ അവനില്ലാതെ തന്നെ അവന്റെ കൊച്ചിനെ ഗർഭം ധരിച്ചു. ആ കൊച്ചിനെ അവൾ പ്രസവിച്ചു. അതിന്റെ സന്തോഷത്തിന് അവന് ദുബൈ കൊണ്ടുപോയി. 40 ദിവസം കൂടെ താമസിക്കണം, 40 ദിവസം കൂടെ ഭക്ഷണം കഴിക്കണം, 40 ദിവസം പ്രാർത്ഥിക്കണം, 40 ദിവസം കരങ്ങടക്കാനുള്ള വിറങ്ങുമ്പോഴേതാണ്. ചില ദിവസം ഞാൻ നിന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വീട്ടിൽ പോകണം, നിർബന്ധമാണ്. ടിക്കറ്റ് പുറകോട്ടാക്കി എന്നെ ദുബൈ എയർപോർട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ചോദിച്ചു, വാടക വീട് പോകാൻ താല്പര്യമാണ്. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചോളൂ. അങ്ങനെയെങ്കിൽ നാട്ടിൽ ചെന്ന് നല്ല സ്ഥലം നോക്കി എന്നെ അറിയിച്ചേക്കാൻ പറഞ്ഞു. ഞാൻ നാട്ടിൽ വന്ന് നല്ല സ്ഥലം കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, നല്ല സ്ഥലം കൊടുക്കാറുണ്ട്, അതിന്റെ വില ചോദിക്കാൻ പറഞ്ഞു. സെന്റിന് 2 ലക്ഷം രൂപ പാസ്റ്റ് ആയതുകൊണ്ട് അക്കൗണ്ട് നമ്പർ ഞാനൊക്കെ പറഞ്ഞു കൊടുത്തു. മുഴുവൻ പൈസ ട്രാൻസ്ഫർ ചെയ്തു. എന്റെ അപ്പൻ 2013 നവംബർ 5 മരിച്ചു. 2013 ഡിസംബർ, 2014 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്റെ അപ്പൻ മരിച്ച 5-ാം മാസം എന്റെ പേരിൽ വസ്തു ആധാരമായി. ഒന്നും കണ്ട് വസ്തുവല്ല, 35 സെന്റ് സ്ഥലം. എന്റെ അപ്പൻ 7.25 കിട്ടും, പക്ഷെ എനിക്ക് കിട്ടിയത് 35 സെന്റ്. വാങ്ങിച്ചെന്ന് പെന്തിക്കോസുകാരനല്ല. പെന്തിക്കോസുകാരൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങിയാലും ഒരു പടി വെച്ചിട്ടുണ്ട്, അതിന് 10 പൈസ കൂടുതൽ. അതാണ് പെന്തിക്കോസുകാരൻ. സമുദായക്കാരൻ അങ്ങനല്ല. വിടുതൽ കിട്ടി അവൻ ചങ്ക് പറിച്ച് മുമ്പിൽ വെക്കും, പാർശ കൊണ്ടുവെക്കും, ഞാൻ ചങ്കില്ലാതെ ജീവിച്ചോളാം എന്ന് പറഞ്ഞാണ് കരുതി. അതാണ് സമുദായക്കാരന് ഗുണം. അതിനകത്തൊരു ഷെഡ് വെക്കാൻ ഞാൻ വേണ്ടി പഠിച്ചു. 4 മുള മേടിച്ചു, 12 ചിപ്ഷീറ്റ് മേടിച്ചു, കറുത്ത പ്ലാസ്റ്റിക് മേടിച്ചു. ഐപിസിക്കാരൻ എൻ്റെ ഒരു സ്നേഹിത പാസ് പഠിച്ചു. ഷെഡ് മേടിച്ചു. ഇതിനറിയാം, വാടക വീട്ടിൽ നിന്ന് ഷെഡിൽ പോയി താമസിച്ചിട്ട് പഞ്ചായത്തുകാരെ കൊണ്ട് പെരുന്നമ്പലി ഇടിച്ചിട്ട് പഞ്ചായത്തിൽ കിട്ടുന്ന 2 ലക്ഷം രൂപ വീട് വെക്കാൻ. അപ്പോൾ എന്റെ ഭാര്യ വന്നു ഓടിക്കുന്നത് സ്വിഫ്റ്റ് കാർ. അന്നൊരു സ്വിഫ്റ്റ് കാർ ആയാലും ഓടിക്കുന്നത് ഇഷ്ടം. ആ കാർ കൊണ്ട് പാർക്ക് ചെയ്യുന്ന വീട് പ്ലാസ്റ്റിക് വരാൻ നാണക്കേടാ. പക്ഷേ നിങ്ങളെ ആരെങ്കിലും അറിയുന്നവർ വീട്ടിൽ വന്നാൽ അന്ന് നിങ്ങളുടെ വിലയും ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞാൽ ഷെഡിൽ താമസിക്കും. എന്റെ ഭാര്യ കൊണ്ട് ഞാൻ വരികയാണ്, നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം വഴി പ്രാർത്ഥിച്ചു. ഭർത്താവക്കാരുടെ ദൈവം പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞു, കുറച്ച് പൈസ ഞാൻ വീട് വെക്കാൻ തരാം, പോരാത്തതിന് ബാങ്കിൽ ലോൺ എടുത്ത് വീട് വെക്കാൻ പറഞ്ഞു. എന്റെ അപ്പൻ മരിച്ച് 1 വർഷം തികയാൻ 1 മാസമുള്ളപ്പോൾ 2 നില വീടിന് അടിസ്ഥാനം. ഇന്ന് ഞാൻ താമസിക്കുന്ന മനോഹരമായ 2 നില വീട്ടിൽ എന്റെ സ്വന്തം വീട്ടിൽ, അതെല്ലാ സംവിധാനങ്ങളുമുള്ള, ആ മേഖലയിലെ AC ഉള്ള, ശീതീകരിക്കപ്പെട്ട മുറിയായിരിക്കുന്ന, ഞാൻ ലോകത്തെവിടെ പോയാലും എൻ്റെ വീടിന്റെ എല്ലാ സമയം ചുറ്റുപാടും കാണാൻ കഴിയുന്ന എല്ലാ സെറ്റപ്പോട് കൂടിയ മനോഹരമായ 2 നില വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. എൻ്റെ സ്വന്തം വീട്ടിൽ. അതെന്റെ അപ്പന്റെ കുടുംബത്തിനേക്കാൾ 50 ഇരട്ടി വില. എന്താ കാര്യം അറിയാമോ? ജനിപ്പിച്ച മാതാപിതാക്കന്മാർക്ക് വെള്ളം കൊടുക്കുക, ഭാര്യ പറയുന്ന വാക്ക് കേട്ട നീ നിന്റെ അപ്പനും അമ്മയ്ക്കും ദോഷം ചെയ്ത ദൈവം നിന്നെ അടിക്കും പാമ്പുള്ളതായിരിക്കും. നടക്കമുള്ള കാര്യമല്ല. നീ ചെന്ന് കയറിയ നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ അപ്പനെ അമ്മയും നിന്റെ അപ്പനും അമ്മയായിട്ട് കാണാതെ നീ ഭർത്താവിനെ പറഞ്ഞു തെറ്റിച്ച് അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതെ അവർക്ക് നീ ദോഷം ചെയ്താൽ, അവർക്ക് വെള്ളം കൊടുക്കാതെ നീ അവർക്ക് ദോഷം ചെയ്താൽ ദൈവം നിന്നെ അടിക്കും, നന്ദി അടിക്കും. ആമേൻ. അതിന് നടക്കമുള്ള കാര്യമില്ല. അവര് എന്തെങ്കിലും പറഞ്ഞാൽ, അവരെന്തെങ്കിലും ചെയ്താൽ, അവരുടെ ജീവിതത്തിലെ കുറവുകൾ മനഃപൂർവ്വമായി ക്ഷമിച്ചതിന്റെ ഭർത്താവ് കൊടുക്കത്തില്ലെങ്കിൽ പറഞ്ഞു കൊടുപ്പിച്ച് അവരെ ആ മേഖലയിൽ ചെയ്യേണ്ട രീതിയിൽ ആ മേഖലയെ സംരക്ഷിച്ച് ശുശ്രൂഷിച്ച് ഇവിടെ നിന്ന് സന്തോഷത്തോടെ നിത്യതയ്ക്ക് നീ പറഞ്ഞയച്ച നിനക്കും ഗുണമാ, സന്തതിക്കും ഗുണമാ. മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതുകൊണ്ട് ഇന്നത്തെ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്റെ അപ്പന്റെ അമ്മയുടെ കണ്ണുനീരാണ്. ഞാൻ എന്ത് നന്മ അനുഭവിക്കുന്നുണ്ടെങ്കിലും എന്റെ അപ്പന്റെ അമ്മയുടെ കണ്ണുനീരാണ്. ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ഒരു കാപ്പിക്കൽ, ഒരു കളിച്ചട്ടി, 2 ഗ്ലാസ് ഒരു മരണം അവിടെ നടത്തണം. എന്റെ ഭാര്യ അന്ന് വിടും ആഹ്വാന ജീവിതത്തോട് താല്പര്യമില്ലാത്തതാണ്. ഞാനൊരു മീറ്റിങ്ങിന് പോകാൻ നേരത്ത് മീൻ മേടിച്ചു കൊടുത്ത ഞാൻ മീൻ മേടിച്ച് ഫ്രിഡ്ജ് വെക്കത്തേ ഉള്ളൂ. ഞാൻ എന്നും മീറ്റിംഗ് കഴിഞ്ഞ് വരുന്നത് അന്ന് ഞാൻ മീൻ കരുത്. അതുവരെ അവള് കുളയും കളിച്ച് പിള്ളേരെ കൂട്ടി കഴിഞ്ഞു പപ്പ വന്നിട്ട് കഴിച്ചാൽ അങ്ങനെ ഭാര്യയായി അങ്ങനെ ഗുണം. എന്നാ പുള്ളി പോയി ശരിക്കും അടിക്കില്ല, നമുക്കൂടെ ചെയ്യാൻ കഴിച്ചാലും ഗുണം. ഇനി മീറ്റിങ്ങിന് പോവാണ്, എവിടെ വേണമെങ്കിലും മീറ്റിങ്ങിന് പോകണം. പുള്ളിക്ക് ശവക്കോട്ടയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു പുതപ്പ് കൊടുത്താൽ മതി, കല്ലറയുടെ കൂട്ടാതെ കാണാം. നിങ്ങൾ ഞാനിവിടെ കാണും കല്ലറയിൽ, നിങ്ങൾ വീട്ടിൽ കാണാം. ശ്രീശോ അങ്ങനെ ഗുണമുണ്ട്. നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഒരു എന്റെ സമ്പാദ്യം ഒരു കാപ്പിക്കലം. ആദ്യം എന്റെ ഭാര്യ കാപ്പിക്കലം. ആ കാപ്പിക്കലം കഴിഞ്ഞിട്ട് അതിനകത്ത് കഞ്ഞി വന്നു. ആമി കഞ്ഞി വെച്ചിട്ട് അടച്ചിടാൻ പാത്രമില്ല, അത് അയ്യത്ത് കൊണ്ട് കഞ്ഞോട് കുട്ടികളെ. അതിനകത്ത് ആമി കുടഞ്ഞിടാൻ പാത്രമില്ല, വാഴയുടെ വേണ്ടി നിലത്ത് ആമെ തറയിലിട്ടിച്ച് ആ വാഴയിൽ ഇട്ടത് എന്ത് ചെയ്യുന്നറിയാമോ, ചോറ് കൊടുത്തിട്ട് വേറൊരു വാഴയോട് മൂടും. എന്നിട്ട് ആ കല കഴുകി അതിലാണ് കുടിക്കാൻ വെള്ളമില്ലാതെ അവിടെ നിന്ന് തുടക്കം. എന്റെ ഭാര്യയെ ഇല്ലായ്പ വീട്ടിൽ നിന്ന് വന്നതല്ല, ഇഷ്ടം പോലെ സ്വത്തുള്ള വീട്ടിൽ നിന്ന് വന്നതാണ്. ഇന്നും കോടികളുടെ വസ്തുക്കൾ അവയെ സിറ്റിയിൽ അവരുടെ അപ്പനും അമ്മയ്ക്ക് കിടപ്പുണ്ട്. 1-2 സെന്റല്ല, ഏക്കർ കണക്കാണ്. നല്ല സമ്പാദ്യമുള്ള വീട്ടിൽ നിന്ന് വന്നതാണ്. പക്ഷേ ആമേ എന്റെ ഇല്ലായ്മ എന്നോടൊപ്പം. എന്റെ അമ്മായിപ്പൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു വാക്ക് പറഞ്ഞായിരുന്നു. ഒരിക്കലും ഞാൻ അവിടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ കുറച്ച് കപ്പയും ഉണക്ക കപ്പയും അതും ഇതെല്ലാം കൂടെ കൂടി എന്റെ അമ്മായിപ്പൻ എന്റെ കൂടെ ജംഗ്ഷന് വന്നു. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു, അമ്മോടെ കല്യാണം കഴിഞ്ഞല്ലേ? ആ കഴിഞ്ഞു. എവിടാ? ഓ അത് ആലപ്പുഴയില്ല, പറ്റിപ്പോയത്. എന്നെ നിർത്തിക്കൊണ്ടാണ് പറ്റിപ്പോയി. കാരണം എന്റെ വീട്ടിൽ ഒന്നുമില്ല, പറ്റിപ്പോയി. ആ പുള്ളി ഇപ്പൊ പറയുന്നത് ഈ പുള്ളി കോടീശ്വരനാണ്. എവിടെ നമുക്ക് കോടിയില്ല. എന്താ കാര്യം അറിയാമോ? നമ്മൾ ഒരുത്തരം വിലയിരുത്തുന്നത് ഇപ്പൊ കാണുന്ന രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം ഒരുവിനെ ഉയർത്താൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ആലിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സകല വിലയിരുത്തങ്ങളിലും പിന്നെ ദൈവം മാറ്റി വന്നിട്ടുണ്ട്. വിഷയത്തിലേക്ക് മടങ്ങി വരിക. ദൈവം പാലിക്കാൻ വിശ്വാസമാണ്. നിങ്ങൾ മാതാപിതാക്കന്മാരെ സ്നേഹിക്കണം, കരുതണം. അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, കടമകൾ ചെയ്യണം. ആമേ സഹോദര ബന്ധം തല്ലി തകർത്ത് കളയരുത്. ചില പെണ്ണുങ്ങൾ വീട്ടിൽ വന്നിരുന്നത് സഹോദര ബന്ധം തല്ലി തകർത്ത്. അങ്ങനെയുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത്. സഹോദര ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. എന്റെ സഹോദരിമാർക്ക് ഞാൻ കൊടുക്കും, പക്ഷെ എന്റെ ഭാര്യ അറിയേണ്ട കാര്യമില്ല. ഞാൻ അവർക്ക് ചെയ്യേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് ഞാൻ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. എന്നോട് എന്തുണ്ടെങ്കിലും പറയും, എന്ത് ആവശ്യമുണ്ടെങ്കിലും പറയും, എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ കൊടുക്കും. അതെന്റെ ഉത്തരവാദിത്തമാണ്. അതെന്റെ ഭാര്യയ്ക്ക് കുറവുണ്ടോ എന്ന് ഞാൻ നോക്കിയാൽ മതി. എന്റെ സഹോദരങ്ങൾക്ക് കുറവ് വരാതെ നോക്കേണ്ട കടമ എനിക്കാണ്. സഹോദര ബന്ധം നഷ്ടപ്പെടുത്തുന്നവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത്. സഹോദര ബന്ധം ഈ ലോകത്തിൽ ഏറ്റവും വലുതാണ്. മനസ്സിലാക്കിയവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. വിഷയത്തിലേക്ക് മടങ്ങുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ദൈവദാസനോട് സമയം പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറത്ത് പോയാലും കുഴപ്പമില്ലെന്നാണ്. ഹല്ലേലൂയ. എങ്കിലും ഞാൻ വേഗം തന്നെ നിർത്താം. ഹല്ലേലൂയ. അപ്പോ ഈ മാതാപിതാക്കന്മാർക്ക് വെള്ളം കൊടുക്കുന്ന പറയുന്ന കാര്യം പറയുന്നത് നമുക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അല്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഉയർച്ചയും വരുമെന്ന് പറയുന്നത് നമുക്ക് വലിയ ആത്മാവ് കയറും. ആമയെ നൃത്തവും ചെയ്യും. ആമയെ പിന്നെ അങ്ങോട്ട് തിരിയൊക്കെ കയറും. പക്ഷേ ഇതിനൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. ദൈവത്തിന് വചനം പഠിക്കുമ്പോൾ ആമകളിൽ പിതാക്കന്മാർ അവനിൽ ആശ്രയിച്ചു, പക്ഷേ അവരെ ആശ്രയിച്ച് ദൈവം വിടുവിക്കുന്നു. ഇനി ആ 22-ാം സങ്കീർത്തനത്തിന്റെ 20-ാമത്തെ വാക്യം, വാളുകളിൽ നിന്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്റെ ജീവനെ വിടുവിക്കണമെന്നാണ്. വാള് ചിരച്ചത് പറ്റുന്നതാ, നാണമില്ലാത്തത്, വിശദീകരിക്കേണ്ടതാ മുതലുമില്ല. ഇനി 25-ാം സങ്കീർത്തനം എടുക്കാം. സങ്കീർത്തനം 25:15, എന്റെ കണ്ണെപ്പോഴും യഹോവയിലേക്ക് ആകുന്നു, അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. സങ്കീർത്തനക്കാരന്റെ മുമ്പിൽ ശത്രു വല വിരിച്ചു. അതിവിടെ 57-ാം സങ്കീർത്തനത്തിലാണ്. 57-7 വാക്യം, അവർ എന്റെ കാലുകൾക്ക് ഒരു വല വിരിച്ച് എന്റെ മനസ്സിടിച്ചിരിക്കുന്നു, അവർ എന്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു, കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണു, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നിനക്ക് നിന്റെ കുടുംബത്തിനും തലമുറകൾക്ക് വിരോധമായി പിശാചും മനുഷ്യനും മന്ത്രവാദികളും ചേർന്ന് വിരിച്ച വലയുണ്ടല്ലോ, സ്വർഗ്ഗം ഇത് കീറിക്കളയാൻ പോവുക. ഈ പ്രാർത്ഥനയിൽ ചില വല ദൈവം കീറിക്കളയുമാണ്. നിനക്ക് നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും വിരോധമായി മനുഷ്യനും മന്ത്രവാദികളും ചേർന്ന് വിരിച്ച വല സ്വർഗ്ഗം കീറിക്കളയാൻ പോവുക.
ചുറ്റി കുഴിപ്പുറത്ത് മാറി കാത്തിരിക്കുക. ഇവനെന്ന് വലയും വേണം, ഞാൻ ഇവനെന്ന് വലിച്ചു കുടിച്ചുള്ളൂ. വീറും വാശിയും വൈരാഗ്യവും പകയിൽ നിന്ന് തിങ്ങി അവൻ ആ കുഴിപ്പുറത്ത് കാത്തിരിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ വല കണ്ടപ്പോഴേ അവന്റെ അന്തരാത്മാവ് അന്താളിച്ചവനെ അടിപൊളി വലയ്ക്കാൻ തുടങ്ങി. ആ വലയിലേക്ക് അവൻ ഒന്ന് നോക്കി ഒന്നുറപ്പിച്ചു, മരണമകനെ എന്നെ കാച്ചോട്ടിലുണ്ട്. ആ വല കണ്ടവൻ പരിഭ്രമച്ചത്തിനായിരിക്കുമ്പോൾ സ്വർഗം പറഞ്ഞു, വല വിരിച്ചവനെ കണ്ട് പേടിക്കണ്ട, വലയെ കണ്ട് പേടിക്കണ്ട, വലയിൽ നിന്ന് വിടുവിക്കാൻ ഞാൻ സിയോയിലുണ്ട്. തമ്പനാരിലോട്ട് വന്നിട്ട് എന്തിനറിയാമോ? ഈ വല കയറി കളഞ്ഞിട്ട് കുഴിപ്പുറത്ത് കുത്തിയിരിക്കുന്നവനെ അവൻ അറിയാതെ അവനെ തട്ടി കുഴിയോട്ട് ഇട്ടിട്ട് മണ്ണിട്ട് മൂടി. ഇപ്പൊ സങ്കീർത്തനക്കാരൻ പറയാം, എന്റെ മനസ്സ് ഉണച്ചെന്ന്. എന്താ പറയാൻ കാര്യം അറിയാമോ? എനിക്ക് വേണ്ടി കുഴി കുത്തിയവൻ ഇപ്പൊ കുഴിക്കകത്ത്, ഞാൻ കുഴിക്ക് പുറത്തു പോവാ. ഇന്ന് മകളൊരു കാര്യം പറയാം, നിനക്ക് വേണ്ടി കുത്തിയ കുഴിക്കകത്ത് കുത്തിയവനെ കുഴിച്ചു കൂടാൻ പോവാ. പക്ഷെ നിന്നെ വിടുവിക്കാൻ കഴിയുന്ന ദൈവകരം, നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തെ ഇന്ന് മകൾ കല വെളിക്കൊണ്ടുവന്ന് ദൈവമായി പറയുന്നു. ഹല്ലേലൂയ. വേഗം മുമ്പോട്ട് പോയി പ്രാർത്ഥിക്കും. ഇനി 34-ാം സങ്കീർത്തനം. 34-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും ഒരുമിക്കുന്നു. നമുക്ക് ചെല്ലാൻ കഴിയാത്തത് നമുക്ക് പകരം ചെല്ലുന്ന ഒരാളുണ്ട്. അപ്പയുടെ ഒരു ദൂതനാണ്. നിങ്ങൾക്ക് അമേരിക്ക ചെന്നൊരു വിഷയം പരിഹരിക്കണം, പോകാനോ പറ്റില്ല. തിരുവനന്തപുരം എയർപോർട്ടിൽ ചെന്ന് അമേരിക്കയിൽ എഴുതി കണ്ടേച്ച് പോരാന്നല്ലാതെ അങ്ങോട്ട് കയറ്റത്തില്ല. കയറണമെങ്കിൽ അവിടെ മതിയായ രേഖകൾ കാണിക്കണം. എന്താ മതിയായ രേഖ? പാസ്പോർട്ട്, വിസ, ടിക്കറ്റ്. ആരെ കാണിക്കണം? എയർപോർട്ടിന്റെ വാതിൽക്കൽ സുരക്ഷാ ജീവനക്കാരായ തൂക്കുധാരികളായ പട്ടാളക്കാരുണ്ട്. അവിടെ അരി കൊടുക്കണം. അത് അവർ വാങ്ങിച്ചിട്ട് പാസ്പോർട്ടിന്റെ ഫോട്ടോയുള്ള ഭാഗം തുറന്നു നോക്കും. ഇങ്ങനെ നോക്കിയിട്ട് അവർ ഇങ്ങനെ നോക്കും. എൻ്റെ അടുത്ത് ഇവൻ തന്നെ അവൻ ഇവിടെ അറിയാൻ വേണ്ടിയാണ് ഒത്തുപോകും. എല്ലാം ഒത്ത് അവൻ ശരിയാണെങ്കിൽ അവരെ ഇങ്ങനെ കാണിക്കും. എൻ്റെ അർത്ഥം അകത്തേക്ക് കയറാം, യാത്രയ്ക്ക് അനുമതി കൊണ്ട് തടസ്സമില്ല. ഇതൊന്നുമില്ലെങ്കിൽ അവരെ ഇങ്ങനെ കാണിക്കും. അതിൻ്റെ അർത്ഥം ഓടാം. 1 കാണിക്കും, 2 കാണിക്കും, 3 കാണിക്കും, 4ാമത് കാണിക്കില്ല. അവൻ തോക്ക് വെച്ച് ജയിച്ചു. പക്ഷെ നമുക്ക് അമേരിക്ക പോകാൻ ഒക്കത്തില്ല. നമ്മൾ പോകേണ്ട ദൂതം പൊക്കോളും. ദൂതിന് പാസ്പോർട്ട് വേണ്ട, ദൂതിന് വിസ വേണ്ട, ദൂതിന് ടിക്കറ്റ് വേണ്ട, ദൂതിന് എത്തിക്കാതെ വേണ്ട, എയർ ഇന്ത്യ വേണ്ട, ഇൻഡിഗോ ഫ്ലൈറ്റ് വേണ്ട. എവിടെ ഇറങ്ങണം അവിടെ ഇറങ്ങും. എപ്പോ ഇറങ്ങണം ആ സ്പോട്ടിൽ ഇറങ്ങും. ഇന്ന് പകൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത സ്ഥലത്ത് ദൂരതയായി അയക്കാൻ പോവുക. ദൂരതയായ ഞാൻ പറഞ്ഞോളൂ കേട്ട അറിവ് കണ്ടിട്ടില്ല. കൊല്ലത്തൊരു ജോർച്ചാനുള്ളതാണ്. ജോർച്ചാൻ ആള് പുള്ള വലിയ പൊക്കമില്ല, ഇത്ര പൊക്കയുള്ളൂ. അല്പസ്വല്പ കൃപാപര പ്രാർത്ഥന പൊതു ശുശ്രൂഷയ്ക്ക് പോകുന്ന ജോർച്ചാന് കുറച്ച് പറമ്പുണ്ട്. താഴെ ഉള്ള പറമ്പിനകത്ത് വാഴ കൃഷിയാണ് ചെയ്യുന്നുണ്ട്. വാഴ വിത്തുകൾ വാങ്ങി വാഴ കൃഷി നടത്തുന്നു. ജോർച്ചാൻ വെച്ച വാഴയെല്ലാം കിളിർത്തു വളർന്ന് എല്ലാം കൊലച്ചു. കൂട്ടത്തിൽ ഒരു കൊല, ജോർച്ചാനേക്കാളും വലിയ കൊല. അത് വിളഞ്ഞ് വെട്ടാൻ പാകത്തിൽ കിടക്കുക. ആ ഏറി കള്ളന്റെ വലിയ ശല്യം, പ്രത്യേകിച്ച് ജോർച്ചാനുള്ള ശല്യം. എല്ലാവർക്കും ശല്യമില്ല, പ്രാർത്ഥിക്കുന്നവർക്ക് ശല്യമുണ്ട്. നിങ്ങൾക്ക് ശല്യമില്ലാതിരിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം, പ്രാർത്ഥിക്കാതിരുന്നാൽ മതി. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ആരും ശല്യമില്ല. പ്രാർത്ഥിച്ചാൽ ശല്യം കൂടും. ജോർച്ചാനെ 2 ദിവസം പുനരൊരു യോഗമുണ്ട്. ഒറ്റയ്ക്കല്ല, പുറത്തെ ഭാര്യയായി ദേശീയ കൂട്ടിയ കഥകൾ കൂട്ടി ഇറങ്ങി ഭാര്യയുടെ താക്കോൽ കൊടുത്തു പറഞ്ഞു, നീ മുന്നോട്ട് നടന്നു, ഞാൻ വരുന്നു പറഞ്ഞു. ജോർച്ചാൻ നേരെ വാഴച്ചോട്ടിൽ ചെന്ന് വാഴച്ചോട്ടിൽ നിന്നോട് പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ ദാസനാകൻ ഞാനും എന്റെ ഭാര്യയുമായി 2 ദിവസം പുനരൊരു യോഗത്തിൽ പോകുന്നത് നിന്റെ ദൂതനാകരുത് ഗബ്രിയേലിനെ വാഴച്ചോട്ടി കൊല കാവൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ പോയിട്ട് വരുന്നവരെ കൊല കള്ളാൻ കൊണ്ടുപോകാതെ ഗബ്രിയേൽ ദൂതൻ വാഴച്ചോട്ടി കൊല കാവൽ ചെയ്തുകൊണ്ട് മാറാകണമേ. പ്രാർത്ഥിച്ചില്ല. 2 ദിവസത്തെ യോഗ കഴിഞ്ഞ് ജോർച്ചാൻ ഭാര്യയോട് പറഞ്ഞു, ഭാര്യയുടെ താക്കോൽ കൊടുത്തു, നീ കഥകൾ തുറന്ന് ഞാൻ വരുവാ. പുള്ളി വാഴച്ചോട്ടത്തിലേക്ക് തോട്ടത്തിലേക്ക് കൊലയുടെ സ്ഥിതി അറിയാൻ പറ്റില്ല. വാഴച്ചോട്ട് നോക്കി ചോറുണ്ട് കുഴപ്പമില്ല, വെള്ളോട്ട് നോക്കി കിട്ടിയുണ്ട് കുഴപ്പമില്ല, വെള്ളോട്ട് നോക്കി ഇലയുണ്ട് പക്ഷെ കൊലയില്ല. വാഴ നിർത്തി ആമ്പിളായ കൊലയിട്ടില്ല. ഒരു ഇല പോലും ഒഴിച്ചിട്ടില്ല, വെട്ടിയിട്ടില്ല. വാഴ നിൽക്കൊണ്ട് കൊലയിറച്ചില്ല, ഇലയെല്ലാം ഉണ്ട്, കൊലയില്ല. ജോർച്ചാൻ ശക്തമായി വീട്ടിലോട്ട് വന്ന പൊടിയുള്ള ആ മേഖലയെ കാലിന് തറയിലോട്ട് കൊണ്ടുകുത്തി 2 കൈ സ്വർഗത്തിലേക്ക് വരാൻ ഒറ്റ പ്രാർത്ഥന. പിതാവിന്റെ നാശനാകൻ ഞാനും എന്റെ ഭാര്യയുമായി 2 ദിവസം പുനരൊരു യോഗത്തിൽ പോയി. ഇതിന്റെ ദൂതനാകരുത് ഗബ്രിയേലിനെ വാഴച്ചോട്ടി കൊല കാവൽ ഏൽപ്പിച്ചു. ഗബ്രിയേൽ ദൂതൻ കൊല കാവൽ ചെയ്യാത്തതുകൊണ്ട് കൊല കള്ളാൻ കൊണ്ടുപോയി. എനിക്ക് എന്റെ കൊല തിരിച്ചു കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ ഗബ്രിയേൽ ദൂതന്റെ പേര് സോഫിയെ കോട്ടി കേസ് വാങ്ങി. അന്ന് രാത്രി ഗുണോപരാത്രി കഴിഞ്ഞ് ജോർച്ചാൻ കയറി കിടന്നുറങ്ങി. വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേറ്റ് കിഞ്ചതരിച്ച് പാട്ട് പാടി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ജോർച്ചാനെ പറ്റിയുണ്ട്. പണ്ടൊക്കെ പെന്തിക്കോസ്തുകാരുടെ ഒരു വെളുപ്പിനെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത് ഇല്ലാത്തതുകൊണ്ടാണ്. ചോദിക്കുന്നത് വെളുപ്പിനെ പ്രാർത്ഥന വീടുകളിൽ ഇല്ല. കാരണം കിടക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ 12:30 കഴിയും. ചില വീടുകളിൽ കിടക്കണം. സന്ധ്യയ്ക്ക് മുമ്പേ കുടുംബ പ്രാർത്ഥന കഴിയും. എല്ലാവർക്കും അറിയാവുന്ന പാട്ട് പാടുകയാണ്. സ്ട്രോങ് ആമേൻ. എല്ലാവർക്കും അറിയാവുന്ന പാട്ട് പാടിയ പാട്ട് നീളും, യോഗം നീളും. അങ്ങനെ നീണ്ടാ ഇതിന്റെ സമയം സമയം അറിയാൻ മേലാത്ത പാട്ട് പാടുവാണെങ്കിൽ
പാട്ടറിയാൻ മേലത്ത് വീട്ടുകാരുടെ പിള്ളേരെ പാടാതിരിക്കും. പാട്ട് പാടുന്ന പുള്ളി ഇവരെ നോക്കിക്കൊണ്ടിരിക്കും. ഇവര് ഈ പുള്ളിയെ നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പുള്ളി ചോദിക്കും എന്നാ ഈ പാടുന്നില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. പുസ്തകമായി പെട്ടെന്ന് പുസ്തകമായി ആരും പ്രാർത്ഥിച്ചു നിങ്ങൾ അതിലൂടെ പാടിയില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. പെട്ടെന്ന് പ്രാർത്ഥനയായി. എല്ലാവർക്കും അറിയാൻ മേലത്തെ പാട്ട് പാടിയുള്ള പോലെ പാടാം. അറിയാവുന്ന പാട്ട് പാടിയ പാട്ട് നീളും. ചില ഭാഗങ്ങൾ ചില വരികൾ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എടുത്തെടുത്ത് പാടും. അങ്ങനെ പാടുമ്പോൾ പാട്ട് നീണ്ടുപോകും. അങ്ങനെ നീണ്ടുപോയി ഇതിന്റെ സമയം തെറ്റും. സമയം തെറ്റും. പെട്ടെന്ന് രാത്രി കഴിഞ്ഞ് സാരി ചോറ് വിളമ്പാൻ പറഞ്ഞു. സാരി ആദ്യം അടുക്കള പോയി ചോറ് കലവാക്കി പോയി. കുറെ പ്ലേറ്റും എടുത്ത് തവിയുമായി കറിച്ചട്ടി എടുത്ത് കറി കൂട്ടി ഇവിടെ വരും. അപ്പനും മക്കളെ സോമാരിക്കും തല താഴെ വിളമ്പി അങ്ങോട്ട് കൂടും. ആമേ ഇത് കണ്ടോണ്ട് കഴിക്കും. അങ്ങനെ കണ്ടോണ്ട് കഴിക്കുന്നതുകൊണ്ട് 2 കിലോ അടിക്കുന്ന ചോറ് കഴിക്കുന്ന ശരി കഴിക്കും. 12:45 വരയിരുന്നങ്ങ് കാണും. ഈ കഴിച്ചുണ്ടല്ലോ പാത്രം കഴുകാനും കൈ കഴുകാനും പോകത്തില്ല. ഈ പാത്രത്തിനകത്തോടെ കൈ വെച്ചോണ്ടിരുന്ന് കാണും. അങ്ങനെ കാണുന്നുണ്ട്. 12 കഴിയുമ്പോൾ പറയണ ചെറുക്കാൻ നിർത്തണം, ഇനി നാളെ കാണാട. അവൻ ടിവിയുടെ റിമോട്ട് എടുത്ത് ഞെക്കി നിർത്തി എഴുതി ഈ കൈ കൊണ്ട് പാത്രം പഠിക്കണ്ട. പാത്രം കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക കൊണ്ടുപോകും. നേരെ വാഷ് ബേസിന്റെ കീഴിൽ കൊണ്ടുപോയി ടാപ്പ് തിരിച്ചു. ടാപ്പിലുള്ള കയ്യെ പറ്റി കയ്യിലുള്ള പാത്രത്തെ പറ്റി ഒട്ടനെ വിട്ട് പാത്രം താഴോട്ടെ. ഇപ്പോൾ ഒരു ചകിരി ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പേര് സ്റ്റീലിന്റെ ചകിരി എന്നാണ്. അത് കമ്പനിക്കാർ പാത്രം കഴുകാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷേ ഇത് പാതിരയ്ക്ക് പെന്തിക്കോസിന്റെ കൈ എടുക്കാൻ വേണ്ടിയുള്ളതാണ്. അതിനൊരു മർമ്മമാണ്. ഈ സ്റ്റീലിന്റെ ചകിരി എടുത്തിട്ട് പിടിക്കും. എല്ലാം ഉണങ്ങിയിരിക്കുകയാണ്, എല്ലാം പോയി മൊത്തം പോകത്തില്ല. ബാക്കി ചെത്തിയെ കൊണ്ട് നീക്കുന്ന തൂക്കും. ചില തെറ്റി നോക്കിയാൽ അറിയാം. ഇങ്ങനെ തൂക്കും പോകാത്ത ഭാഗം തൂക്കും. തെറ്റിയെ കൊണ്ട് നല്ല അരമാണ്. ഇത് വന്ന് കട്ടിലേക്ക് കയറിയുന്നത് പ്രാർത്ഥനയാണ്. വീട്ടുകാരെ പ്രാർത്ഥിക്കുക. എന്നെ ആമെ ഭാര്യ പിള്ളേർ ഓർത്തോടെ കത്താറ് പുള്ളി ഒരു വീഴ്ചയാണ്. പെണ്ണുപിള്ള വന്ന് കട്ടിലേക്ക് കയറുക അച്ഛനെ പിള്ളേരെ ഓർത്തോടെ പറഞ്ഞൊരു മറിച്ചിലാണ്. അന്ന് രാത്രി സീരിയലിന്റെ സംവിധായകന്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുശുള്ള സ്വന്തത്തിലാണ്. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പെന്തിക്കോസുകളുടെ വീട്ടിൽ സീരിയൽ കാണുന്നുണ്ടെങ്കിൽ ആ ടി വി തല്ലിപ്പൊളിക്കണം. ആ ടി വി തല്ലി പിന്നെ കുടുംബകാര്യം നടത്തുന്ന വീട്ടുകാരിയാണ് പൊട്ടിക്കെടുത്ത് പള്ളിക്ക് തീരി വെക്കും. അവള് പള്ളിയിൽ പൊട്ടി ഭിത്തിയെ വെച്ച് തത്തേക്കില്ല. ഞായറാഴ്ച ഒരു റിവ്യൂ ഇട്ടുണ്ട് വരിക. എന്നാ പറ്റിയാച്ചാ തലകളില്ല. ഒന്നുമല്ല, ടിവിയുടെ റിമോട്ട് കൊടുക്കാത്ത പെണ്ണുപിള്ള പിടിച്ച് തിരുമ്പിയതാ. പറയാൻ സഭയ്ക്കാത്ത ശുദ്ധമാണ്. കമറ്റി കൂടിയാ ഉപദേശം വരെ കമറ്റില്ല. പക്ഷെ പെണ്ണുള്ള വീട്ടിൽ വെച്ച് പള്ളിക്കിട്ട് തിരുമി. അതുകൊണ്ട് തന്നെ നേരത്തെ കാലത്ത് എഴുന്നേക്കുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് 3-4 ദിവസത്തെ വളിച്ച സാമ്പാറും പുളിച്ച ആമകളിയ മോരും ആമ ഫ്രിഡ്ജിനകത്ത് വെച്ച് ചൂടാക്കി കൊടുക്കുക അപ്പനും മക്കൾ. ഇന്ന് രാവിലെ ഫ്രഷായിട്ട് ഒരു ആഹാരം ഉണ്ടാക്കി അന്ന് അപ്പനും മക്കൾക്കും പകരം എന്നെ ആശുപത്രി കൊടുക്കണം. എന്നാൽ പുളിച്ചതും ചൂടാക്കി കൊടുക്കണം. അല്ല നല്ല കേൾക്കാൻ നേരമില്ല. അള്ള പറഞ്ഞ മുഴുവനും ഇന്നലെ കണ്ടതല്ല, ഇന്ന് രാവിലെ സീരിയൽ കണ്ടോണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കഞ്ഞി കറി വെക്കാൻ നേരമില്ല, നല്ലക്ക് നേരമില്ല. അതുകൊണ്ട് തന്നെ അപ്പനും മക്കളും തിന്നത് മൊത്തം പൊളിച്ചത് പൊളിച്ചു. ജോർജാന്റെ വീട്ടിൽ അങ്ങനെയല്ല. വെളുപ്പിനെ എഴുന്നേക്കും. 5 മണിക്ക് വിക്കലെടുത്ത് മാറ്റുവാണ്. രാത്രി കഴിഞ്ഞാൽ വെളുപ്പിനെ പത്രം വയ്ക്കും. ഈ ജോർജാന്റെ ചൂട് വാർത്തയും ചൂട് കടുങ്കാപ്പി വീക്കേഴ്സാണ്. ഭാര്യയോട് വന്നിട്ട് ഈ കടുങ്കാപ്പി ഇടാൻ പറയും. പുള്ളിക്കാരി കടുങ്കാപ്പി കൊണ്ട് ഇടാൻ പോയ സമയത്ത് ജോർജാൻ പത്രം എടുക്കാൻ വേണ്ടി കഥവ് തുറന്ന് സിറ്റൗട്ടിലുണ്ടെങ്കിൽ പാട് കൂടെ ചേരി കൊലയിരിക്കുന്നു. പച്ച കൊലയല്ല, പഴുത്ത കൊല. അതിന് വെള്ള പേപ്പർ കൊണ്ട് എന്തോ എഴുതി ഈർക്കലി കൊണ്ട് കാണാവുന്നതിനെ കുത്തിവെച്ചേക്കാം. ജോർജാനായി അവന് വെള്ള പേപ്പർ എടുത്തുകൊണ്ട് വന്ന് വെട്ടത്ത് വെച്ച് നോക്കിയപ്പോൾ എഴുതാം. അതിൽ എഴുതിയിരിക്കുന്നു, ഞാൻ നിങ്ങളെ കൊല മോഷ്ടിച്ചു. ഇത് വെട്ടിയ സമയം മുതൽ എന്നെ പതയ്ക്കാൻ തുടങ്ങി. ഇതിനൊരു കാർ നിന്നാലും കടയിൽ കൊണ്ട് വിൽക്കാനും പറ്റുന്നില്ല. ഈ കൊല തിരിച്ച് സ്വീകരിച്ചിട്ട് നിറയെ നിൽക്കാൻ പ്രാർത്ഥിക്കണം. ഇത് വെട്ടിയപ്പോ പോലാണ് വരയ്ക്കാൻ തുടങ്ങിയത്. പൂക്കള വരയ്ക്കാൻ വരയ്ക്കും. നിറയെ നിൽക്കുന്നില്ല. ഉടനെ ചെല്ലു പറഞ്ഞു, ജോർജ എന്നാ പിന്നെ ഇവൻ വെട്ടാൻ വന്നപ്പോൾ ദൈവം ഒന്ന് ഉറപ്പിച്ചാൽ പറ്റാത്ത അവൻ വെട്ടുകയല്ലോ. ജോർജ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഈ കൊല വെട്ടണം നീളമില്ല. ഞാൻ മേശ പിടിച്ച് ചുമാനത്തോടി കൊണ്ടുവരണം. അത് കേറി നിന്ന് വെട്ടം ഞാൻ വെട്ടാം. വെട്ടിയാൽ എന്നെക്കാളും വലിയ കൊല. ഞാൻ ആദ്യം നാളെ പോയിട്ട് പുറത്ത് കൊല പിടിച്ച് ഞാൻ ചാകാം. ഇനി ഈ കൊല വെട്ടിയാൽ ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചാൽ പൊങ്ങത്തില്ല. എന്റെ ഭാര്യ ഗ്രേശി കൂടെ പിടിക്കണം. നമുക്ക് നാക്കിന് നല്ല ബലമാണ്. ഞാൻ കൈയുടെ എഴുതി വെച്ചിട്ട് വിലപ്പുറം അഭിനയിക്കും. 80% പെണ്ണുങ്ങൾക്ക് ഒരു തീരമുണ്ട്. കളിപ്പീര കള്ളത്തരമാണ്. രാവിലെ കട്ടിലെന്ന് എഴുന്നേറ്റിന് എനിക്ക് നടുവിലിട്ടു വേണ്ട. അത് കേൾക്കേണ്ട താമസം. പുള്ളി പിന്നെ അടുക്കളക്കര കഞ്ഞി കറി വെപ്പാണ്. അവളെ കണക്കപ്പായ കൊണ്ട് കാപ്പി കൊടുക്കുന്നു, അവർക്ക് കഞ്ഞി കൊടുക്കുന്നു. അവന്റെ ഊപ്പാടുള്ളൊക്കെ അവൻ അറിയുന്നുണ്ട് 80% കള്ളിയാണ്. ഭൂലോക കള്ളികളാണ് 80%. 80% ഒരു യോഗവും ഇല്ല.
വീട്ടുപണി ചെയ്യാൻ പറ്റിയല്ലാത്തോണ്ടാണ്. കഞ്ഞിയും കറി വെക്കാൻ പറ്റില്ല, കെട്ടിയോന്റെ പിള്ളേർ തുണിയടക്കാൻ പറ്റിയില്ല. നേരെ വിളിക്കുന്നതിന് മുന്നേ പല വിളിക്കുന്നതിന് മുമ്പ് പറഞ്ഞു എനിക്ക് നടുവേദനയാണ്, എനിക്ക് തലവേദനയാണ്, മൊത്തം വേദനയാണ്, ഒരു വേദനയില്ല, നിനക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് നീ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്തു. കൂടുതൽ വിളച്ചിലാണ് 80% വിളച്ചിലാണ്. ജോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ കൊണ്ട് പൊക്കി പഴക്കോട്ടെ പൊക്കിച്ചാൽ ഇവിടെ മനഃപൂർവ്വം കയറി ഈ കൊല നിലത്തിന് വടിക്കും ചതയ്ക്കും ഓരയ്ക്കും. ഇനി അവിടെ ഭാവം കൊണ്ട് ഞാൻ താങ്ങി പിടിച്ചിട്ട് പാതകത്ത് കയറി അവൻ പുകയത്ത് കിടക്കണം. അപ്പോൾ എന്റെ ദേഹത്ത് പുകാതെ നോക്കും. ഇനി ഇത് പടുത്താലും ഒറ്റ കാശ് അറിയാതെ ഞാൻ ഇത് ചെട്ടടിച്ച് താഴെ ഇറക്കണം. ഇതൊന്നും വേണ്ട, ദൂരം ഇറങ്ങിയപ്പോൾ വെട്ടിപ്പഴിപ്പിച്ച് വീട്ടുവാദിക്ക് കൊണ്ട് വെച്ചാൽ കേട്ടോ. ഇതിന്റെ എത്ര ചെറിയ വിഷയമായാലും ഇത് ദൂതനാണ്, ഏത് വലിയ വിഷയമായാലും ഇത് ദൂതനാണ്. വിശ്വസിക്കാൻ വയ്യാതായ ദൈവമഹത്വപ്പെടാൻ പോവുക. ഇനി 71-ാം സങ്കീർത്തനം 11-ാം വാക്യം, ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു, പിന്തുടർന്ന് വിടിവിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. ഇനി 91-ാം സങ്കീർത്തനം 14-ാം വാക്യം, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ഇനി ഒരു ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വൈകുന്നേരം എനിക്ക് നേരത്തെ പോകണം. ഞാൻ പാസ്വേഡ് നേരത്തെ പറഞ്ഞു, എനിക്ക് രാത്രി നിലമ്പൂർക്ക് ട്രെയിൻ കയറണം. നാളെ എനിക്ക് നിലമ്പൂർ പകലും രാത്രി മീറ്റിംഗ്, നാളെ രാത്രി തിരിച്ചു പോകും. അതുകൊണ്ട് രാത്രിക്കുള്ള സമയം എടുക്കത്തില്ല, പകല് അല്പസമയം നീണ്ടുപോയാൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല. കാര്യം പറഞ്ഞാൽ ഷുഗറിന്റെ ഗുളിക കഴിക്കാം, ഉച്ചയ്ക്ക് ഷുഗറിന്റെ ഗുളിക ഉണ്ടെങ്കിലും കുഴപ്പമില്ല. 44 വയസ്സായാലും പക്ഷെ ഷുഗർ കഴിച്ച് ഉപ്പാണ്ടാക്കി ഇരിക്കുകയാണ്, എങ്കിലും കുഴപ്പമില്ല. ഞാൻ ചാപ്പാട് കഴിക്കുന്നത് ഞാൻ പണ്ട് നേരത്തെ അല്ല, അതുകൊണ്ട് ഇപ്പോഴും വലിയ താമസിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ആ മേഖല ഇച്ചിരി നീണ്ടുപോകും. ആ മേഖലയിൽ പ്രാർത്ഥിക്കാം, ദൈവം സഹായിക്കും. അപ്പോ നമുക്കൊരു ഭാഗം ചിന്തിക്കാം. എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിനെ അവനെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നദിയിൽ നിന്നും അവൻ കൊണ്ട് നിർത്തിയത്. യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് ബാബിലോണിയ നഗരത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഇസ്രായേൽ മക്കളെ കൊണ്ടുണ്ടാക്കിയ നദിയാണ് കേബാർ നദി. ആ നദിയെ കുറിച്ച് 137-ാം സങ്കീർത്തനത്തിൽ അവർ പാടി. എന്താ പാടിയത്? ബാബിൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ അതിന്റെ നദികളെ അഗ്രപക്ഷികൾ ഞങ്ങളെ കിന്നരങ്ങളെ തൂക്കിയിട്ടു, ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയി സിയോൻ ഗീതങ്ങൾ ചൊല്ലുന്ന ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചു. ഞങ്ങളെ കോവിഡ് ഗീതം അന്യദേശത്ത് പാടാൻ. ഇസ്രായേൽ മക്കൾ പ്രവാസികളായി ബാബൽ സംസ്ഥാനത്തിരിക്കുക. അവരെങ്ങനെ ഇരിക്കുന്നത്? കൂടാരത്തിന്റെ വാതിക്കൽ കുനിഞ്ഞത്രയും വാടിയ മുഖവും തകർന്ന മനസ്സുമായി, പാട്ടില്ല, പ്രാർത്ഥനയില്ല, കൂട്ടമില്ല, കൂട്ടായ്മയില്ല, കൂടിയില്ലാതെ കൂടിവരവില്ല, ഇങ്ങനെ കുനിഞ്ഞു കുത്തിയിരിക്കുക. ഇവരുടെ ഈ ഇരിപ്പ് കണ്ടപ്പോൾ ഈ ബാബിലോണിയർക്ക് സങ്കടം തോന്നി. അങ്ങനെ ചിലർ യോഗത്തിൽ വന്നിരിക്കുന്ന പിശാചിന് പറഞ്ഞ സങ്കടമാണ്. ഞാൻ എന്തോ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുന്നത്, പിശാചിന് പറഞ്ഞ സങ്കടമാണ്. ഈ ബാബിലോണിയരുടെ ഈ ഇരിപ്പ് കണ്ടപ്പോൾ അവർക്ക് സങ്കടം തോന്നി. ഇസ്രായേൽ മക്കളുടെ ഇരിപ്പ് കണ്ടപ്പോൾ ബാബിലോണിയർക്ക് സങ്കടം തോന്നി. ഈ ബാബിലോണിൽ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കുഞ്ഞു കുത്തിയിരിക്കുക, നിങ്ങൾ സിയോൻ ഗീതം പാടിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു. ദൈവന്മാർ പറഞ്ഞു, ഞങ്ങൾ പാടുകയെന്ന് പറഞ്ഞു. ഈ ഇസ്രായേൽ മക്കൾക്ക് ഒരു കാര്യം ബാബിൽ നിവാസികൾക്ക് ഒരു കാര്യം പറഞ്ഞു, ഇസ്രായേൽ മക്കൾ സിയോൻ ഗീതം പാടണ്ട, അതിന് 4 വരി മൂളിയാൽ മതി, ആ മൂളിപ്പാട്ട് മതി ബാബിലോണിയ സംസ്ഥാനത്തിന്റെ അസ്തമനം. അന്ന് അതിന്റെ കോട്ടമൊക്കെ കീഴ്വേൽ പറയാൻ, അന്ന് ആ സാമ്രാജ്യത്തിന്റെ നാശത്തിന് ഇവർ ഒന്ന് മൂളിയാൽ മതി സിയോൻ ഗീതം. പക്ഷെ ഇവര് പാടുകയില്ല. ഇന്നും ദൈവജനം പാടിയ വിടുതല, ഇന്നും ദൈവജനം ആരാധിച്ച വിടുതല, ഇന്നും ദൈവജനം ഉപവസിച്ച വിടുതല. പക്ഷേ ആ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് വിടുതല വരുന്നത്. നമുക്ക് ഏകദേശം സഭകളിലെല്ലാം ആകെ കൂടെ 3 യോഗങ്ങളുണ്ട്. എന്റെ സഭയിലാണ് 2 യോഗങ്ങളുണ്ട്. ശനിയാഴ്ച വൈകിട്ട് കുടുംബ പ്രാർത്ഥന, ഞായറാഴ്ച ഒരു സഹായമാണ്. ഉപവാസ പ്രാർത്ഥന ഇല്ല. 45 വർഷം പഴക്കമുള്ള സഭയിലാണ് ഞാൻ ഇരിക്കുന്നത്. എല്ലാം വിളച്ചിന്റെ ഉസ്താദുകളാണ്, ഭയങ്കര വിളച്ചിലാണ്. 45 വർഷമുണ്ട്. തലമൂത്ത പുള്ളികളൊക്കെ വിളച്ചിലെന്ന് പറഞ്ഞാൽ ഇതുപോലെ വിളച്ചിൽ. 2020 അവസാനത്തെ 31-ാം തീയതി രാത്രി ഞാൻ എല്ലാവരും കൊണ്ട് പ്രാർത്ഥിച്ചു. പിള്ളേരെ കൊണ്ട് മുതലേ പ്രായം അപ്പച്ചന്മാരെ കൊണ്ട് വരെ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചെന്ന് അറിയാം? ഞാൻ പറയുന്നത് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യം വേണ്ട, ഞാൻ പറയുന്ന പോലെ പ്രാർത്ഥിക്കണം. 2022 ഞാൻ മനഃപൂർവ്വമായ സഭായോഗം മുടക്കിയത് പോലെ 23 ഞാൻ സഭായ മുടക്കത്തിരുന്ന് പ്രാർത്ഥിക്കണം. അതാ പ്രാർത്ഥന. ഇനി ഞാൻ 2023 മനഃപൂർവ്വമായ സഭായോഗം മുടക്കുകയാണ്, ദൈവം അടി ചൂപ്പാട് വെക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ വേണം പ്രാർത്ഥിക്കണം. അതല്ലേ പറയാം? അല്ല, എനിക്ക് 10 കഴിഞ്ഞു വീട് കാട്ടുക. എല്ലാത്തിനും കൂടെ പ്രാർത്ഥിച്ചു, എല്ലാത്തിനും കൂടെ പ്രാർത്ഥിച്ചു. പിന്നെ സഭായോഗത്തിൽ വരാത്തതിനെ പരസ്യമായിട്ട് സാക്ഷി കഴിഞ്ഞ് സ്വന്തം കഴിഞ്ഞ് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കഴിഞ്ഞ ചില നാളുകളായി മാസങ്ങളായി സോളമച്ചായ യോഗത്തിൽ വരുന്നില്ല, അടിച്ചൂപ്പാണ് കർത്താവ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് സഭയിലാണ് പ്രാർത്ഥിക്കുന്നത്, അങ്ങനല്ലേ പ്രാർത്ഥിക്കുന്നത്?
അല്ല ദൈവത്തിന് വേണ്ടവരെ അനുഗ്രഹിക്കണമേ, കർത്താവ് സൂക്ഷിക്കണമേ, അവരെ ദൈവം കരുതണമേ, അവരെ ഈശ്വരത്തിലെ ദൈവം പരിപാലിക്കണം. അങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? അവന് ഊപ്പാളൊക്കെ പ്രാർത്ഥിക്കും. അങ്ങനെയാണോ പ്രാർത്ഥിക്കും? സഭായത്തിന് വരാത്തവരെ അടിച്ച് ഊപ്പാളൊക്കെ പ്രാർത്ഥിക്കണം. ഞാനെന്നെ പ്രാർത്ഥിക്കും. കഴിയാതെ ഞാൻ പറഞ്ഞു റോമച്ചാന തമ്പുരാന് ചൂപ്പാളക്കും, തമ്പുരാൻ അടിച്ച് ഊപ്പാളക്കും. ഡേവിഡിനെ വിളിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കാൻ വരികയാണ്. തമ്പുരാൻ അടിച്ച് മോന്റെ കൊച്ചിന് ന്യൂമോണിയ കൂടി ജാതം മുതലായി ചാകാൻ കിടക്കുമ്പോൾ എന്നെ വിളിച്ചില്ല. മുമ്പിരുന്ന ഷാജിമ ഭാഷയും വില്യം ഭാഷ വിളിച്ചു. രാത്രി 12 മണിക്കൂർ കഴിക്കും. അവർ പ്രാർത്ഥിക്കുന്ന പോയിട്ട് നിങ്ങളുടെ ഭാഷത്തിൽ ഞങ്ങളുടെ ഭാഷ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നോ. ഞാൻ പറഞ്ഞിട്ട് വിളിക്കരുത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നെ എന്തിരുത് വിളിക്കരുത്. കാരണം സമായോഗത്തിന് വരാത്ത നിന്റെ വീട്ടിൽ തമ്പുരാൻ അടിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യമില്ല. പ്രാർത്ഥിക്കണോ അവന് വേണ്ടി? പ്രാർത്ഥിക്കണ്ട. അവനെ അടിച്ച് മേടിക്കണമെന്ന്. ശരിക്കും അവനെ മേടിക്കണം. അടിക്കാൻ വിട്ടുകൊടുത്തേക്ക. ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. പിശാചിന്റെ തോതിന് കുത്താൻ ഏൽപ്പിച്ചേക്കുക. നമ്മുടെ സഭകളിലൊക്കെ ആകെക്കൂടെ 3 യോഗങ്ങളെ ഉള്ളൂ. ഒരു യോഗം എന്ന് പറഞ്ഞാൽ അത് സഭായോഗമാണ് അല്ലേ? അത് 10 മണിക്ക് തുടങ്ങണം. 10-നും വരികയില്ല, 10:30-ക്കും വരുന്നില്ല. 10:45 അപ്പൊ കുറുക്കൻ പിള്ളേർ നമുക്ക് പമ്മി വരാം. കുറുക്കൻ പിള്ളേർ 10:45 വരുന്നത്. 10 മണിക്കൂടെ സഭായം തുടങ്ങിയതാണ്. 10:45 വരുവാ കുറുക്കൻ പിള്ളേർ വരാം. പിന്നെ വീട്ടുകാർ ചേച്ചി അത് ക്ലാസ് എടുത്തിരിക്കുന്നു. ഇന്ന് നേരത്തെ സംഘത്തിന് വായിച്ചോടി. അയ്യോ ഇന്ന് നേരത്തെ യോഗം കൊടുത്തുന്ന ഭാഷയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ കേട്ടില്ല. ഞാൻ അയ്യോ നമ്മളെന്തോട്ട് നമ്മളെങ്ങനെ കയറും. ഈ കൂടെ കുറുക്കത്തി പറഞ്ഞു അച്ഛാ ഭാഷ പ്രാർത്ഥിക്കാൻ കണ്ണടച്ചു. അതെ സംഘത്തിന് വായിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ കണ്ണടയ്ക്കും അവർക്ക് അപ്പുറത്താണ് വിളിക്കാൻ പറഞ്ഞു. ഈ കുറുക്കത്തി കുഴപ്പം മൊത്തം ഉണ്ടാക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് 100 ചൂടാറി. അച്ഛാ ഇതെന്നോട് അച്ഛാ ഇതിന്റെ ബട്ടൺസ് അത്ര പോരല്ലേ, ഇതിന്റെ നിറം പോരെ ചേരും വച്ചാ 100 ചുരിദാറുകൾ മാറി വേണ്ടി ഈ പാവം പിടിച്ചോണ്ടേ കൂടെ സമയം കളഞ്ഞിട്ട് ഈ കുറുക്കത്തിലായി ഈ സമയം മൊത്തം കളയുന്നത് സ്വന്തം. അതുകൊണ്ടായി 10:45 വരിക. കുറുക്കനെ പിള്ളേരെ നമുക്ക് പമ്മി വരിക. അതാണ് ഒരു യോഗം. രണ്ടാമത്തെ യോഗം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയാണ്. അതിന് എല്ലാവരും ഒന്നും വരികയില്ല. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ആരൊക്കെ വരുന്നത് വെച്ചാൽ ശ്വാസം വിടാൻ പറ്റിയല്ലാത്ത 2 നല്ലമാരി വഴി ജീവിതത്തിൽ സ്വന്തം പറയാത്ത ഒരു അച്ചാരത്തിൽ. അതാണ് നമ്മളൊക്കെ യോഗം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ജീവിതത്തിനകത്ത് അവൻ നാം ആരാധിച്ച വിടുതല, നാം ഉപവസിച്ച വിടുതല, നാം പ്രാർത്ഥിച്ച വിടുതല. പലയിടത്തിലുള്ള നിങ്ങൾ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പായി മാറി ദൈവശ്രീ പ്രാർത്ഥിക്കാൻ നിങ്ങൾ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം വിടുതലയ്ക്കാൻ ശക്തനാണ്. വേഗം പറയാം. പ്രവാചകൻ പറയുക യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. ഞാനെപ്പോഴും പറയുന്ന കാര്യമുണ്ട്. ഫ്ലൈറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ്, പാസ്പോർട്ട് അടിക്കുന്നതിന് മുമ്പ്, വിസ എന്ന് പറയുന്ന സംവിധാനം പറയും വരുന്നതിന് മുമ്പ്, ടിക്കറ്റ് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതിന് മുമ്പ്, സീറ്റ് ബെൽറ്റ് കെട്ടുന്നതിന് മുമ്പ്, ഫ്ലൈറ്റ് ഇല്ലാതെ, എയർപോർട്ട് ഇല്ലാതെ, പാസ്പോർട്ട് ഇല്ലാതെ, ടിക്കറ്റ് ഇല്ലാതെ ആകാശത്തിലൂടെ സഞ്ചരിച്ചിട്ട് കൂട്ടിലുള്ള ദൈവദാസന്മാർ. അതിലൊരാളാണ് ഗാങ്സ്കിയൻ. പുതിയ നിയമത്തിൽ ഒരൊറ്റ ആളെ എടുത്തിട്ടുള്ള ആ പുള്ളിയുടെ പേര് ഗീരിപ്പോസർ അല്ലേ? അങ്ങനെ ഒരു സംവിധാനം ഇന്നും ഉണ്ടാകുന്നത് എന്റെ സന്തോഷമാണ് അല്ലേ? ഞാന് എന്നോട് ഭാഷ വളരെ 10:30 യോഗം തുടങ്ങും. ഞാനിവിടെ ഒരു 10 മണി കഴിഞ്ഞപ്പോൾ വേണം അല്ലേ? നമ്മുടെ യോഗം തുടങ്ങി എപ്പോഴാണ്? എനിക്ക് അതിൽ ഒരു ആറ്റം ഉണ്ടോ? എനിക്ക് ഈ യോഗം വെച്ചാൽ നേരത്തെ കാണാം. അത് നിർബന്ധം. 2 പാട്ട് പറയുമ്പോൾ പുള്ളിക്ക് കയറിയോ ഇന്നത്തെ പുള്ളിയല്ല. അങ്ങനല്ല, നേരത്തെ എനിക്ക് നിർബന്ധം. നേരത്തെ യോഗം ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? രാവിലെ സജിഭാഷ ഇവിടെ സ്വോത്രം ചെയ്തോണ്ടിരിക്കുമ്പോൾ കർത്താവ് എടാ അവിടെ യോഗം തുടങ്ങാൻ പോവുക, സ്വോത്രം ചെയ്തു, നീ ഒരുങ്ങി എടുക്കട്ടെ ഒറ്റയെടുത്ത് പെട്ടെന്ന് യോഗം കഴിഞ്ഞു. ഞാൻ ഈ മുളച്ച് തള്ളിക്കൊണ്ട് പോകണം, വേണ്ട. കർത്താവ് പറയാം പ്രാർത്ഥന കഴിഞ്ഞോളാം, കഴിഞ്ഞു, കൈ കൊടുത്തു, ഭക്ഷണം കഴിച്ചു, യാത്ര പറഞ്ഞു, വാങ്ങി എടുക്കട്ടെ ഒറ്റയെടുത്ത് വിടി. അവിടെ ചെന്ന് പെട്ടെന്ന് കുളിച്ച് ഡ്രസ്സ് മാറി ബാഗ് എടുത്തു കഥാപതി എടുത്തു അങ്ങനെ കാലമുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കാൻ എടുത്തുകൊണ്ട് പോകുന്ന കാലം, തിരിച്ചു കൊണ്ടുവരുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് പറഞ്ഞ ഞാൻ കാര്യം പറയാം. ഇന്ന് മറക്കാത്തവരെല്ലാവരും ഒന്നിച്ച് മറക്കാൻ പോവുക. അതെന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശുവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷതയിൽ അവനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുക. ഒരുമിച്ച് പറയാൻ പോവുക. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിനെ എന്നെ പുറപ്പെടുവിച്ചു. ഏത് കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും ദൈവാലോചന ചോദിക്കും. ഞാൻ ഇതിൽ പോണം, ഇത് ദൈവഹിതമാണ്.
ആമേ എന്ന് ദൈവത്തോട് ചോദിക്കണം. ദൈവം പറയാൻ പോകാൻ പറഞ്ഞാൽ പൊക്കോണം. ഏത് കോട്ട കെട്ടിയാലും നിന്റെ കാശ് പോകും. എവിടെ കൊണ്ട് നിർത്തി? താഴ്വരെ കൊണ്ട് നിർത്തി. തുടക്കം താഴ്വരയിൽ നിന്നാണെങ്കിൽ ഒടുക്കം പർവ്വതമുള്ള, തുടക്കം പരാജയത്തിൽ നിന്നാണെങ്കിൽ ഒടുക്കം വിജയത്തിൽ, തുടക്കം തകർച്ചയിൽ നിന്നാണെങ്കിൽ ഒടുക്കം ഉയർച്ച, തുടക്കം ഞെരുക്കത്തിൽ നിന്നാണെങ്കിൽ ഒടുക്കം വിശാലതയില്ല. ഇതിന്റെ തുടക്കം എങ്ങനെയാകട്ടെ? ഒടുക്കം വിശാലതയിൽ കൊണ്ടുവരുവാൻ ആവശ്യം. അവന്റെ അസ്ഥികളെ ഇടയിലൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കിയത് ദൈവം നിങ്ങളെ ചുറ്റിച്ചാൽ അതിന്റെ പരിസമാപ്തി വിടുന്നില്ല. മനുഷ്യൻ നിങ്ങളെ ചുറ്റിച്ചാലും അതിന്റെ പരിസമാപ്തി വിടുന്നില്ല. പിശാച് നിങ്ങളെ ചുറ്റിച്ചാലും അതിന്റെ പരിസമാപ്തി വിടുന്നില്ല. എന്നാൽ ചിലർ സ്വയം ചുറ്റാൻ തീരുമാനിച്ചാൽ തമ്പുരാൻ വിചാരിച്ച വിടുതലില്ല. മുന്നോട്ട് പോകാം. വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു ചിന്ത ഞാൻ പറയാം. പ്രവാചകൻ ദൈവം പറഞ്ഞു, നീ ഈ അസ്ഥികളോട് പ്രവചിച്ചു പറയാം. എന്താ പറയുക? ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനങ്ങൾ. ആദ്യം പ്രവചനമല്ല കേൾക്കേണ്ടത്, ആദ്യം വചനം. നമ്മളെല്ലാം കണ്ടിരിക്കുന്നത് എവിടുത്തെ ഒരു പ്രവാചകൻ പുള്ളി വളരെ എല്ലാം ചെയ്തൊരു വാക്യമാക്കി പിന്നെ വാക്യമായിട്ടൊരു ബന്ധമില്ല. പിന്നെ നിന്നെ കൊല്ലി ഞാനും ചാകുന്ന പറഞ്ഞത് തുടങ്ങാം. ഇവിടെ ചാടാക്കളൊക്കെ മറവപ്പെടാം. ലോകം ഞങ്ങളോട് പോകുന്നത് തന്നെ ശുശ്രൂഷിയായിരുന്നു. എന്നായിരുന്നു വേളമായി ലീലാമ പറഞ്ഞു, കുറ്റമ്മ ഭാഷ വെച്ച് തലയെ കമ്പിച്ചിട്ട് വെച്ചടി എന്തോ അറിഞ്ഞി ഭൂതായിരുന്നില്ല, എന്തോ അറിഞ്ഞി ഞാൻ കേട്ടിട്ടുണ്ട് വെള്ളത്തിലായി പോയിട്ട്. കുഞ്ഞമ്മ പറഞ്ഞു, ലീലാമ പാസം നിന്റെ നിങ്ങളുടെ ഈ പാസം തലയിലോട്ട് കൈവച്ചപ്പോ എന്നെ പിടിയങ്ങോട്ട് വീട്ടില്ലേ ഒരു ശക്തിയോട് വന്നിട്ട് ഞാൻ തുടങ്ങിയില്ലേ പാസം തലയിൽ കൈവച്ചപ്പോ എന്നെ ഭയങ്കര ശക്തിയോട് പിടിച്ചിട്ടില്ല. പുള്ളി നിന്നോടെന്തോ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞി എന്തോ അറിഞ്ഞി ഭൂതായിരുന്നു, എന്തോ അറിഞ്ഞി ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനും വെള്ളത്തിലായി പോയി. നമുക്ക് വൈകിട്ട് ചെയ്യുമ്പോൾ പാസ്വേഡ് കിട്ടണം. ചില പാസന്മാരുണ്ട് വെള്ളപ്പത്രമായിട്ട് ഇല്ല. കുഞ്ഞമ്മയുടെ തല കൈവച്ചപ്പോഴേ കുഞ്ഞമ്മ എഴുതി, അവിടെ 3 പറഞ്ഞിട്ട് എഴുതി. അടുത്തത് ലീലാമ എഴുതി. വൈകുന്നേരം വരുമ്പോൾ കുഞ്ഞമ്മാമേ ലീലാമാമേ എവിടെ ഭാഷയോടെ തൂത് കേട്ടോ? ഞങ്ങൾ കേട്ടിട്ട് ഭാഷ മൊത്തം ഒന്നും പേടിക്കണം, മുഴുവൻ ഞാൻ വിടാതെ എഴുതിയിട്ടുണ്ട്. ഇന്നിപ്പോ ഫോട്ടോസ്റ്റാറ്റ് അടച്ചു കാണാം. നാളെ യോഗത്തിൽ വരുമ്പോൾ കുഞ്ഞുമാമയുടെ ഭാഗം ഫോട്ടോസ്റ്റാറ്റ് അമ്മാമയ്ക്ക് എടുത്ത് കൊടുത്തേക്കാൻ പറയും. അങ്ങനെ ചില പെണ്ണാക്കാരന്മാര് ഉപദേശിമാരുണ്ട്, അവരെ അടിച്ചു മനസ്സിലാക്കിയ ബഹളം വേണ്ടതല്ല. നിങ്ങളെക്കാൾ മുന്നേ ഞാൻ ബഹളം വെക്കും. പക്ഷെ വചനം സഭയ്ക്കകത്ത് വചനം പ്രവചനം വേണ്ടതല്ല, പ്രവചനം ദൈവം നാം പറയാം. എന്നോട് കൽപ്പിച്ചതുപോലെ പ്രവചിച്ചില്ല. കടത്തി പറഞ്ഞില്ല, കൈനിട്ട് പറഞ്ഞില്ല, കാശിട്ട് പറഞ്ഞില്ല, കള്ളനിട്ട് പറഞ്ഞില്ല. കൈനിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ വർഷം എനിക്ക് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു സംഭവം ഉണ്ടായി. ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന പെരുമ്പാവൂരുള്ള IPC സഭയിൽ ഒരു കുടുംബമുണ്ട്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് എൻ്റെ കാറിന്റെ എല്ലാ മാസത്തെയും പൈസ അവരാണ്. ഈ കഴിഞ്ഞ ദിവസം അവരുടെ മോള് കുവൈറ്റില്ല, ഒരു ഗവൺമെന്റ് നേഴ്സാണ്, 34 വർഷം. അവർക്കൊരു കല്യാണം ദൈവാഗ്രഹ പ്രകാരം ഞാൻ പറഞ്ഞ വർഷങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ അവരുടെ വീട്ടിൽ പറഞ്ഞത് കോട്ടയം താമസത്തിൽ കല്യാണം വരെ നടക്കും. അതൊരു കല്യാണമാണ്. 9-ാം തീയതി നാളെ അമേരിക്ക കല്യാണം ഉറപ്പിച്ചു. 15-ാം തീയതി കല്യാണമാണ്. പക്ഷെ അവരുടെ പ്രവാചകൻ ചെയ്തത് പറഞ്ഞാലറിയോ, നീ കെട്ടാൻ പോകുന്ന ചെറുക്കന് വേറൊരുത്തിനുമാണ് അഫയറുണ്ട്, അവൾ വേറൊരുത്തിനായിട്ട് സ്നേഹമാണ്, നിന്നെ കെട്ടിക്കാൻ പോകുന്ന വീട് കടം കയറി മുടിഞ്ഞിരിക്കുന്ന, ഇവൻ ആ വീട്ടിൽ പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. കല്യാണമായി എല്ലാം ക്രമീകരിച്ചു. ഹോള് ബുക്ക് ചെയ്തു, അതുപോലെ തന്നെ പാട്ടുകാരെ ബുക്ക് ചെയ്തു, ഭക്ഷണം ബുക്ക് ചെയ്തു, എല്ലാം ബുക്ക് ചെയ്തു. അതുകൊണ്ട് എന്നാ സംഭവിച്ചത്? അച്ഛൻ പറഞ്ഞ ഒറ്റ പ്രാസന്മാരെ വീട്ടിൽ പ്രവചനത്തെ കേൾക്കുന്നത് നല്ലതാണ്, പക്ഷെ വിവേചനം വേണ്ട. ഒരുത്തൻ നിന്റെ വീട്ടിൽ വന്നാൽ അവൻ ആരാണ് വിവേചിക്കണം? നിങ്ങളെന്നെ വിവേചിക്കണം. ഞാൻ ആരാണ്? എന്റെ ശുശ്രൂഷ ഏതാണ്? വിവേചന പ്രാപിക്കണം. പിന്നെ ഞാൻ ആന്റിയെ വിളിച്ചത് പല്ലു വായിക്കാൻ, മാസ 9-ാം തീയതി വരണ്ട, കല്യാണം മാറിപ്പോയി. ഞാൻ കേട്ട് തെളിച്ചു പോയി. ഞാൻ പറഞ്ഞ അവരുടെ നമ്പർ ചെയ്യാം. ഭാഷ വേണ്ട, കോട്ടെ 34 വയസ്സായി ഞങ്ങളുടെ മോക്ക്. ഞങ്ങൾ ഭരിക്കുന്ന മുമ്പ് ഒരു കല്യാണം കാണാൻ ആഗ്രഹിച്ചു. അദ്ദേഹം വന്ന് പറഞ്ഞ വാക്കെൻ്റെ മോള് ആഴത്തിൽ വിശ്വസിക്കുകയും അവൾ ഇറങ്ങി വർത്തിയ മാസം ഞങ്ങൾ ഭരിക്കുന്ന മുമ്പ്
അവിടെ കല്യാണം കാണുന്ന ആളുകളുണ്ടായി. ചച്ചപ്പുള്ള നല്ലൊരു കുടുംബത്തിൽപ്പെട്ട ചെറുക്കനാണ്. എനിക്ക് ആ വീട്ടുകാരറിയാം. ദേശത്ത് പേരൊക്കെ കുടുംബമാണ്. ആ ചെറുപ്പക്കാരൻ നല്ലൊരു ചെറുപ്പക്കാരനാണ്. പക്ഷേ ആമേൻ ദൈവം പറയാത്ത കാര്യം ദൈവം പറഞ്ഞു. പ്രവചനമല്ല ആദ്യം കേൾക്കേണ്ടത്, ആദ്യം വചനമല്ല. ഇവിടെ കൽപ്പിച്ചതുകൊണ്ട് പ്രവചിച്ചത് പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്ഥിയോട് പ്രവചിച്ചു. പ്രവചനം കുടുംബം തകർക്കുന്നതല്ല, പ്രവചനം സഭ തകർക്കുന്നതല്ല, ചതുരിപ്പോയത് ചേർക്കുന്നതല്ല, തകർക്കുന്നതിന് പണിയുന്നു. ആമേൻ, അതാണ് പ്രവചനം. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്ഥിയോട് വന്ന് ചേർന്നതാണ്. ഞാൻ തിരുവല്ലയിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു കൊട്ടാരക്കര ചെന്ന് ഒരു സെമിത്തേരി കയറി പ്രവചിക്കാൻ പറ്റും. ഞാൻ കൊട്ടാരക്കര ഒരു സെമിത്തേരി കയറി പ്രവചിക്കാൻ പറ്റും. ഞാൻ നോക്കുമ്പോൾ കുഴിപ്പാടൊക്കെല്ലാം അസ്ഥിയോട് കൂടി ചെയ്യുന്നു. ഞാൻ നോക്കുന്നു ആവശ്യപ്പെടുന്നു. ഞാൻ നോക്കുമ്പോൾ രണ്ട് കുഴിപ്പാടത്തിൽ അനക്കമില്ല. ഒന്ന് ചാക്കോച്ചേൻ്റെ, രണ്ട് ചിന്നമ്മയുടെ. ചാക്കി കൂടി ഞാൻ തിരക്കിയപ്പോൾ തല ആമ്പിളാരും പോയി ഉടനെ ഇവിടെ അടക്കിയിട്ടുണ്ട്. ചിന്നയെ കൂടി ഞാൻ തിരക്കിയപ്പോൾ ഉടനെ കിട്ടിയിട്ടില്ല, തല ഇവിടെ അടക്കിയിട്ടുണ്ട്. ദൈവം പറഞ്ഞു കേരള പോലീസും ഫ്രാഞ്ചും ഷീവിയും മാറി മാറി തപ്പിട്ട് കിട്ടിയിട്ടില്ല, നീ വരക്കാണ്. ഒരു കാര്യം, ചാക്കോടെ ഉടലേക്ക് ചിന്നയുടെ തല പിടിപ്പിച്ചോളാം. അങ്ങനെ പിടിപ്പിച്ചാലുള്ള കുഴപ്പമില്ല. ഷാപ്പിലേക്കിരിക്കും, ചിന്ന കയറി ചിന്നയുടെ വരണം കൂടെ ചാക്കയെ കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല. ദൈവത്തിന് അങ്ങനെ തെറ്റ് പറ്റത്തില്ല, പറ്റൂല്ല. ചാക്കയുടെ ശിരസ് 7-ാം കടൽ എന്ന് പറഞ്ഞ കടലിലെ ഉപമാവാചം. 7-ാം കടലിന്റെ അടിത്തൊട്ടി കരിങ്കലിൽ കിട്ടുന്ന താലും പ്രവചനദൂതിന്റെ നിവർത്തിയാകുമ്പോൾ അത് ഇഷ്ടപ്പെടും. അർത്ഥം പറയാൻ നിന്റെ വീട്ടിൽ ഏത് കെടികെട്ടിയവരെ കൊണ്ട് നടക്കാം. എന്റെ വിരുദ്ധ ദിവസമാകുമ്പോൾ ആ തടയണ എല്ലാം പൊട്ടിച്ചു, ആ തടസ്സങ്ങളെല്ലാം പൊട്ടിച്ച് ആ വിരുദ്ധത്തിന്റെ വീട്ടിൽ പറഞ്ഞു നീ അസ്ഥികളോട് പ്രവചിക്കണം എന്ന് മാത്രം. അവർക്ക് ശ്വാസമില്ലാത്തത് കൊണ്ട് കാറ്റിനോട് പ്രവചിക്കണം. കാറ്റുണ്ടോ? ഉണ്ട്. കണ്ടിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ അറിയാം? സ്പർശനം കൊണ്ടറിയാം. കർത്താവുണ്ടോ? ഉണ്ട്. ഇല്ല. എങ്ങനെ അറിയാം? സ്പർശനം കൊണ്ടറിയാം. ഞാൻ രോഗിയായിരുന്നു. രോഗസ്വാമി വൈദ്യന്മാരെ ആശ്രയിച്ചു, സൗഖ്യമുണ്ടായില്ല. അവരുടെ തൊട്ടു, ഞാൻ സൗഖ്യമായി. അതുകൊണ്ട് അവർ ജീവിച്ചിരിക്കും. മനുഷ്യന്റെ മുമ്പിൽ ജീവശ്വാസം ഊതിയതായ കർത്താവാണ്. നിങ്ങൾ ഞാൻ ഈ വാഹനം ദൈവത്തെ ശ്രദ്ധിച്ചില്ല. നമ്മുടെ ശ്വസനക്രിയക്കകത്ത് നമ്മുടെ മൂക്കിൽ ജീവശ്വാസം ഊതിയവരുടെ പേരാണ് വലിച്ചെഴുതി. ഈ ശ്വാസം അകത്തോട്ടെടുക്കുമ്പോൾ പുറത്തോട്ട് വിടുമ്പോൾ യേശു യോഗം കഴിഞ്ഞ് അവയെ വാങ്ങി നിന്ന് വലിച്ചു നോക്കാം. ഇപ്പൊ വലിക്കാതിരിക്കുന്നത് കാറ്റ് വരും. ഇപ്പൊ വലിച്ചോളം വലിക്കാതിരിക്കുന്നത് യോഗം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പോകുന്ന പോലെയാണെന്ന് നോക്കണം. ശ്വാസം എടുക്കുമ്പോൾ പുറത്തു യേശു, നിങ്ങളുടെ അകത്തോടെടുക്കുമ്പോൾ പുറത്തോട്ട് യേശു, യേശു യേശു വലിച്ചു കേൾക്കുന്ന യേശുവിനെ. പക്ഷെ മാത്രം സെക്കൻഡ് വലിച്ചു കേൾക്കും യേശു 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 യേശു. പോത്തുപോലെ കിടന്ന് കൂർക്കം വലിച്ച് തുടങ്ങുമ്പോൾ യേശുവിനെ വലിച്ചു കയറ്റുന്നത്. രണ്ട് കാര്യം മാത്രം. അപ്പൊ നമ്മുടെ ശ്വസനക്രിയക്കകത്ത് നമ്മുടെ മൂക്കിൽ ജീവശ്വാസം ഊതിയവന്റെ പേരാണ് നമ്മൾ വലിച്ചു കയറ്റുന്നത്. ഈ ലോകത്തിലെ ആരെല്ലാം ഉണ്ടെങ്കിലും മാനവരാശിക്ക് വിടുതലുണ്ടെങ്കിൽ, രക്ഷയുണ്ടെങ്കിൽ യേശുവിനോട് എല്ലാവരും ഒരുത്തരും രക്ഷയില്ല. പുസ്തകത്തെ പ്രാർത്ഥിക്കുക. എല്ലാ പുസ്തകങ്ങളും എല്ലാവരും തന്നെ തന്നെ സമർപ്പിക്കും. ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.